അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തുൽ ലിൽ ആലമീൻ. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, പിച്ച് ഓഫ് ട്രൂത്ത് സംഘടിപ്പിച്ച അന്താരാഷ്ട്ര ഇസ്ലാമിക പുസ്തകമേളയുടെ ഭാഗമായി മുഹമ്മദ് നബി ജീവിതവും സന്ദേശവും എന്ന തലക്കെട്ടിലുള്ള സിംബോസിയത്തിനു വേണ്ടി നമ്മൾ ഇന്ന് ടൗൺ ഹാളിൽ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ബഹുമാനരായ പി സുരേന്ദ്രൻ സാറും സി ആർ നീലകണ്ഠൻ സാറും കെ സി വർഗീസ് സാറും നമ്മുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് നമ്മോടുള്ള സ്നേഹവും ഇഷ്ടവും പ്രകടിപ്പിച്ചുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. മുഹമ്മദ് നബി ജീവിതവും സന്ദേശവും എന്ന തലക്കെട്ട് ചർച്ചയ്ക്കെടുക്കാൻ നിച്ച് ഓഫ് ട്രൂത്തിനെ പ്രേരിപ്പിച്ച ഒരുപാട് ഘടകങ്ങളുണ്ട്. പ്രവാചകന്മാരിലുള്ള വിശ്വാസം പല കോലങ്ങളിലും പല രൂപങ്ങളിലുമായി ചരിത്രത്തിൽ സമൂഹങ്ങളിൽ നിലനിന്നത് നമുക്ക് കാണാൻ കഴിയും. മനുഷ്യനെ സംബന്ധിച്ച ആലോചനകളിൽ, വിശകലനങ്ങളിൽ, ദർശനങ്ങൾ മുന്നോട്ട് വച്ച വ്യത്യസ്ത വീക്ഷണങ്ങളുണ്ട്. മനുഷ്യൻ പദാർത്ഥങ്ങളുടെ കേവല സംയുക്തം മാത്രമാണ് എന്നും അവനൊരു ഉയർന്ന ജന്തുവാണ് എന്നും പരിണാമചക്രം കുരങ്ങൻ്റെ വാല് മുറിച്ചപ്പോൾ ഉടലെടുത്ത ഒരു രാസസംയുക്തം എന്നതിൽ കവിഞ്ഞ സവിശേഷതയൊന്നും മനുഷ്യനില്ല എന്നും വാദിക്കുവാൻ ശ്രമിച്ച ഭൗതികവാദ ദർശനങ്ങൾ ഒരു വശത്ത്, പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവില്ലാത്തതുകൊണ്ട് മനുഷ്യജീവിതത്തിന് ഒരു ലക്ഷ്യമില്ല എന്നും മരണാനന്തരം ജീവിതത്തിന് തുടർച്ചയില്ല എന്നും സൂചിപ്പിക്കുവാൻ വേണ്ടി ശ്രമിച്ച ദർശനങ്ങൾ, മാർക്സിസത്തെയും ഹ്യൂമനിസത്തെയും യുക്തിവാദത്തെയും ഫെമിനിസത്തെയും എല്ലാം പോലുള്ള ദർശനങ്ങൾ. മറുവശത്ത് മതം മനുഷ്യനെക്കുറിച്ച് അവതരിപ്പിച്ചൊരു വീക്ഷണമുണ്ട്. ആ വീക്ഷണമനുസരിച്ച് പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ് സവിശേഷമായ ലക്ഷ്യങ്ങളോടുകൂടി സൃഷ്ടിച്ചിട്ടുള്ള ഉന്നതമായൊരു അസ്തിത്വമാണ് മനുഷ്യൻ. ആ മനുഷ്യൻ്റെ ജീവിതത്തിന് കൃത്യമായൊരു ലക്ഷ്യമുണ്ട്. അവൻ ജീവിതത്തിൽ മുറുകെ പിടിക്കേണ്ട ഒരു ധാർമ്മിക പദ്ധതിയുണ്ട്. അവൻ ജീവിതത്തിൽ അനുവർത്തിക്കേണ്ട ഒരു മൂല്യക്രമമുണ്ട്. ആ മൂല്യക്രമത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി മരണാനന്തര ജീവിതത്തിൽ വിജയം വരിക്കേണ്ടവരാണ് മനുഷ്യർ എന്ന കാഴ്ചപ്പാട് മതം മുന്നോട്ട് വെക്കുന്നു. ഈ കാഴ്ചപ്പാടുകൾ തമ്മിലുള്ള സംവാദങ്ങൾക്ക് സഹസ്രാബ്ദങ്ങളുടെ പഴക്കമുണ്ട്. തീർച്ചയായും നിച്ച് ഓഫ് ട്രൂത്തിനെ പോലുള്ളൊരു ഇസ്ലാമിക കൂട്ടായ്മയുടെ ഭൂമികയിൽ നിന്നുകൊണ്ട് സംസാരിക്കുമ്പോൾ ഈ കാഴ്ചപ്പാടുകൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ എവിടെ നിൽക്കുന്നു ഇതിൻ്റെ സംഘാടകർ എന്ന് പ്രത്യേകമായി വിശദീകരിക്കേണ്ടതില്ല. ഇവിടെ മനുഷ്യൻ ആരാണ് എന്ന ചോദ്യത്തിന് അവൻ പ്രപഞ്ചനാഥൻ്റെ സവിശേഷമായൊരു സൃഷ്ടിയാണ് എന്ന ഉത്തരം നൽകാനാണ് ഞാൻ പരിശ്രമിക്കുന്നത്. പരിശുദ്ധ ഖുർആനും മുഹമ്മദ് നബിയും നൽകുന്ന ഉത്തരവും അത് തന്നെയാണ്. പരിണാമചക്രത്തിൻ്റെ യാദൃച്ഛികമായ കറക്കം വഴി ഉടലെടുക്കാൻ ഒരു സാധ്യതയുമില്ലാത്ത വിധം സങ്കീർണമായൊരു ശരീരവും സങ്കീർണമായൊരു മനസ്സും സങ്കീർണമായൊരു ആത്മാവുമുള്ള ഒരത്ഭുത പ്രതിഭാസമാണ് യഥാർത്ഥത്തിൽ മനുഷ്യൻ. ലോകത്തിലെ ദശലക്ഷക്കണക്കിന് ജീവജാലങ്ങളിൽ വെച്ച് എഴുതാനും വായിക്കാനും വസ്ത്രം ധരിക്കാനും വാഹനം ഉപയോഗിക്കുവാനുമെല്ലാം കഴിയുന്നത്, പുരോഗതി പ്രാപിക്കുവാനും ദുരന്തങ്ങൾ സൃഷ്ടിക്കുവാനുമെല്ലാം കഴിയുന്നത്, പ്രപഞ്ചത്തിൽ ഇടപെടാനും പ്രകൃതിയെ ഉപയോഗിക്കാനും ഉപഭോഗിക്കുവാനുമെല്ലാം കഴിയുന്നത് മനുഷ്യർക്ക് മാത്രമാണ് എന്ന വസ്തുത മനുഷ്യൻ കൃത്യമായ ലക്ഷ്യങ്ങളോടുകൂടി സൃഷ്ടിക്കപ്പെട്ട സവിശേഷമായ ഒരു അസ്തിത്വമാണ് എന്ന് വ്യക്തമാക്കുന്നുണ്ട്. ആ മനുഷ്യൻ്റെ മുന്നിൽ അടിസ്ഥാനപരമായി ഉയർന്നു നിൽക്കുന്ന ചോദ്യം തനിക്കാവശ്യമായ ധാർമ്മികത എവിടെ നിന്ന് ലഭിക്കുമെന്ന ചോദ്യമാണ്. ജീവിതത്തിൽ മൂല്യങ്ങൾ പാലിക്കണമെന്ന് നമ്മുടെ എല്ലാം മനസ്സ് പറയുന്നു.
ആ മൂല്യങ്ങളുടെ സ്രോതസ് ഏതാണ്? ആ മൂല്യങ്ങൾ നിർണയിക്കുവാനുള്ള അവകാശം ആർക്കാണ്? ആ മൂല്യങ്ങൾ നിർണയിക്കുവാൻ ഏതെങ്കിലും മനുഷ്യരെ ഏൽപ്പിക്കുവാൻ കഴിയുമോ? അങ്ങനെ ഏൽപ്പിച്ചാൽ നമ്മൾ വിജയിക്കുമോ? ആ ചോദ്യത്തിന് ചരിത്രം നൽകുന്ന ഉത്തരം ഇല്ല എന്ന് മാത്രമാണ്. ലോകത്തെ ഭൗതിക ദർശനങ്ങളെല്ലാം അവയുടെ മാപ്പിനികൾ ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യർക്ക് ആവശ്യമായ മൂല്യക്രമം പടക്കാൻ ശ്രമിച്ചു. പക്ഷേ ആ മൂല്യക്രമങ്ങൾ മുഴുവൻ കാലഹരണപ്പെട്ടു പോയി. അവ ലോകത്ത് വലിയ ദുരന്തങ്ങൾക്കും ദുരിതങ്ങൾക്കും വഴിവെച്ചു. അവയുടെ പേരിൽ കൂട്ടക്കൊലകളുണ്ടായി, കൂട്ടക്കുരുതികളുണ്ടായി. മനുഷ്യർക്ക് ആവശ്യമായ നിഷ്കൃഷ്ടമായ ധാർമ്മിക പദ്ധതി, നിഷ്കൃഷ്ടമായ മൂല്യക്രമം മാനവരാശിക്ക് മുന്നിൽ സമർപ്പിക്കുവാൻ മനുഷ്യരിൽപ്പെട്ട ആർക്കും കഴിയില്ല. കാരണം മനുഷ്യൻ്റെ തലച്ചോറിന് പരിമിതികളുണ്ട്. ആ തലച്ചോറിനെ അവൻ്റെ പരിതസ്ഥിതികൾ സ്വാധീനിക്കുന്നുണ്ട്, അവൻ്റെ പ്രായം സ്വാധീനിക്കുന്നുണ്ട്, അവൻ്റെ അറിവ് സ്വാധീനിക്കുന്നുണ്ട്, അവൻ്റെ അനുഭവങ്ങൾ സ്വാധീനിക്കുന്നുണ്ട്, അവൻ ജീവിക്കുന്ന സാഹചര്യങ്ങൾ സ്വാധീനിക്കുന്നുണ്ട്. ഈ സ്വാധീനങ്ങളിൽ നിന്ന് കുതറിമാറി നിരപേക്ഷമായൊരു മൂല്യവ്യവസ്ഥയെ നിർദ്ധരിച്ചെടുക്കുവാൻ ഒരിക്കലും മനുഷ്യ മസ്തിഷ്കത്തിന് കഴിയില്ല. അതുകൊണ്ടാണ് പ്രപഞ്ചത്തിൻ്റെ സ്രഷ്ടാവ് മനുഷ്യർക്ക് ആവശ്യമായ മൂല്യക്രമം അവരെ പഠിപ്പിക്കുവാൻ വേണ്ടി പ്രവാചകന്മാരെ നിയോഗിച്ചത്. ആ പ്രവാചകന്മാർക്ക് പ്രപഞ്ചത്തിൻ്റെ നാഥൻ വെളിപാടുകളിലൂടെ വളരെ കൃത്യമായ ധാർമ്മിക പദ്ധതി അവതരിപ്പിച്ചു കൊടുത്തു. ആ ധാർമ്മിക പദ്ധതി അവർ മനുഷ്യരെ പഠിപ്പിച്ചു, മനുഷ്യർക്കിടയിൽ പ്രബോധനം ചെയ്തു. ആ പ്രബോധനം ചെയ്ത ധാർമ്മിക പദ്ധതിയെയാണ് നമ്മൾ മതം എന്ന് വിളിക്കുന്നത്. നമ്മൾ ആത്മീയതയെക്കുറിച്ചുള്ള പുതിയ വിവാദങ്ങളുടെ നടുവിലാണ് ഇപ്പോഴുള്ളത്. ആത്മീയതയുടെ പേരിൽ ഒരുപാട് കെട്ടുവേഷങ്ങൾ നമുക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നു. ആത്മീയത എന്ന് പറഞ്ഞുകൊണ്ട് പല രീതിയിലുള്ള ആലിംഗനങ്ങളും ചുംബനങ്ങളും ശ്വസനക്രിയകളും നമുക്ക് മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് പുതിയ പുതിയ ആൾ ദൈവങ്ങൾ ജനിക്കുന്നു. മതത്തിൻ്റെയും ദൈവത്തിൻ്റെയും പേരിൽ പുരോഹിതന്മാർ സംസാരിക്കുന്നു. ഇവിടെ ആത്മീയതയുടെയും മതത്തിൻ്റെയും ഈ കച്ചവട രൂപങ്ങളിൽ നിന്ന് പ്രവാചകന്മാരുടെ ജീവിതം തീർത്തും വ്യതിരിക്തമാണ് എന്ന വസ്തുത വ്യക്തമാക്കേണ്ടതുണ്ട്. ദൈവത്തിൻ്റെയും മതത്തിൻ്റെയും പേരിൽ സംസാരിച്ച് മനുഷ്യരെ ചൂഷണം ചെയ്യാൻ ശ്രമിക്കുകയാണ് ആത്മീയ വേഷധാരികളായ പുരോഹിതന്മാരും ആൾ ദൈവങ്ങളും ചെയ്യുന്നത്. പ്രവാചകന്മാർ യഥാർത്ഥത്തിൽ പുരോഹിതന്മാർക്കെതിരിൽ പടനയിച്ചവരാണ്, ആൾ ദൈവങ്ങൾക്കെതിരിൽ പടനയിച്ചവരാണ്, ആത്മീയതയുടെ വ്യാജവേഷങ്ങൾക്കെതിരിൽ കലഹവും സമരവും നടത്തിയവരാണ്. പ്രവാചകന്മാർ ചെയ്തത് കൃത്യമായി പ്രപഞ്ചനാഥൻ്റെ മാർഗദർശനങ്ങളുടെ അടിസ്ഥാനത്തിൽ യാതൊരു സ്വാർത്ഥതയുമില്ലാതെ മനുഷ്യന് അവൻ്റെ ജീവിതം സംസ്കരിക്കുവാൻ ഉപയുക്തമായ ധാർമ്മിക പദ്ധതി പഠിപ്പിക്കുവാനുള്ള അധ്വാനങ്ങൾ നടത്തുകയാണ്. ലോകത്തൊരുപാട് പ്രവാചകന്മാരുണ്ടായി. ആ പ്രവാചകന്മാരിൽ അവസാനത്തെ ആളാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് നബിയുടെ ജീവിതത്തിന് ഒരുപാട് സവിശേഷതകളുണ്ട്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത ആ ജീവിതം സമ്പൂർണമായി ക്രോഡീകരിക്കപ്പെട്ടിരിക്കുന്നു എന്നതാണ്. സമ്പൂർണമായി ക്രോഡീകരിക്കപ്പെട്ടിരിക്കുന്നു പ്രവാചകന്റെ ജീവിതം. മുഹമ്മദ് നബിയുടെ ജീവിതം ക്രോഡീകരിക്കപ്പെട്ടതുപോലെ ഒരു പ്രവാചകന്റെ എന്നല്ല, ലോകത്തൊരു മനുഷ്യന്റെയും ജീവിതം ക്രോഡീകരിക്കപ്പെട്ടിട്ടില്ല. ചരിത്ര കാലഘട്ടത്തിൽ ജീവിച്ച രാഷ്ട്ര നേതാക്കളുടെയോ ബുദ്ധിജീവികളുടെയോ ദാർശനികരുടെയോ ഒന്നും ജീവിതം മുഹമ്മദ് നബിയുടെ ജീവിതം ക്രോഡീകരിക്കപ്പെട്ടതുപോലെ ക്രോഡീകരിക്കപ്പെട്ടിട്ടില്ല, രേഖീകരിക്കപ്പെട്ടിട്ടില്ല. 1.5 സഹസ്രാബ്ദം മുമ്പ് ജീവിച്ച അറേബ്യൻ മരുഭൂമിയിൽ ജീവിച്ച നിരക്ഷരനായൊരു മനുഷ്യന്റെ ജീവിതം, ആ മനുഷ്യന്റെ ജീവിതം 10,000-കണക്കിന് ഹദീസുകളിലൂടെ അക്ഷരങ്ങളിലേക്ക് ആലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നത് യഥാർത്ഥത്തിൽ ലോക ചരിത്രത്തിലെ തന്നെ വലിയൊരു വിസ്മയമാണ്. അതുകൊണ്ട് തന്നെ മുഹമ്മദ് നബി എങ്ങനെ ജീവിച്ചു എന്നറിയാൻ യാതൊരു പ്രയാസവുമില്ല. പരിശുദ്ധ ഖുർആനിൻ്റെ താളുകളിലൂടെ കടന്നുപോയാൽ, പ്രവാചകന്റെ ജീവിതം ഉദ്ധരിക്കപ്പെട്ടിരിക്കുന്ന ഹദീസുകളിലൂടെ കടന്നുപോയാൽ മുഹമ്മദ് നബിയുടെ ജീവിതത്തിൻ്റെ നിഖില മേഖലകളും നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. ഞാൻ സൂചിപ്പിച്ചതുപോലെ പ്രവാചകന്മാർ നിയോഗിക്കപ്പെട്ടത് മനുഷ്യരെ ധാർമ്മികത പഠിപ്പിക്കാനാണ്, മൂല്യങ്ങൾ പഠിപ്പിക്കാനാണ്, എങ്ങനെ ജീവിക്കണമെന്ന് പഠിപ്പിക്കാനാണ്, എന്താണ് നന്മ എന്നും എന്താണ് തിന്മ എന്നും മനുഷ്യർക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുക്കാനാണ്. ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കണമെങ്കിൽ മുഹമ്മദ് നബിയുടെ ജീവിതം പരിശോധിച്ചാൽ മതി എന്നാണ് യഥാർത്ഥത്തിൽ പ്രവാചകന്മാരുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മുഹമ്മദ് നബിയുടെ ജീവിതം പരിശോധിക്കുക. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം ഒരു തുറന്ന പുസ്തകമായി നമുക്ക് മുന്നിൽ വെച്ച് ആ ജീവിതത്തിലൂടെ കടന്നുപോയാൽ എങ്ങനെ നല്ല മനുഷ്യനാകാം എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം ലഭിക്കും. തിന്മ എന്ന് പറയാവുന്ന ഒരു കാര്യം പോലും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്നുണ്ടായില്ല. നന്മയുടെ സകല രൂപങ്ങളും
ഏറ്റവും ഉജ്ജ്വലമായ രീതിയിൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടപ്പിലാക്കി. ആ അർത്ഥത്തിൽ മനുഷ്യൻ്റെ ജീവിതത്തെ സംസ്കരിക്കുവാനും മരണാനന്തര ജീവിതത്തിൽ രക്ഷ പ്രാപിക്കുവാനും മുഹമ്മദ് നബിയുടെ ജീവിതത്തെ അനുധാവനം ചെയ്യുകയാണ് ചെയ്യേണ്ടത് എന്ന് നിസ്സംശയം നമുക്ക് പറയാൻ കഴിയും. മുഹമ്മദ് നബിയുടെ ജീവിതത്തെക്കുറിച്ച് ഏറെ കേട്ടവരാണ് മലയാളികൾ, ഏറെ വായിച്ചവരാണ് മലയാളികൾ. നബി ജീവിതത്തിൽ നിന്ന് ഊർജ്ജം ഉൾക്കൊണ്ട മുസ്ലിങ്ങളിലൂടെ അനുഭവിച്ചവരും അറിഞ്ഞവരുമാണ് മലയാളികൾ. ഇന്ന് നമ്മുടെ സിംബോസിയത്തിൽ സംസാരിക്കുന്ന ബഹുമാന്യരായ അതിഥികൾ അവർ മുഹമ്മദ് നബിയുടെ ജീവിതത്തെ തങ്ങളുടേതായ വീക്ഷണ കോണിൽ നിന്ന് അപഗ്രഥിക്കാൻ ശ്രമിച്ചിട്ടുള്ളവരാണ്, നബിയെക്കുറിച്ച് വായിച്ചിട്ടുള്ളവരാണ്, നബിയെക്കുറിച്ച് കേൾക്കുകയും അറിയുകയും ചെയ്തിട്ടുള്ളവരാണ്. പ്രവാചകന്റെ ശിഷ്യന്മാരായ പ്രവാചകനിൽ നിന്ന് ഊർജ്ജം ഉൾക്കൊണ്ട, പ്രവാചകനിൽ വിശ്വസിക്കുന്ന, പ്രവാചകനെ ആദരിക്കുന്ന, പ്രവാചകനെ സ്നേഹിക്കുന്ന 10,000-കണക്കിന് മുസ്ലിം സുഹൃത്തുക്കളുടെ നടുവിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. അവരുടെ എല്ലാം മനസ്സിൽ തീർച്ചയായും മുഹമ്മദ് നബിയെക്കുറിച്ച് പറയാനായി, നമ്മളോട് പങ്കുവെക്കാനായി ഒരുപാട് ആശയങ്ങളുണ്ട്. പക്ഷേ സങ്കടകരമെന്ന് പറയട്ടെ, കഴിഞ്ഞൊരു പതിറ്റാണ്ടിനിടക്ക് ആഗോളവൽക്കരണത്തിൻ്റെ ഫലമായി മുതലാളിത്തത്തിൻ്റെ ഇസ്ലാം വിരുദ്ധ പ്രചരണങ്ങൾ അരങ്ങു തകർത്തപ്പോൾ, കേരളത്തിലെ മീഡിയയുടെ അക്ഷരങ്ങളെയും താളുകളെയും നബിവിദ്വേഷം കലുഷിതമാക്കിയപ്പോൾ കേരളത്തിലെ പൊതുസമൂഹത്തിൻ്റെ പോലും മനസ്സിൽ വളരെ വികൃതമായൊരു നബി ചിത്രം കൊത്തിവെക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ട ഒരു കാലാവസ്ഥയിലാണ് നമ്മൾ ജീവിക്കുന്നത്. നിക്ഷിപ്ത താൽപ്പര്യക്കാർ മുഹമ്മദ് നബിയുടെ ജീവിതത്തെ വികൃതമാക്കി, വികലമാക്കി, അദ്ദേഹത്തിന് മേൽ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ആ ജീവിതത്തെ തമസ്കരിക്കുവാനുള്ള പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. മുതലാളിത്തത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാ മൂല്യങ്ങളെയും കുഴിച്ചുമൂടുകയാണ് മുതലാളിത്തത്തിൻ്റെ ലക്ഷ്യം. ധാർമ്മികതയുടെ ശവപ്പറമ്പൊരുക്കുകയാണ് മുതലാളിത്തത്തിൻ്റെ ലക്ഷ്യം. അതിനാവശ്യം ധാർമ്മികതയുടെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമായ പ്രവാചകന്റെ ജീവിതം ഭൂമുഖത്തിൽ നിന്ന് അപ്രത്യക്ഷമാക്കുകയാണ് എന്നവർക്കറിയാം. അതിനുവേണ്ടിയാണ് നബിചര്യയെ ഭീകരവൽക്കരിക്കാനുള്ള പരിശ്രമങ്ങൾ ഉണ്ടാകുന്നത്. നബിചര്യ അനുസരിച്ച് ജീവിക്കുന്നവർ ഭീകരന്മാരാണ് എന്ന പ്രചരണം ഉണ്ടാകുന്നത്. ആ പ്രചരണത്തിൻ്റെ അലയൊലികൾ കേരളക്കരയിലേക്ക് പോലും നിർഭാഗ്യവശാൽ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്തരമൊരു സാഹചര്യത്തിലാണ് ഇങ്ങനെയൊരു തുറന്ന ചർച്ചയ്ക്കു വേണ്ടി നിച്ച് ഓഫ് ട്രൂത്ത് പരിശ്രമിക്കുന്നത്. ഞാൻ എൻ്റെ ആമുഖ സംഭാഷണം അവസാനിപ്പിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിൽ 21-ാമത്തെ അധ്യായം സൂറത്തുൽ അംബിയായിൽ പ്രവാചകന്മാർ എന്ന് പേര് വിളിക്കപ്പെട്ടിട്ടുള്ള അധ്യായത്തിലെ 107-ാമത്തെ വചനത്തിൽ പ്രപഞ്ച സ്രഷ്ടാവ് മുഹമ്മദ് നബിയെക്കുറിച്ച് പറയുന്നൊരു കാര്യമുണ്ട്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തുൽ ലിൽ ആലമീൻ. മുഹമ്മദ് നബിയെ ലോകത്തിന് മുഴുവനുമുള്ള, പ്രപഞ്ചത്തിന് മുഴുവനുമുള്ള, ലോകത്തിലെ മുഴുവൻ മനുഷ്യർക്കുമുള്ള കാരുണ്യമായിട്ടല്ലാതെ, അനുഗ്രഹമായിട്ടല്ലാതെ പ്രപഞ്ചനാഥൻ നിയോഗിച്ചിട്ടില്ല. പ്രവാചകൻ കാരുണ്യമാണ്, മുഹമ്മദ് നബി കാരുണ്യമാണ്, അദ്ദേഹത്തിൻ്റെ ജീവിതം കാരുണ്യമാണ്, അദ്ദേഹത്തിൻ്റെ സന്ദേശം കാരുണ്യമാണ്. മനുഷ്യരോട് മുഴുവനുമുള്ള കാരുണ്യത്തിൻ്റെ ഭാഗമായി പ്രപഞ്ച സ്രഷ്ടാവ് നിയോഗിക്കുകയും കാരുണ്യത്തെ അതിൻ്റെ ഏറ്റവും ഉജ്ജ്വലമായ ഭാവങ്ങളിൽ ജീവിതത്തിൽ പ്രയോഗവൽക്കരിക്കുകയും ചെയ്ത മഹാനായ വ്യക്തിത്വമാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മുഹമ്മദ് നബിയെ ഭീകരവൽക്കരിക്കുവാനും മാനവികതയുടെ ശത്രുവായി പ്രതിഷ്ഠിക്കുവാനുള്ള പരിശ്രമങ്ങൾ അരങ്ങ് തകർക്കുകയും ചെയ്യുന്ന സമയത്ത് മുഹമ്മദ് നബിയെക്കുറിച്ച് എന്താണ് യഥാർത്ഥത്തിൽ ഓരോരുത്തരും മനസ്സിലാക്കിയിട്ടുള്ളത് എന്ന് തുറന്ന് സംവേദനം ചെയ്യപ്പെടേണ്ടതുണ്ട് എന്ന് നിച്ച് ഓഫ് ട്രൂത്ത് വിശ്വസിക്കുന്നു. നിച്ച് ഓഫ് ട്രൂത്ത് എപ്പോഴും സംവാദങ്ങളിലും ചർച്ചകളിലുമാണ് വിശ്വസിക്കുന്നത്. മുഹമ്മദ് നബിയെക്കുറിച്ച് തുറന്ന് സംസാരിക്കുവാനുള്ള അവസരം കേരളീയ സമൂഹത്തിനുണ്ടാകണമെന്നാണ് നിച്ച് ഓഫ് ട്രൂത്ത് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് മുഹമ്മദ് നബിയെക്കുറിച്ചുള്ള അറിവുകൾ, മുഹമ്മദ് നബിയെക്കുറിച്ചുള്ള കേൾവികൾ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ചുള്ള ധാരണകൾ തുറന്നു പങ്കുവെക്കാനുള്ള അവസരം കേരളത്തിലെ ബുദ്ധിജീവികൾക്കും ആക്ടിവിസ്റ്റുകൾക്കും എഴുത്തുകാർക്കും സാഹിത്യകാരന്മാർക്കുമെല്ലാം നൽകണം എന്ന തീരുമാനം സംഘാടകരുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഇവിടെ ഈ പുസ്തകമേളയുടെ ഭാഗമായി മലയാളിക്ക് അത്തരമൊരു അപൂർവമായ അവസരം ലഭിക്കുകയാണ്. കേരളത്തിലെ പ്രഖ്യാതരായ 3 ബുദ്ധിജീവികൾ, ബഹുമാന്യരായ പ്രമുഖ സാഹിത്യകാരൻ, കഥാകൃത്തും നോവലിസ്റ്റും എല്ലാമായ പി സുരേന്ദ്രൻ സാർ, അതോടൊപ്പം പ്രമുഖ ആക്ടിവിസ്റ്റും പരിസ്ഥിതി പ്രവർത്തകനുമെല്ലാമായ CR നീലകണ്ഠൻ സാർ, അതോടൊപ്പം ബൈബിൾ പണ്ഡിതനും ഇടതുപക്ഷ ചിന്തകനും വിമോചന ദൈവശാസ്ത്രകാരനുമെല്ലാമായ KC വർഗീസ് സാർ, ഈ 3 പേർ
തങ്ങളുടെ നബി അറിവുകൾ നമുക്ക് മുമ്പിൽ തുറന്നു വെക്കുകയാണ്, നമ്മളോട് പങ്കുവെക്കുകയാണ്, സംവദിക്കുകയാണ്. അവർക്ക് വേണ്ടി ഞാൻ ഈ വേദി ഒടിയുകയാണ്. ഈ ആശയങ്ങളോട് ആത്മാർത്ഥമായി അവർ സംവദിക്കുമെന്ന പ്രതീക്ഷയോടുകൂടി ആദ്യം സംസാരിക്കുന്നതിന് വേണ്ടി ബഹുമാന്യനായ പി സുരേന്ദ്രൻ സാറെ ക്ഷണിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. വാഹൃദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അധ്യക്ഷവേദിയിലെ എൻ്റെ ബഹുമാന്യരായ സുഹൃത്തുക്കൾ CR നീലകണ്ഠൻ, KC വർഗീസ്, മറ്റ് നിച്ച് ഓഫ് ട്രൂത്തിൻ്റെ പ്രവർത്തകരായിട്ടുള്ള സുഹൃത്തുക്കളെ, ഇന്നത്തെ ഈ പുസ്തക മേളയുടെ സംഘാടകരായിട്ടുള്ള സുഹൃത്തുക്കളെ, കേരളീയ സമൂഹം മൊത്തത്തിൽ തന്നെ വളരെ ബഹുസ്വരമായ അന്വേഷണങ്ങളെ സ്വീകരിച്ചു തുടങ്ങുന്ന ഒരു കാലഘട്ടത്തിലാണ് എന്നെയും നീലകണ്ഠനെയും പോലെയുള്ള വളരെ വ്യത്യസ്തമായിട്ടുള്ള വേറെ ചില വഴികളിലൂടെ സഞ്ചരിക്കുന്ന സുഹൃത്തുക്കൾക്ക് കൂടി പ്രവാചകനെക്കുറിച്ച് സംസാരിക്കാനുള്ള അവസരമുണ്ടാകുന്നു. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പായിരുന്നെങ്കിൽ ഇത് അത്രമേൽ സാധ്യമാകും എന്ന് ഞാൻ കരുതുന്നില്ല. ആദാന പ്രദാനങ്ങൾ അത്രയ്ക്ക് ബഹുസ്വരമായി മാറിയ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ കൊടുക്കൽ വാങ്ങലിൻ്റെ ഒരു തലം നമ്മുടേതായിട്ടുള്ള വായനാനുഭവങ്ങൾ, അറിവുകൾ നമുക്ക് പങ്കുവയ്ക്കാനുള്ള അവസരമാണ്. തീർച്ചയായിട്ടും ഞാനറിഞ്ഞ നബി തിരുമേനിയെക്കുറിച്ച് എനിക്കും സംസാരിക്കാനുള്ള അവസരം ഉണ്ടാകുന്നു. കഴിഞ്ഞ വർഷം എൻ്റെ മഹൽ കമ്മിറ്റി എൻ്റെ നാട്ടിൽ പള്ളിയിൽ വെച്ച് നബിദിന ആഘോഷം നടത്തിയപ്പോൾ അവിടെ ഉദ്ഘാടകനായി ഞാൻ പള്ളിയുടെ ഉള്ളിൽ നിന്നുകൊണ്ട് ഞാൻ മുഹമ്മദ് നബിയെക്കുറിച്ച് പ്രസംഗിച്ചു എന്നുള്ളതാണ്. ഇത് എന്നെപ്പോലെ ഒരാളെ അവിടേക്ക് ക്ഷണിക്കാൻ പള്ളി കമ്മിറ്റിക്കാർ അത്രയേറെ മാറിക്കഴിഞ്ഞു എന്നാണ്. മറ്റൊന്ന്, അത്തരം ഒരു ക്ഷണം കിട്ടിയാൽ അത് സ്വീകരിക്കാവുന്ന തരത്തിലേക്ക് ഞാനും മാറിയിട്ടുണ്ട് എന്ന്. ഇത് ബീരാജീവൻ ദുരവസ്ഥയെ വായിക്കുന്നൊരു സന്ദർഭത്തിൽ പറയുന്നുണ്ട്. കീഴാള വർഗത്തിൽപ്പെട്ടിട്ടുള്ള ആൾ തൻ്റെ ഉന്നത കുലജാതയായ തൻ്റെ പ്രണയിനിക്ക് ഒരു പൂവ് പൊട്ടിച്ചു കൊടുക്കുന്നതിനെ പറ്റി പറയുന്നുണ്ട്. കുളത്തുനിന്ന് ഒരു ആമ്പൽ പൂവ് പൊട്ടിച്ചു കൊടുക്കുന്നത്. അതേപോലെ രാജീവൻ വായിക്കുന്നത്, ഈ ആമ്പൽപ്പൂവ് തൻ്റെ പ്രണയിനിക്ക് വേണ്ടി പൊട്ടിച്ചിട്ട് ഈ പടി അയാൾ കുറച്ച് കയറുകയും അയാളിൽ നിന്ന് ഇത് സ്വീകരിക്കാൻ വേണ്ടി മറ്റേയാൾ പടി കുറച്ച് ഇറങ്ങി വരികയും ചെയ്യുന്നു. ഇതിനിടയ്ക്കാണ് ഈ സംഗമസ്ഥാനം. അല്ലാതെ സമ്പൂർണ്ണമായിട്ടൊരാൾക്ക് താഴോട്ട് ഇറങ്ങി വരികയോ സമ്പൂർണ്ണമായിട്ടൊരാളും പടി കയറി വരികയോ ചെയ്യില്ല. ഒരാൾ കുറച്ച് താഴോട്ട് ഇറങ്ങുന്നു, മറ്റേയാൾ അല്പം കയറി വരുന്നു. ഇതിൻ്റെയാണ് സംഗമസ്ഥാനം. ഇതൊരു പുതിയ സാധ്യതയാണ്. ആ ഈ പുതിയ സാധ്യത പലതരത്തിലും എന്നോട് ഈയിടെ ഒരു മാനേജ്മെൻറ്റ് വിദഗ്ധൻ പറഞ്ഞത്, ഈ മാനേജ്മെൻറ്റ് വിദഗ്ധരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രൊഫറ്റ് മുഹമ്മദിൽ നിന്ന് അനേകങ്ങളായ പാഠങ്ങൾ പഠിക്കാനുണ്ട്. തീർച്ചയായിട്ടും അതൊരു സാധ്യത. ഒരു മതവിശ്വാസിയല്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ പ്രവർത്തന മേഖലയിൽ നിന്ന് അയാൾക്ക് സ്വീകരിക്കാവുന്നതൊക്കെയും സ്വീകരിക്കാം. പുതിയ കാലത്ത് ഈ പുതിയ തരം അന്വേഷണങ്ങളാണ്. കാരണം ഞാനിപ്പോൾ കാണുന്നത് വ്യത്യസ്തമായ രീതിയിലാണ്. ഞാൻ ഖത്തറിൽ ഇതാണ് പ്രവാചകൻ എന്ന് പറയുന്ന ഒരു വലിയ പ്രോഗ്രാമിൽ ഇതുപോലെ അവിടുത്തെ എല്ലാ കോൺഫറൻസും കൂടി നടത്തിയിട്ടുള്ള 10,000-15,000-ഓളം ആളുകൾ പങ്കെടുത്ത ഒരു പരിപാടിയിൽ ഞാൻ സംബന്ധിച്ചിരുന്നു. അവിടെ ഞാൻ ഈ കുറച്ചും കൂടി വളരെ ഇക്കോളജിക്കലായിട്ടുള്ള ഒരു പെർസ്പെക്റ്റീവിൽ നിന്നുകൊണ്ടാണ് ഈ വിഷയങ്ങളെ ഞാൻ കണ്ടത്. ലാളിത്യം എന്ന് പറയുന്നതിൻ്റെ ഒരു വലിയ അനിവാര്യതയുണ്ട് പുതിയ കാലത്ത്. അതാണ് നിങ്ങൾ തന്നെ പറയും, നബിചര്യയിൽ നിന്നൊക്കെ എടുക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്.
സമുദ്രം പോലെ വെള്ളമുണ്ടായാൽ പോലും അംഗസ്നാനം ചെയ്യുമ്പോൾ വളരെ വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കുക എന്ന് വെച്ചാൽ ലോകം ഇനി നേരിടാൻ പോകുന്നത് ജലത്തിൻ്റെ ഭയാനകമായ ദൗർലഭ്യമായിരിക്കുമെന്ന്. അപ്പോൾ എന്താണ് സംഭവം? ഇപ്പോഴും മദ്യം നമ്മുടെ കൂടെ ഉണ്ടോ എന്നാ, നമ്മുടെ കൂടെ തന്നെ ഉണ്ടോ നബി എന്നാണ് പ്രധാനമായ കാര്യം. അദ്ദേഹം മരിച്ചു പോയോ? അദ്ദേഹത്തെ കബറടക്കി അവസാനിപ്പിച്ചുവോ? അതോ അദ്ദേഹം കൂടെ ഉണ്ടോ എന്നാണ്. അപ്പോൾ മരണമെന്ന് പറയുന്നത് വളരെ ഭൗതികമായിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ അത് വേണമെങ്കിൽ ആഘോഷിക്കാം. നിങ്ങൾക്ക് മരണത്തെ ആഘോഷിക്കാം. മുടി എവിടെയാണെന്ന് ചോദിക്കാം, പല്ല് എവിടെയാണ് ചോദിക്കാം, നഖം എവിടെയാണ് എന്നൊക്കെ ചോദിക്കാം. അത് ചോദിച്ചുകൊണ്ടിരിക്കാം. അതൊരു കാര്യം. അതെ. പക്ഷേ ആശയങ്ങളെ സംബന്ധിച്ചിടത്തോളം അമരത്വം എന്ന് പറയുന്നൊരു സാധനമുണ്ട്. ഞാനിപ്പോഴും വിശ്വസിക്കുന്നതല്ല. ഞാൻ പണ്ട് സോളിഡാരിറ്റിയിലെ സുഹൃത്തുക്കളോട് ഞാൻ ഒരു വേദിയിൽ വെച്ച് പറഞ്ഞൊരു കാര്യം, തെരുവിൽ നിന്നുകൊണ്ട് സമരോത്സുകരായി നിൽക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്ന എന്താ ചോദിച്ചാൽ തീർച്ചയായിട്ടും നബിയുടെ പാഠങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇവിടെ തന്നെയുണ്ട് എന്നാ. ഇവിടെ നിന്നുകൊണ്ട് നീതിയെക്കുറിച്ച് നിങ്ങൾ സംസാരിക്കുക, പാർശ്വവൽക്കരിക്കപ്പെട്ട മനുഷ്യരെക്കുറിച്ച് സംസാരിക്കുക, അവർക്ക് വേണ്ടി പോരാടുക എന്ന സന്ദേശം. ഞാൻ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇസ്ലാമിക വിപ്ലവത്തെ ഒന്നും ഞാൻ അങ്ങനെ ഇവിടെ പേടിയോടുകൂടി കാണുന്ന ഒരാളല്ല. എനിക്കതിലൊരു പേടിയില്ല. ഞാനിപ്പോൾ CR നീലകണ്ഠനോട് പറഞ്ഞൊരു കാര്യമാണ്. കാരണം ലോകത്തെ വിപ്ലവത്തെക്കുറിച്ച് രണ്ട് സങ്കല്പങ്ങളാണ്. ഒന്ന്, വിപ്ലവം നടത്തുന്ന എല്ലാവരും കമ്മ്യൂണിസ്റ്റുകളാവണമെന്ന് ഒരു കാര്യമില്ല. അതൊക്കെ മണ്ടത്തരാണ്. ലോകത്തെ മണ്ടത്തരങ്ങളൊന്നാണിത്. കാരണം ഒരു മതസമൂഹം വിപ്ലവത്തിൻ്റെ സമയമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊക്കെ അവർ വേദഗ്രന്ഥമൊക്കെ പിടിച്ചിട്ട് പെട്ടെന്ന് വേറൊരു പതാക പിടിച്ചിട്ട് വിപ്ലവം നടത്തി എന്താ ഈ പറയുന്നത്? ഒന്നും കാര്യമില്ല. മതസമൂഹങ്ങൾ അവരുടെ ആത്മീയമായ ഒരു ചര്യക്കകത്ത് ജീവിക്കുന്ന ആളുകളാണ്. അവർക്കും ഒരു ഭാവി ലോകത്തെക്കുറിച്ചൊരു കാഴ്ചപ്പാടുണ്ടാകാം, ഭാവി രാഷ്ട്രത്തെക്കുറിച്ചൊരു കാഴ്ചപ്പാടുണ്ടാകാം, ആ രാഷ്ട്രത്തിൻ്റെ നിലവിലുള്ള പോരായ്മകളെക്കുറിച്ചൊരു കാഴ്ചപ്പാടുണ്ടാകാം. അതിലവർ ചെറുപക്ഷേ വളരെ വിപ്ലവാത്മകമായ തരത്തിലുള്ള ഒരു ഇടപെടൽ അവർ നടത്തിയെന്ന് വരാം. അതിലേക്കൊക്കെ അവരുടെ പാഠം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും അവരുടെ പ്രവാചകൻ്റെ ചര്യകൾ, ജീവിതം, ദർശനം തന്നെയായിരിക്കും അവരുടെ പാഠം എന്ന്. അത് യാതൊരു തർക്കമില്ല. വിപ്ലവങ്ങൾക്ക് പുതിയ പുതിയ മുഖങ്ങളുണ്ടാവും, വിഷയമല്ല. ആ വിപ്ലവാനന്തര ജനസമൂഹം ബഹുസ്വരതകളെ അംഗീകരിക്കുമോ? ഇത്രയേ ഉള്ളൂ കാര്യം. എനിക്കും CR നീലകണ്ഠനും ഒരു ഇസ്ലാമിക വിപ്ലവം നടന്ന ഒരു രാജ്യത്ത് ഞങ്ങളുടേതായ നിലപാടുകളും വിശ്വാസ പ്രമാണങ്ങളും ആയി മുന്നോട്ട് പോകാൻ അനുവദിക്കപ്പെടുമോ എന്നൊരു ചോദ്യമുള്ളൂ. അതിന് അനുവദിക്കപ്പെടുന്നിടത്തോളം കാലം എനിക്ക് പ്രത്യേകിച്ച് കലഹങ്ങളൊന്നുമില്ല. എനിക്കിവിടെ ജീവിക്കാനും പ്രയാസമുണ്ടാവില്ല. അതാണ് ഈ ഹ്യൂമൻ റൈറ്റ് എന്ന് പറയുന്നതിൻ്റെ നാനാ തരത്തിൽ അത് പ്രയോഗിക്കേണ്ടി വരും. എനിക്ക് ഇത് സംബന്ധിച്ചുള്ള ഒരു തരത്തിലുള്ള ഭയം എനിക്കില്ല എന്നാണ്. ഇപ്പം നാളെ ഇപ്പോൾ മോഡി ഇന്ത്യ മഹാരാജ്യത്തിൽ അധികാരത്തിൽ വന്നാൽ ഇവിടെ നരേന്ദ്രമൂർത്തി പറഞ്ഞ പോലെ തന്നെ ഇന്ത്യ വിട്ട് പോവും ഞാനെന്നൊന്ന് പ്രഖ്യാപിക്കും. ഞാൻ പ്രഖ്യാപിക്കില്ല. ഈ ഇന്ത്യ മഹാരാജ്യത്ത് തന്നെ എനിക്ക് ജീവിച്ചല്ലേ പറ്റൂ. ഇവിടെ നിന്നുകൊണ്ട് പ്രതിരോധിച്ച് ജീവിക്കാൻ പറ്റും. നമുക്ക് ഇവിടെ നിന്ന് ഓടി പോകാനൊന്നും പറ്റില്ല. അനാങ്ങളാവുമ്പോൾ ഭയന്ന് ജീവിക്കാനൊന്നും പറ്റില്ല. ഫാസിസത്തിൻ്റെ ഒരു വലിയ ലോകം എന്ന് പറഞ്ഞാൽ ഇത് എപ്പോഴും ഭയത്തിൻ്റെ പുതപ്പുകൾ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കും. നമ്മളതിനെടുത്ത് കളയണം, തീർച്ചയായിട്ടും എടുത്ത് കളയണം. അപ്പോൾ അങ്ങനെയുള്ള ഒരു വളരെ വ്യത്യസ്തമായിട്ടുള്ള ചില പ്രതിസന്ധികളെ മനുഷ്യർ അന്വേഷിക്കും. അവിടെയാണ് അദ്ദേഹം ജീവിക്കുന്നു എന്ന് പറയുന്നത്. നമ്മളോട് ചില പ്രവൃത്തികൾ ചെയ്യാനായി കൽപ്പിക്കുന്നു എന്ന് ഞാൻ പറയുന്നതാണ്. എൻ്റെ സുഹൃത്തുക്കളൊക്കെ ഞാൻ ഒരിക്കൽ എഴുതിയിട്ടുണ്ട്, മുഹമ്മദ് നബി തെരുവിലാണ് എന്ന്. സ്ട്രീറ്റിൽ നിന്നുകൊണ്ടാണ് ഞാൻ എല്ലാ സമരമുഖങ്ങളിലും അദ്ദേഹം ഉണ്ട് എന്ന് ഞാൻ ഒരിക്കൽ പ്രസംഗിച്ചിട്ടുണ്ട്. അത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ആ സുഹൃത്തുക്കളൊക്കെയും അവരെ സംബന്ധിച്ചിടത്തോളം അവരെ അതിലേക്ക് നയിക്കുന്നത്, അവരതിലേക്ക് ഉന്മുഖരാക്കുന്നത് അത് തന്നെയാണ്. അവിടെ നിന്നാണ് പുതിയ കാലഘട്ടത്തിൽ ഈ തരത്തിലുള്ള വളരെ പുതിയ തരത്തിലുള്ള അന്വേഷണങ്ങൾ സാധ്യമാണ്. എന്താണ് അദ്ദേഹത്തിന് ഇപ്പോൾ പള്ളി ദർസുകളിലും മദ്രസകളിലുമൊന്നും ഒരു 50 കൊല്ലം മുമ്പ് പ്രവാചക ചര്യയുടെ പാരിസ്ഥിതികമായ കൽപ്പനകൾ എന്തൊക്കെയാണ് എന്ന് അത്ര കണിശമായിട്ട് അന്വേഷിക്കേണ്ടി വന്നില്ല. കാരണം ഇത്രയ്ക്ക് കാലാവസ്ഥയിൽ ഇത്ര താളം തെറ്റലില്ല, ഒന്നുമില്ല. ഇത്രയേറെ പ്രതിസന്ധിയെ നമ്മൾ നേരിട്ടിട്ടില്ല, ഇത്രയേറെ ഉഷ്ണപ്പെരുക്കത്തെ നമ്മൾ നേരിട്ടിട്ടില്ല, ഇതൊന്നും നേരിട്ടില്ല. ഇത് നേരിടുന്ന ഘട്ടത്തിൽ ഇപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ അന്വേഷിക്കേണ്ടി വരും, തീർച്ചയായിട്ടും അന്വേഷിക്കേണ്ടി വരും. ലാളിത്യത്തെ സംബന്ധിച്ച് ഷുമാക്കർ പറയുന്ന സ്മോൾ ഈസ് ബ്യൂട്ടിഫുൾ എന്നൊക്കെ പറയുന്ന പിൽക്കാല ചിന്തയില്ലേ, ഇത് പ്രവർത്തിയാക്കുകയാണ് തൻ്റെ ജീവിതത്തിൽ. ഈ അറേബ്യയിൽ എല്ലാം തൻ്റേതായ ഒരു രാഷ്ട്രത്തിൻ്റെ തന്നെയും തൻ്റേതായി മാറിയിരുന്ന സമയത്തും അദ്ദേഹം
പനമ്പട്ട കൊണ്ടുള്ള മെത്തകൾ മാത്രമേ കിടന്നിട്ടുള്ളൂ എന്ന ഏറ്റവും ലളിതമായ ജീവിതത്തിലേക്ക് പോയി. ഒരു സന്ദർഭം പറയുന്നത്, അവസാന കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നത് കുറച്ച് ധാന്യം മാത്രമാണെന്ന് സമ്പത്തായി. അത് അദ്ദേഹം തൻ്റെ പടച്ചട്ട ഒരു ജൂത വ്യാപാരിക്ക് പണയം കൊടുത്തിട്ട് മേടിച്ചത് മാത്രമായിരുന്നു എന്ന്. പക്ഷെ ഞാനിതിനെ ഈ തരത്തിലേ കണ്ടത്. ഞാനിതിൻ്റെ ഈ പാരിസ്ഥിതികമായിട്ടുള്ള ഈ ഒരു വായന ഞാൻ ഈ സന്ദർഭത്തെ മറ്റൊരു തരത്തിലാണ് നടത്തിയത്. അല്പം ഭാവനാത്മകമായി ഞാൻ എഴുതിയിട്ടുള്ളത്. അത് ഞാൻ ചെറിയൊരു കഥാരൂപത്തിലാണ് എഴുതിയത്. ആ കഥയിൽ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, ഈ ജൂത വ്യാപാരിയുടെ അടുത്ത് ഈ പടച്ചട്ടയുമായിട്ട് പോകുമ്പോൾ ജൂത വ്യാപാരി തന്നെ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, അങ്ങേക്ക് എന്തിനാ ഈട്? കുറച്ച് ധാന്യം കുറച്ച് ബാർലി തരാൻ അങ്ങേക്ക് എന്തിനാണ് ഈട്? അങ്ങയുടേതല്ലേ, ഈ രാഷ്ട്രം മുഴുവൻ അങ്ങയുടേതല്ലേ, പിന്നെ എന്തിനാണ് അങ്ങേക്കൊരു ഈട് എന്ന് ചോദിച്ചപ്പോൾ, ഇരിക്കട്ടെ, ഇനി പ്രത്യേകിച്ച് ഇതുകൊണ്ടൊന്നും കാര്യമൊന്നുമില്ലല്ലോ എന്താ. ഇപ്പം യുദ്ധത്തെക്കുറിച്ച് പറയുമ്പോൾ പലപ്പോഴും ആളുകളോട് പറഞ്ഞൊരു യുദ്ധക്കുതിയനായിരുന്നു. ഒന്നുമല്ല, അനിവാര്യമായ ചില ഘട്ടങ്ങളിൽ യുദ്ധം വേണ്ടി വന്നേക്കും. അത് കഴിഞ്ഞാൽ നബിയുടെ ചര്യയിൽ നിന്ന് പഠിക്കേണ്ടുന്ന ഏറ്റവും സുപ്രധാനമായൊരു പാഠം, ഇവിടെ വെച്ച് വാളെടുക്കണം എന്നതുപോലെ തന്നെ പ്രധാനമാണ് എപ്പോൾ താഴെ വെക്കണം എന്നുള്ളത് വളരെ പ്രധാനമായ കാര്യമാണ്. ഞാനുമായിട്ടുള്ള യുദ്ധത്തിൻ്റെ പേരിൽ പാവപ്പെട്ട വൃദ്ധജനങ്ങൾ എന്തിന് അതിൻ്റെ കഷ്ടനഷ്ടങ്ങൾ അനുഭവിക്കണം? കുട്ടികളെന്നുകൊണ്ട് കഷ്ടനഷ്ടങ്ങൾ നമ്മൾ പറയുന്നില്ലേ? ബൊമ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് ജനവാസ കേന്ദ്രങ്ങളിൽ പാടുകയേയില്ല എന്ന തത്വത്തെ പോലും തകർത്തിക്കൊണ്ടാണ് അഫ്ഗാനിസ്ഥാനിലൊക്കെ മദ്രസകളിൽ കുഞ്ഞുങ്ങൾ രാവിലെ ഖുർആൻ ഓതുമ്പോൾ അവരുടെ സ്കൂളുകൾക്ക് മേലെ വന്ന് ബോംബുകൾ വന്ന് പതിക്കുന്നതെന്നാണ്. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞത് നമുക്ക് യുദ്ധക്കളത്തിൽ വെച്ച് മതി. അതുകൊണ്ട് ഞാനുമായിട്ടുള്ള ഈ യുദ്ധത്തിൽ ഒരിക്കലും സാധാരണക്കാരായ ആളുകൾ, വൃദ്ധജനങ്ങൾ, കുഞ്ഞുങ്ങൾ ഒന്നും തന്നെ അതിൻ്റെ കഷ്ടനഷ്ടങ്ങൾ അനുഭവിക്കേണ്ടതില്ല. അപ്പോൾ ഇനി ഇതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല. അദ്ദേഹം അത് സ്വീകരിച്ച് കൊണ്ടുപോകുമ്പോൾ ഞാൻ എഴുതിയത് അത് ഭാവനാത്മകമായിട്ടാണ് ഞാൻ എഴുതിയത്. ഞാൻ പറഞ്ഞത് കുറച്ച് ദൂരം കഴിഞ്ഞപ്പോൾ ഈ ധാന്യവുമായിട്ട് അത് കിഴിക്കെട്ടിയിട്ട് ഇങ്ങനെ പോകുമ്പോൾ കുറച്ച് ദൂരം കഴിഞ്ഞപ്പോൾ പക്ഷികൾ പ്രവാചകനെ പിന്തുടരാൻ തുടങ്ങിയെന്നാണ്. പക്ഷികൾക്കറിയാമായിരുന്നു അതിലൊരു പങ്ക് അവർക്ക് കൂടി ഉള്ളതായിരുന്നു എന്ന് പക്ഷികൾക്ക് അറിയാമായിരുന്നു എന്ന്. ഇത് ഞാൻ പറയുന്നത് എന്തുകൊണ്ട് ചോദിച്ചു വെച്ചാൽ ഇതങ്ങനെ വളരെ ഭാവനാത്മകമല്ല. ഇത് അദ്ദേഹം ജീവിതത്തിൽ ഇത്തരത്തിലുള്ള വളരെ സന്ദേശങ്ങളുണ്ട്. ഒട്ടകത്തെ കരയിപ്പിക്കരുത് എന്നാണ് അല്ലേ? അതേ പട്ടിണിയിട്ട് കരയിപ്പിച്ചുകൂടാ. ചത്തുകിടക്കുന്ന നായയെ അദ്ദേഹം വണങ്ങുന്നുണ്ട്. ആ വണങ്ങുന്നത് അതിനകത്തുണ്ടായിരുന്ന ഒരു ജീവൻ ഇപ്പോൾ നഷ്ടപ്പെട്ടു പോയി, ആ ജീവനെയാണ് വഴങ്ങുന്നത് എന്ന് പറയുന്നൊരു സന്ദർഭമുണ്ട്. അതിലും പ്രധാനമായൊരു കാര്യം ഞാൻ ആലോചിച്ചത്, ഞാൻ ബഹ്റിനിൽ ഏകാന്തമായ ഒരു തോട്ടത്തിൽ ഒരു തോട്ടക്കാരനായിട്ട് ഒരു കടമേരിക്കാരൻ സുഹൃത്തുണ്ട്. ഹിന്ദുവാണ് അദ്ദേഹം. ഇടതുപക്ഷ പ്രവർത്തകനൊക്കെ ആയിരുന്നു. പിന്നീടൊക്കെ വലിയ വിശ്വാസ നാട്ടമൊക്കെ വന്ന് ഗൾഫിലേക്കൊക്കെ വന്ന് കുറച്ചുകൂടി ഇക്കോളജിക്കലായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ പ്രവർത്തനം ചെയ്ത് എന്തെങ്കിലും വെറുതെ ഇങ്ങനെ പ്രസംഗിക്കുന്നതിലൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രവർത്തിച്ച് ജീവിക്കാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ പരിചയപ്പെട്ട അറബി, അദ്ദേഹം കൃഷിശാസ്ത്രത്തിൽ നല്ല ജ്ഞാനമുള്ള ആരായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുറേ ബാരൻ ലാൻഡ്, ഒഴിഞ്ഞു കിടക്കുന്ന കുറേ ഭൂമി, അദ്ദേഹം പറഞ്ഞു നമുക്കിവിടെ കൃഷി നടത്തിയാൽ എന്താണ്. അങ്ങനെ അറബി അത് സമ്മതിച്ചു. അങ്ങനെ അസാധാരണമാംവിധം പച്ചപ്പ് അയാൾ അവിടെ ഉണ്ടാക്കി. അയാൾ എല്ലാ തരത്തിലുള്ള കൃഷിയും അവിടെ ചെയ്തു. ഞാൻ ചെന്നപ്പോൾ എനിക്ക് പറിച്ചു തന്നത് ചക്കരക്കിഴങ്ങ. അയാൾ ഗോതമ്പ് കൃഷി ചെയ്തു, തക്കാളി ധാരാളമായിട്ട് കൃഷി ചെയ്തു. പക്ഷേ അദ്ദേഹത്തിൻ്റെ അറബി പറഞ്ഞതെന്താ വെച്ചാൽ എല്ലാം നീ നിൻ്റെ ചങ്ങാതിമാർക്ക് കൊടുത്താൽ മതി. അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് എത്തിക്കുന്ന കഴിഞ്ഞുള്ളത് ബാക്കി എല്ലാം ചങ്ങാതിമാർക്ക് കൊടുത്താൽ മതി, ഒന്നും വിൽക്കണ്ട. അറബി വൈകുന്നേരം ആയാൽ അദ്ദേഹം എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചാൽ ബേക്കറിയിൽ നിന്നുള്ള എല്ലാ ബിസ്ക്കറ്റിൻ്റെയും അതിൻ്റെയൊക്കെ വേസ്റ്റ് കൊണ്ടുവരും. അതിങ്ങനെ വെതറിയിടുമ്പോൾ കിളികളിങ്ങനെ സമൃദ്ധമായി ഇത് കഴിക്കാനായിട്ട് വരും. അവിടെ വെച്ചൊരു അനുഭവം അതല്ല. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഒരു ദിവസം അദ്ദേഹം ഈ തോട്ടത്തിലൂടെ ഈ അറബി നടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കുപ്പായത്തിലൂടെ ഒരു വലിയൊരു ഉറുമ്പ് ഇങ്ങനെ കയറി. സാധാരണയായി നമ്മൾ ഈ ഉറുമ്പ് ഇങ്ങനെ കയറുമ്പോൾ ഈ ഉറുമ്പിനെ പിടിച്ചിട്ട് കൊന്നുകളയും. പക്ഷേ അയാൾ ചെയ്തതല്ല. അദ്ദേഹം തൻ്റെ കീശയിലേക്ക് വെച്ചു ആ ഉറുമ്പിനെ. എന്നിട്ട് കുറേ ധാന്യങ്ങൾ ആ കീശയിലിട്ട് കൊടുത്തു. അദ്ദേഹം പറഞ്ഞൊരു കാര്യം,
കുറച്ച് ദൂരം ചെന്നാൽ മരുഭൂമിയിൽ എവിടെയെങ്കിലും ഞാൻ ഉറുമ്പിനെ വിടുമെന്നാണ് ഈ അറബി പറഞ്ഞു. അത് യഥാർത്ഥത്തിൽ എവിടുന്നാണ് ഈ പാഠം ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും അത് പ്രവാചക ചരിത്രത്തെ അന്വേഷിക്കുമ്പോൾ പാഠം അറിയും. ഈ സംഘങ്ങളായി യാത്ര ചെയ്യുമ്പോൾ അടുപ്പ് കൂട്ടുന്ന സമയത്ത് അവിടെ ഒരു ഉറുമ്പ് ഒന്നിച്ച് കൂടി നിൽക്കുന്നത് പ്രവാചകൻ കാണുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ഇവിടെ നിന്ന് ഈ അടുപ്പ് എടുത്ത് മാറ്റണം എന്നാണ്. കാരണം അവയ്ക്ക് ജീവിക്കാനുള്ള സ്ഥലം എന്നാണ്. നമ്മളിപ്പോൾ അങ്ങനെ ജീവിക്കാൻ സമ്മതിച്ചിട്ടില്ല. ആലോചിച്ച് നോക്കണം, കസ്തൂരി രംഗൻ്റെയും ഗാഡ്ഗിൽ കമ്മിറ്റിയുടെയും കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഏംഗൽസിൻ്റെ ഫോട്ടോ നെഞ്ചിൽ വെച്ച് കൊടുക്കുന്ന പ്രസ്ഥാനങ്ങളൊക്കെ അലറി വിളിക്കുകയാണേ കസ്തൂരി രംഗനെയും ഗാഡ്ഗിലിനെയും നാടുകടത്തണമെന്നേ. ഏംഗൽസിൻ്റെ ആലോചിച്ചൊക്കെ വേറെയ്ക്ക് വിഷമമൊന്നുമില്ല. ഏംഗൽസിൻ്റെ അവരല്ലേ ഉച്ചത്തിൽ സംസാരിക്കേണ്ടത്. ഈ ഭൂമി എന്ന് പറയുന്നത് നമുക്ക് മാത്രമുള്ളതല്ല എന്ന് സംസാരിക്കേണ്ടത്. ഇതിങ്ങനെ വിളിച്ച് അലറുകയല്ലേ. ഈ ബാക്കി വരുന്ന 40% കാട് കൂടി ഞങ്ങൾ വെട്ടാൻ സമ്മതിക്കുമെന്നാ. അവസാനം ബാക്കി വന്നത് ഈ 40% അതുകൂടി വെട്ടാൻ സമ്മതിക്കുമെന്നാ. അപ്പോൾ നിവൃത്തിയില്ല. ഞാൻ കഴിഞ്ഞ ദിവസം ക്യാമ്പസിലെ കുട്ടികളോട് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഇടുക്കിയിലോ വയനാട്ടിലോ മത്സരിച്ചാൽ വൻ ഭൂരിപക്ഷത്തോടു കൂടി ഞാൻ ജയിക്കും. എങ്ങനെയാണെങ്കിൽ പുൽപ്പോന്തന് ഗ്രാസ് ഹോപ്പർക്ക് വോട്ടുണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അവിടെ നിന്നുകൊണ്ട് ഞാൻ ജയിക്കും എന്ന് പറയുന്നതാണ് ഞാൻ. നമ്മൾ ചോദിച്ചില്ലല്ലോ, ഇല്ലോ. ഈ ചർച്ച ചെയ്യുമ്പോൾ ചോദിച്ചോ തവളയോട് നിനക്കെന്താണ് നിലപാടെന്ന് ചോദിച്ചില്ലല്ലോ. ഈ മാൻകുഞ്ഞിനോട് ചോദിച്ചോ, കരടിയോട് ചോദിച്ചോ, ഒന്നും ചോദിച്ചില്ലല്ലോ. അഹങ്കാരമല്ല, അഹങ്കാരത്തിനോട് വിളിച്ചു പറയല്ലേ ഈ അവയുടെ ആവാസ കേന്ദ്രങ്ങൾ കൂടി കിടക്കണമെന്ന് പറയുന്ന. അവിടെ പ്രവാചകൻ അത് പറഞ്ഞിട്ടില്ല. ഉറുമ്പിനും അതിന് തീർച്ചയായും അതിൻ്റേതായ ഒരിടമുണ്ട് ആണ്. അതിന് കൂടുകൂട്ടാനിട അവിടെ അടുപ്പ് വയ്ക്കാൻ നിങ്ങൾക്ക് അവകാശമില്ല. അതുകൊണ്ട് അവിടെ നിന്ന് എടുത്ത് മാറ്റുക. ഈ പാഠം ഇതെന്നാണ് യഥാർത്ഥത്തിൽ ഈ അറബി ഇതേ പാഠം തന്നെയാണ് സ്വീകരിക്കുന്നത്. തൻ്റെ മേലേക്ക് കയറി വന്ന ഉറുമ്പിനെ എടുത്തുകൊണ്ടുപോയിട്ട് മരുഭൂമിയിൽ മറ്റൊരിടത്ത് എവിടെയോ അതിന് വിട്ടുകളയാമെന്ന് തീരുമാനിക്കുന്ന അങ്ങനെയാണ് ഞാൻ പറയുന്നത്. അതിസൂക്ഷ്മത്തിൽ ഈ സംഭവമുണ്ട്. നീതിയുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാം അല്ലേ. കാരക്കത്തോട്ടത്തിൽ കയറി കാരക്ക പറിച്ചു തിന്നാൽ ഉടമസ്ഥൻ്റെ സമ്മതമില്ലാതെ അത് ചെയ്തത് മോഷണമല്ലേ എന്നൊക്കെ ചോദിക്കാം. പക്ഷെ അദ്ദേഹം പറഞ്ഞ ആദ്യം വിശപ്പ് മാറ്റട്ടെ ആണല്ലോ. വിശപ്പ് മാറ്റണം. കുപ്പായമില്ലാത്തവന് കുപ്പായം കൊടുക്കാതെ അവൻ കുപ്പായം മോഷ്ടിച്ചതിനെ കുറിച്ച് സംസാരിക്കാൻ നിങ്ങൾക്ക് എന്താ അവകാശമുള്ളത്? ആർക്കുണ്ടത്? അണിൽ പറയും ജീൻവാൾജിൻ പഴയ പാപങ്ങളിൽ പറഞ്ഞ പോലെ തന്നെ മോഷ്ടിച്ചെടുത്ത സംഗതികളൊക്കെ തന്നെ പറയുന്നില്ലേ, അത് അവൻ്റേതാണ്. യഥാർത്ഥത്തിൽ ആരുടേത്? അവൻ്റേതാണ്. വിശക്കുന്നവൻ ആഹാരം മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ വിശപ്പ് മാറ്റാൻ നമുക്ക് സാധ്യമല്ലാത്തത് കൊണ്ടും അവന് മുമ്പിൽ ആഹാരം വെച്ചുകൊണ്ട് നമ്മൾ അവനെ മോഹിപ്പിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് അതിന് ക്രൈം എന്ന് പറയുന്നത് അവൻ്റേതല്ല. അതിന് നീതിയെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. ജീവിതത്തിൽ ഒട്ടുനീളം ഈ ഒരു തലത്തിൽ ഒരു വളരെ സമ്മതിക്കായിട്ടുള്ള സംഭവമാണ്. ലോകത്ത് മുസൽമാന്മാർ അവരുടെ മഹാവിജയങ്ങളിലൊന്നായി കാണുന്നൊരു കരാറുണ്ടല്ലേ, ഹുദൈബിയയിലെ സന്ധിയിലെ. സാധാരണ നിലയിൽ നമുക്ക് ആലോചിക്കാൻ കഴിയുമോ? സാധാരണ നില കഷ്ടനഷ്ടങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾക്ക് അത് പറയാൻ പറ്റുമോ? ഹുദൈബിയയിലെ സന്ധി എങ്ങനെയാണെന്നുള്ളത് നമുക്ക് മാത്രം നഷ്ടമുള്ള കരാറിൽ നമ്മൾ ഏർപ്പെടാറില്ലല്ലോ. പക്ഷേ അത് ഏർപ്പെടുന്നു എന്നാണ്. അതിൻ്റെ ലാഭത്തെ എങ്ങനെയാണ് നിങ്ങൾ കഴിയുന്നത്? അത് മാനവരാശിക്ക് സമാധാനത്തെ ചൊല്ലിയുള്ള മഹാസന്ദേശമാണ്. ഇനി സമാധാനമുണ്ടാവാൻ ഞാനല്പം കീഴടങ്ങാം. എത്രയേ ഉള്ളൂ. അവിടെ മറ്റൊന്നിനും പ്രസക്തമല്ല. അത് സമാധാനത്തിന് വേണ്ടി ഉണ്ടാക്കുന്ന ഒരു മഹത്തായിട്ടുള്ള സംഗതിയാണ്. അവിടെ കരാറൊക്കെ എഴുതിക്കുന്ന സമയത്ത് പറയുന്നില്ലേ, ആലോചിച്ച് നോക്കൂ. അവിടെ നിന്ന് ശത്രു ഒരു സ്ഥലത്ത് നിന്ന് വരുന്ന ആളുകൾ ഇങ്ങോട്ട് ഓടി വന്നാൽ എല്ലാവരും തിരിച്ച് അങ്ങോട്ട് വിടണം. പിന്നെയോ തൻ്റെ ദേശത്തു നിന്ന് ഒരാൾ അങ്ങോട്ട് വന്നാലോ അത് തിരിച്ച് വിടൂല്ല. ഊട്ടനീളം ചോദിക്കുന്നൊരു ചോദ്യമുണ്ടല്ലോ ആ പ്രവാചകനോട്. തൻ്റെ സുഹൃത്തുക്കൾ തന്നെ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഇതെന്താണ് പ്രവാചക, ഇതെന്ത് കരാറാണ്, എന്ത് സന്ധിയാണിത്, നമുക്ക് മാത്രം നഷ്ടമുള്ള? പക്ഷേ അദ്ദേഹം അത് ചെയ്തു എന്നുള്ളത് മാത്രമല്ല, പിന്നീട് മുറിവേറ്റ് വേട്ടയാടപ്പെട്ടിട്ടും അതിർത്തി കടന്ന് ഓടി വന്ന് തൻ്റെ അടുത്ത് അഭയം തേടി വന്ന ആളുകളെ ഒരാളെയും അദ്ദേഹം സ്വീകരിച്ചതായിട്ട് പറയുന്നില്ല, തിരിച്ചുവിടുകയാണ്. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, അവൻ്റെ വേദനയിൽ എനിക്ക് ദുഃഖമുണ്ട്, പക്ഷേ ഇത് ഒരു കരാർ എന്ന് പറയുന്നത് എഴുതി വയ്ക്കാനുള്ളതല്ല, അത് പാലിക്കാനുള്ളതാണ് എന്നാണ്.
കരാർ ഏറ്റവും സുപ്രധാനമായ കാര്യം കരാർ എഴുതി വയ്ക്കാനുള്ളതല്ല, അത് പാലിക്കാൻ കൂടിയുള്ളതാണ് എന്നുള്ള ഇതൊക്കെ വലിയ കാര്യം. ആധുനിക ലോകക്രമത്തിൽ രാഷ്ട്രങ്ങൾ തമ്മിലുള്ള വലിയ തോതിലുള്ള ശത്രുതയൊക്കെ വരുമ്പോൾ സ്വീകരിക്കാവുന്ന ഏറ്റവും വലിയ ലോക ചരിത്ര മാതൃകകളിലൊന്നാണ് ഈ കരാർ എന്ന് കാണണം. സമാധാനത്തിന് ഇതിനേക്കാൾ മഹത്തായിട്ടുള്ള മറ്റൊന്നും ഉണ്ടാവുകയില്ല. അത്രമേൽ അത് ഉജ്ജ്വലമായ ഒരു ചരിത്ര മുഹൂർത്തമായിട്ട് ഇത് മാറുന്നതായിട്ട് കാണാം. എല്ലായിടത്തും ഉണ്ട്. ഒരു തരത്തിലുള്ള കാർക്കശ്യവും ഞാൻ പഠിച്ചെടുത്തോളം അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല. നന്നായിട്ട് ചിരിക്കാൻ അറിയാമായിരുന്നു അദ്ദേഹത്തിന്. പിന്നെ അക്ഷരാഭ്യാസം ഉണ്ടായിരുന്നില്ല എന്നൊക്കെ നമ്മളിങ്ങനെ അത് ആലങ്കാരികമായിട്ട് പറയുന്ന മഹാജ്ഞാനിയായ ഒരു ജീവിതമായിരുന്നല്ലോ അത്. ജ്ഞാനത്തിൻ്റെ വലിയ ലോകം അദ്ദേഹം ആർജിച്ചു കഴിഞ്ഞിരുന്നു ചെറുപ്രായത്തിൽ തന്നെ. അതെന്നുവെച്ചാൽ അറിവിൻ്റെ ഒരു സ്വീകരിക്കുന്ന ഒരു കാലഘട്ടം എന്ന് പറയുന്നത്, ആ കാലഘട്ടത്തെ സംബന്ധിച്ചിടത്തോളം വ്യാപാരം എന്ന് പറയുന്നത്, വ്യാപാരം യഥാർത്ഥത്തിൽ ലോകത്ത് നമ്മൾ എടുത്തു നോക്കിയാൽ അറിയാം. ട്രേഡിൻ്റെ ചരിത്രം എന്ന് പറയുന്നത് സാംസ്കാരിക വിനിമയങ്ങളുടെ ചരിത്രം കൂടിയാണ്. ട്രേഡ് എന്ന് പറയുന്നത് അത്ര മോശം കാര്യമൊന്നുമില്ല, വലിയ സംഗതിയാണ് ട്രേഡ്. കച്ചവടം എന്ന് പറയുന്നത് ലോകത്തെ മഹത്തായിട്ടുള്ള പ്രവർത്തനങ്ങളിലൊന്നാണ്. അതുകൊണ്ടാണ് പ്രവാചകൻ അത് ചെയ്തത്. പക്ഷെ എന്ത് ചെയ്യണം? അതിന് ചില നീതി പാലിക്കേണ്ടതുണ്ട് അല്ലേ? ഗോതമ്പ് മുകളിൽ മാത്രം ഉണങ്ങിയ ഗോതമ്പും അടിയിൽ അല്പം കുതിർത്തി വെച്ച ഗോതമ്പും എടുത്തിട്ട് ഈ കള്ള കച്ചവടം നടത്തുന്ന സമയത്ത് അദ്ദേഹം മുകളിലെ ഗോതമ്പിലേക്കല്ല നോക്കുന്നത്, അദ്ദേഹം ആഴത്തിലേക്ക് കയ്യെ ആഴ്ത്തിയിട്ട് അതിൽ നിന്ന് നനഞ്ഞ ഒരു ഗോതമ്പ് എടുത്തിട്ട് നോക്കുന്നത്. ഇതാണ് തൂക്കത്തിൽ മാറ്റം ഉണ്ടാവും. അത്രയേ ഉള്ളൂ. കച്ചവടം ചെയ്യാം. എന്ത് ചെയ്യണം? വളരെ നീതിയുടെ പക്ഷത്ത് നിന്നുകൊണ്ട് മാത്രമേ വ്യാപാരം സാധ്യമാവുകയുള്ളൂ. ഇങ്ങനെ അനേകങ്ങളായ കാര്യങ്ങളിൽ ഈ പുതിയ തലത്തിലേക്ക് ഈ വിഷയങ്ങൾ നമുക്ക് ഈ പ്രവാചകൻ്റെ ജീവിതത്തിൻ്റെ ഓരോ സന്ദർഭങ്ങളെയും ഈ തരത്തിൽ ഒരു പുതിയ കാലഘട്ടത്തിൽ ഒരു പുതിയ അനാലിസിസ് അതുണ്ടോ എന്ന് പറയുന്നത്. അത് പഴയത് തന്നെയാണ്, പുതുതായിട്ട് നമ്മളൊന്നും കൂട്ടിച്ചേർക്കേണ്ട കാര്യമാണ്. അത് അവിടെ തന്നെ ഉണ്ട് എന്നാണ്. പക്ഷെ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ പറയുന്നില്ലേ, രക്തം ചാരത്താൽ മൂടപ്പെട്ട് കിടക്കുകയാണ്, ഈ മൗഢ്യത്തിൻ്റെ ചാരം മാറ്റി ഈ രക്തം ഒന്ന് പുറത്തെടുത്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. ഇത്രയുള്ള ദർശനങ്ങളെ സംബന്ധിച്ചിടത്തോളം പുതിയ വായനകൾ എന്ന് പറയുന്നത് അത് ഉള്ളതിനെ തന്നെ നമ്മൾ ഇങ്ങനെ ഒരു പുതിയ പേഴ്സ്പെക്റ്റീവ് ഇതൊക്കെ തന്നെ സാധ്യമാണ് എന്നുള്ള. അപ്പോൾ നീതിയുടെ പ്രശ്നങ്ങളാണല്ലോ ഏറ്റവും കൂടുതൽ നമ്മൾ ചിന്തിക്കേണ്ടി വരുന്നത്. എവിടെയൊക്കെയാണോ നീതി നിഷേധിക്കപ്പെടുന്നത് അവിടെ നിന്നൊക്കെ തന്നെയും ഒരുപക്ഷെ ആളുകളുടെ പക ഉയർന്നു വരും. ഒരു യാതൊരു സംശയവുമില്ല. നീതി നിഷേധത്തിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ഭീകരവാദത്തിൻ്റെയും തീവ്രവാദത്തിലൂടെയും ഭീകരവാദത്തിലൂടെയാണോ നീതിയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടത് എന്ന കാര്യത്തിൽ എനിക്ക് വ്യത്യസ്ത അഭിപ്രായം എനിക്കുണ്ട്. പക്ഷേ അനീതിയും ആണ്. പരിഗണന ലഭ്യമാക്കാത്ത കുട്ടികൾക്കൊക്കെ നമ്മൾ നോക്കും, വേണ്ടത്ര പരിഗണന കിട്ടാതിരിക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്, എന്തിന് കുഞ്ഞുങ്ങൾ പരിഗണന കിട്ടാതെ അച്ഛനമ്മമാർ മരിച്ചുപോയ കുട്ടികളെ അനാഥമായി തെരുവിലേക്ക് വലിച്ചെറിയുകയല്ല, അവരുടെ സംരക്ഷണത്തെ ഒരു സമൂഹം ഒരു സമുദായം ഏറ്റെടുക്കേണ്ടി വരും. ഇല്ലെങ്കിൽ എന്താ വെച്ചാൽ ഇവൻ്റെ അച്ചരണത്തിൽ നിന്ന് ഒരു നെഗറ്റീവ് പേഴ്സണാലിറ്റി ആയിട്ട് അത് മാറാൻ സാധ്യതയുണ്ട്. അതല്ല, മനുഷ്യർ സ്നേഹം കൊണ്ട് അവനെ പരിഗണിക്കുന്നതോടുകൂടി അവനതിൽ ഒരുപാട് പോസിറ്റീവായിട്ട് മാറുകയും അവന് മാനവരാശിയിൽ വലിയ തോതിൽ വിശ്വാസം ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള അപ്പം ഞാൻ ഈ ഒരു പുതിയ കാലത്തെ ഈ തരത്തിൽ നീതിയെ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങളായാലും ഇക്കോളജിയുടെ സംബന്ധിച്ചായാലും വലിയ തോതിൽ ദൗർലഭ്യം അനുഭവിക്കുന്നു ജനസമൂഹങ്ങൾ. ഇങ്ങനെ പോവുകയില്ല, അനേക വർഷങ്ങൾ ഇങ്ങനെ പോവുകയില്ല. യാതൊരു തർക്കവും വേണ്ട അതിൽ. ഇപ്പോൾ ആലോചിച്ച് നോക്കുന്നത്, നമ്മുടെ നാട്ടിൽ ഇത്രമാത്രം പാരിസ്ഥിതികമായിട്ടുള്ള പ്രശ്നങ്ങൾ, അതിസങ്കീർണമായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് വിഭവ ചൂഷണം. ഈ വിഭവ ചൂഷണം ക്രമാതീതമായി വിഭവം ചൂഷണം ചെയ്തു വേണ്ടി വരുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അഴിമതിയാണ്. ഇപ്പോൾ CR നീലകണ്ഠനെ പോലെ വളരെ പ്രഗത്ഭരായ ആളുകൾ ഇവിടെയുണ്ട് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ. ഞാൻ എപ്പോഴും ആലോചിക്കും, അഴിമതിയുടെ ഭാഗമായിട്ട് റോഡുണ്ടാക്കുമ്പോൾ റോഡ് കേടുവരും. എന്നാൽ റോഡിലേക്ക് വേണ്ടിയിട്ട് എല്ലാ കരിങ്കല്ലും പൊട്ടിച്ച് കൊണ്ടുവന്നിട്ട് ഇടേണ്ടി വരും, റോഡ് കേടുവരും. അപ്പോൾ പിന്നെ എന്താ ചെയ്യുക? ഒരു പരിഹാരമുള്ളൂ, അഴിമതി അവസാനിപ്പിക്കുക. എന്നിട്ടോ ഇന്ന് റോഡിന് 1 കൊല്ലം ആയുസെങ്കിൽ ഇതിൻ്റെ ആയുസ് 25 കൊല്ലം ആക്കി കൂട്ടുക. 25 കൊല്ലത്തിൽ ഒരിക്കൽ പാറമടയിൽ നിന്ന് അടിച്ചിട്ട് ഇത് കൊണ്ടാവുന്നാൽ മതി എന്ന് തീരുമാനിക്കുക. ഉണ്ടാവില്ല അധികകാലം. ഇങ്ങനെ ധരിക്കേണ്ട, ഇതാ അനേക കാലങ്ങൾ ഇങ്ങനെ പോവുകയില്ല. മെക്സിക്കോ എന്ന് പറയുന്ന രാജ്യത്ത് ഒരു മഹാസംസ്കൃതി അവസാനിച്ചതേക്കുറിച്ചുള്ള ഏറ്റവും പുതിയ പഠനം എന്ന് പറയുന്നത് ഡിഫോറസ്റ്റേഷൻ ക്രമാതീതമായി വർദ്ധിച്ച ഒരു സാഹചര്യത്തിൽ മഴയില്ലാതെ വരൾച്ച വന്ന്
ഭൂമുഖത്ത് നിന്ന് ആളുകൾ തന്നെ അപ്രത്യക്ഷമായി, സംസ്കാരം തന്നെ ഇല്ലാതെയായി പോയി. ഈ പുതിയ പ്രതിസന്ധികളെ നമുക്ക് അനുഭവിക്കേണ്ടി വരും. അപ്പോഴാണ് നമ്മൾ പറയുന്നത്, എത്ര ജലമുണ്ടെങ്കിലും കരുതി മാത്രം ഉപയോഗിക്കുക, കരുതി മാത്രം ഉപയോഗിക്കുക എന്ന് പറയുന്ന പ്രവാചകൻ നൽകുന്നൊരു വലിയൊരു പാഠമുണ്ട്. ഇത് ഞാൻ പറഞ്ഞു, ഈ ഒരു തലത്തിൽ വിഷയങ്ങൾക്ക് പുതിയ മാനങ്ങൾ നൽകി അവതരിപ്പിക്കേണ്ടി വരും. അല്ലെങ്കിൽ വളരെ ഡെഡായിട്ട് ഇങ്ങനെ കാര്യങ്ങൾ കണ്ടിട്ടില്ല. ഒരു ചത്ത രീതിയിൽ നമ്മൾ ഈ കാര്യങ്ങളെ സംസാരിക്കില്ല. സംവാദങ്ങൾ ആവണമെങ്കിൽ അധികം ലിവിങ് എന്ന് പറയുന്ന ഒരു എനർജിയായി അതിങ്ങനെ കൂടെ തന്നെ ഉണ്ടാകും എന്ന് നമ്മൾ വിശ്വസിക്കണമെങ്കിൽ അത് നമ്മൾ പുതിയ പുതിയ തലത്തിൽ ഓരോ പുതിയ പ്രതിസന്ധിയും അഗാധമായ മുസൽമാന്മാർ അവർ തീർച്ചയായിട്ടും പ്രവാചകചര്യകളിലൊക്കെ തന്നെ അത്യഗാധമായി വിശ്വസിക്കുന്ന ഏതൊരു മുസൽമാനും ഓരോ ജീവിതത്തിൻ്റെ ഓരോ പ്രതിസന്ധിയുടെ ഘട്ടത്തിലും അവർ തീർച്ചയായും അവരാരായുക പ്രവാചകൻ്റെ ജീവിതത്തിൽ തന്നെയാണ്. ഈ പ്രതിസന്ധിക്കുള്ള മറുപടി അവിടെ തന്നെയാണ് തീർച്ചയായും. അതാണ് ശരിയും. വിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം അത് ശരിയാണ്. അവിടെ അവരതിലെല്ലാം കാണേണ്ട ഒരു കുഴപ്പമില്ല. എന്ന് വെച്ചാൽ പിന്നീട് വലിയ ചോദ്യങ്ങൾക്കുണ്ട്. എന്താണ് ലാപ്ടോപ്പിനെ കുറിച്ച് പ്രവാചകൻ പറഞ്ഞത്, മൊബൈലിനെ കുറിച്ച് മൂപ്പര് വല്ലതും പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുക. അതിന് പ്രസക്തിയൊന്നുമില്ല. കാരണം എന്താ വെച്ചാൽ അതിൻ്റെ ഏറ്റവും നൽകിയ മറ്റൊരു സർഗാത്മകമായ ഉത്തരം ഞാൻ പറയുക, മഹാത്മാഗാന്ധിയെക്കുറിച്ച് അഹമ്മദാബാദിൽ നടന്ന പ്രശസ്തമായിട്ടുള്ള ഒരു പ്രദർശനത്തിൽ ഒരു ഗാന്ധി ശില്പമുണ്ടായിരുന്നു. അത് ചുവന്ന ഫൈബർ ഗ്ലാസ്സിലുണ്ടാക്കിയ ഗാന്ധിയാണ്. ഗാന്ധിജിയുടെ മടിയിൽ ഇരിക്കുന്നത് ചർക്കയല്ല, ലാപ്ടോപ്പാണ് എന്നാണ്. അതിലേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുന്ന ഗാന്ധിജിയുടെ ഒരു ശില്പ. ഞാൻ പറഞ്ഞത് ഇതൊക്കെ പുതിയ സാധ്യത, പുതിയ ഉപകരണങ്ങളെല്ലാം വരും. അപ്പോഴും ഇതിനെന്ത് ചെയ്യണം? ഇതിനെ വളരെ എത്തിക്കലായി, വളരെ ഇക്കോളജിക്കലായി, സാംസ്കാരികമായ തലത്തിൽ ഉപയോഗിക്കേണ്ടതുണ്ട് എന്നൊരു പാഠം എവിടുന്ന് കിട്ടും? അത് പിന്നെയും അവിടെ തന്നെയാണ്. ഇതൊന്നുമില്ലാതെ വളരെ കുറച്ച് വിഭവങ്ങൾ ആയി ജീവിച്ചിരുന്ന അനേക പ്രതിസന്ധിയിലൂടെ കടന്നുപോയ ഒരു കാലഘട്ടത്തിൽ തന്നെയാണ് ഇതിൻ്റെ പാഠങ്ങൾ ലഭ്യമാകാവുന്നത്. ഇങ്ങനെ അതിനൂതനങ്ങളായിട്ടുള്ള വിഷയങ്ങൾ ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. കാരണം നിങ്ങളെപ്പോലുള്ള ആളുകളോട് ഞാൻ പ്രവാചകനെക്കുറിച്ച് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ അത് പൊന്നാനിയിൽ നിന്ന് വരുന്ന ഞാൻ കടമെടുക്കുക ഇടശ്ശേരിയുടെ പഴയ വചനമാണ്. കൊല്ലൻ്റെ ആലയിൽ പോയിട്ട് സൂചി വിൽക്കാൻ പോകണ്ട എന്ന് പറയുന്ന പോലെയാണ്. ഇതിലൊക്കെ മഹാപണ്ഡിതന്മാർ എന്ന് വെച്ചാൽ നിങ്ങളുടെ പാണ്ഡിത്യത്തെ അംഗീകരിച്ചുകൊണ്ട് തന്നെ എനിക്കും ചില അഭിപ്രായങ്ങളുണ്ടാവും. അത് തർക്കമൊന്നുമില്ല, യാതൊരു തർക്കമില്ല. നിങ്ങൾ എന്നെ കാര്യങ്ങൾ പഠിപ്പിച്ചു തന്നാലും എനിക്ക് എൻ്റേതായ സർഗാത്മകമായ വീക്ഷണങ്ങളുണ്ടാവും. അത് ഞാൻ ആലോചിക്കുന്നതാ. കഥയിലൂടെ നോവലിലൂടെ ഒക്കെ വരട്ടെ എന്നാണ് ഞാൻ പറയാറുണ്ട്. ഇപ്പോൾ മുഹമ്മദ് നബിയെ എഴുത്തുകാർക്ക്, കലാകാരന്മാർക്ക്, ഗായകർക്കൊക്കെയും വിട്ടുകൊടുക്കണം, എല്ലാവർക്കും വിട്ടുകൊടുക്കണം. അവരവരുടേതായ രീതിയിൽ അദ്ദേഹത്തെ സ്വീകരിക്കട്ടെ, എഴുതട്ടെ. ഞാനും ആലോചിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ അടുത്ത മുസ്ലിം പണ്ഡിതരായ സുഹൃത്തുക്കളോട് പറയും, ഒരു നോവലിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ട് ഞാൻ. അടുത്ത സുഹൃത്തുക്കളുണ്ടല്ലോ, പറയും നോവലിനെ കുറിച്ച് ആലോചിക്കേണ്ട, എനിക്ക് നിങ്ങളുടെയൊക്കെ വലിയ സഹായവും വേണ്ടി വരും. ആലോചിക്കുന്നുണ്ട് ഞാൻ. എന്തുകൊണ്ട് കസാൻ സാക്കീസ് ക്രൈസ്റ്റിനെ കുറിച്ച് നോവൽ എഴുതിയതുപോലെ എന്തുകൊണ്ട് ഇവിടെ നിന്ന് മണ്ണിൽ നിന്ന് എൻ്റെ പരിമിതമായ വൃത്തത്തിനകത്ത് നിന്നുകൊണ്ട് എന്തുകൊണ്ട് പ്രവാചകനെ കുറിച്ച് നോവൽ ആലോചിക്കാവുന്ന ഇതൊക്കെ ആലോചിക്കാവുന്ന അത്രമേൽ സർഗാത്മകത കൊണ്ട് പുഷ്കലമാകുക ഒരു കാലഘട്ടത്തിലൂടെയാണ് മുസ്ലിം ജനവിഭാഗവും ലോകത്ത് കടന്നു പോകുന്നത് എന്നെനിക്ക് വിശ്വാസമുണ്ട്. തീർച്ചയായിട്ടും വിശ്വാസമുണ്ട്. അവരത് സ്വീകരിക്കുമെന്നുള്ള വിശ്വാസം. ഇതിൻ്റെ ഒരു സാധ്യത, ഈ ബഹുസ്വരമായ ഈ ഒരു സാധ്യതയുടെ വെളിച്ചത്തിൽ നിന്നുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇന്നിവിടെ ഞാൻ കെ.സി. വർഗീസിനെ പോലെയുള്ള വിമോചന ദൈവശാസ്ത്രത്തിലൊക്കെ അഗാധമായ അറിവുള്ള, പാരിസ്ഥിതികമായ ദർശനങ്ങളിലും പാരിസ്ഥിതിക രാഷ്ട്രീയത്തിലും അത്യഗാധമായി തൻ്റെ ആക്ടിവിസം കൊണ്ട്, എഴുത്തുകൊണ്ടൊക്കെ തൻ്റേതായിട്ട് നിലപാടെടുത്ത സിയാറിനെ പോലുള്ള എൻ്റെ സുഹൃത്തുക്കളുടെ മുമ്പിൽ നിന്നുകൊണ്ട് ഞാനിത് സംസാരിക്കുന്നത്. ഈ പുതിയ കാലഘട്ടം, ഈ ബഹുസ്വരതയുടെ കാലഘട്ടം, നബിയിലേക്ക് ഇങ്ങനെ അനേകങ്ങളായ നോട്ടങ്ങൾ സത്യമാക്കുന്ന പുതിയ കാലഘട്ടം, അതിൻ്റെ ആഘോഷത്തിൽ നിന്നുകൊണ്ട്, അതിൻ്റെ സന്തോഷത്തിൽ നിന്നുകൊണ്ട് എൻ്റെ ചില വീക്ഷണങ്ങൾ ഞാൻ പങ്കുവയ്ക്കുകയാണ്. എന്തെങ്കിലും പിഴവുകൾ, വായനയിൽ എന്തെങ്കിലും പിഴവ് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് ഇതര സമുദായത്തിൽപ്പെട്ട ഒരു സുഹൃത്തിൻ്റെ ജ്ഞാനപരമായ പിന്നോക്കാവസ്ഥയായി മാത്രം അതിനെ സ്വീകരിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ആമുഖ പ്രഭാഷണം ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. തൻ്റെ അർത്ഥവത്തായ വാക്കുകൾ കൊണ്ട്
ഈ സംവാദവേദിയെ ധന്യമാക്കിയ സുരേന്ദ്രൻ സാറിനോടുള്ള ഹൃദയം നിറഞ്ഞ നന്ദി ഇവിടെ രേഖപ്പെടുത്തുകയാണ്. ജീവിതത്തിൽ വലിയ കരുതലും കരുണയും കാണിച്ച, ധൂർത്തിലേക്കും ദുരയിലേക്കും പോകാതിരുന്ന, സമാധാനത്തിനും കാരുണ്യത്തിനും വേണ്ടി നിലകൊണ്ട, എപ്പോൾ വാളെടുക്കണമെന്നും എപ്പോൾ വാൾ വെക്കണമെന്നും പഠിപ്പിച്ച, പരിസ്ഥിതിയെ തലോടിയ ഒരു പ്രവാചകനെക്കുറിച്ച് തൻ്റെ വായനയിലൂടെ കണ്ടെത്തിയ കാര്യങ്ങൾ വളരെ ഹൃദയാവർജകമായ ഭാഷയിലാണ് സുരേന്ദ്രൻ സാർ അവതരിപ്പിച്ചിരിക്കുന്നത്. അദ്ദേഹത്തോടുള്ള കടപ്പാടുകൾ രേഖപ്പെടുത്താൻ വാക്കുകൾ മതിയാകില്ല. ഇവിടെ അദ്ദേഹം സംസാരിച്ച സമയത്ത് അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ, ഒന്നാമതായി എനിക്ക് അദ്ദേഹത്തിൻ്റെ സംസാരം കേട്ടപ്പോൾ പറയണമെന്ന് സൂചിപ്പിക്കണമെന്ന് തോന്നിയ ചില കാര്യങ്ങൾ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് പറയാൻ ആഗ്രഹിക്കുകയാണ്. തുടർന്നുള്ള ചർച്ചയെ ആ പരാമർശങ്ങൾ കൂടുതൽ സ്നിഗ്ധമാക്കും എന്ന് ഞാൻ കരുതുന്നു. പാരിസ്ഥിതികമായ ദുരന്തങ്ങളുടെ, വലിയ ദുര്യോഗങ്ങളുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് നമ്മൾ നടത്തുന്ന വിശകലനങ്ങളിൽ എന്തുകൊണ്ട് മനുഷ്യൻ ഇങ്ങനെയാകുന്നു എന്ന ചോദ്യം ഉയർത്തപ്പെടേണ്ടതുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എനിക്ക് ശേഷമുള്ളവർക്ക് കൂടി ജീവിക്കാനുള്ളതാണ് ഭൂമി എന്ന വസ്തുതയെ മറന്നുകൊണ്ട് ഭൂമിയെ നശിപ്പിക്കുകയും പ്രകൃതിയെ നശിപ്പിക്കുകയും പരിസ്ഥിതിയെ കടന്നാക്രമിക്കുകയും ചെയ്യുന്നൊരു നിലപാടിലേക്ക് മനുഷ്യർ കടന്നു പോകുന്നത് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം അവർ സ്രഷ്ടാവിനെ മറക്കുകയും മരണാനന്തര ജീവിതത്തെ മറക്കുകയും ആ സ്രഷ്ടാവിൻ്റെ നിരീക്ഷണത്തിലാണ് തൻ്റെ ജീവിതം എന്ന യാഥാർത്ഥ്യത്തെ വിസ്മരിക്കുകയും മരണാനന്തരം ആ സ്രഷ്ടാവിന് മുന്നിൽ തൻ്റെ ചെയ്തികൾക്ക് മുഴുവൻ താൻ ഉത്തരം പറയേണ്ടി വരും എന്ന ബോധത്തിൽ നിന്ന് ഓടിയകലുകയും ചെയ്യുന്നത് കൊണ്ടാണ്. ഭൗതികവാദത്തിൻ്റെതായൊരു ലോകവീക്ഷണം തലച്ചോറുകളെ ഗ്രസിക്കുന്നത് കൊണ്ടാണ് ഈ രീതിയിലുള്ള ക്രൂരതകളിലേക്ക് മനുഷ്യർ കടന്നു പോകുന്നത് എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അതോടൊപ്പം മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇത്തരം വിഷയങ്ങളിൽ വളരെ മാനവികമായ നിലപാടുകൾ സ്വീകരിക്കാൻ കഴിഞ്ഞത് സ്രഷ്ടാവിൻ്റെ നിരീക്ഷണത്തിലാണ് തൻ്റെ ജീവിതം എന്നും ആ സ്രഷ്ടാവ് പഠിപ്പിച്ച ധർമാധർമ്മങ്ങളെ സംബന്ധിച്ച അറിവുകൾ താൻ മുറുകെ പിടിക്കണം എന്ന ബോധ്യം അദ്ദേഹത്തിനുണ്ടായിരുന്നത് കൊണ്ടുമാണ്. ജീവിതത്തിൽ തനിക്ക് തോന്നിയത് ചെയ്യുകയല്ല, മറിച്ച് പ്രപഞ്ചത്തിൻ്റെ നാഥൻ, ആ പ്രപഞ്ചത്തിൻ്റെ നാഥൻ തന്നെ പഠിപ്പിച്ച രീതിയിലാകണം തൻ്റെ ജീവിതം എന്ന നിഷ്കർഷ പ്രവാചകൻ ഉണ്ടായിരുന്നത് കൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം ഇത്രമേൽ ആർദ്രമായി തീർന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു, മനസ്സിലാക്കുന്നു. ഇവിടെ മതവിശ്വാസികൾ വിപ്ലവമുണ്ടാക്കുന്നതിൽ ഭയമില്ല എന്നാണ് സുരേന്ദ്രൻ സാർ പറഞ്ഞത്. എന്തായിരുന്നാലും എനിക്ക് ഈ സമയത്ത് പറയണമെന്ന് തോന്നുന്ന ഒരു കാര്യം, വിപ്ലവം എന്ന് പറയുന്നത് ആ അർത്ഥത്തിലുള്ളൊരു രാഷ്ട്രീയ വിപ്ലവം, അത് യഥാർത്ഥത്തിൽ മതവിശ്വാസികളുടെ അജണ്ടയല്ല എന്നതാണ് സത്യം. ഇവിടെ ഭരണകൂടത്തെ അട്ടിമറിക്കുകയോ മതാധിഷ്ഠിതമായൊരു ഭരണം നിലവിൽ വരുത്തുകയോ ചെയ്യാനുള്ള പരിശ്രമങ്ങൾ ഒരു മുസ്ലിമിൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി ഒരിക്കലും കടന്നു വരുന്നില്ല. അത് ഇസ്ലാമിൻ്റെ ഒരു മുൻഗണനാക്രമത്തിൻ്റെ വിഷയമാണ്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം മനസ്സുകളെ സംസ്കരിക്കുവാനാണ് ശ്രമിക്കുന്നത്, മനസ്സുകളെ നേടിയെടുക്കാനാണ് ശ്രമിക്കുന്നത്. വ്യക്തി ജീവിതങ്ങളെ സംസ്കരിക്കുവാനുള്ള ശ്രമമാണ് ഇസ്ലാം നടത്തുന്നത്. അതല്ലാതെ മാർക്സിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിൻ്റെ ശൈലിയിൽ നിന്നുകൊണ്ട് ഏതെങ്കിലും ഭരണകൂടത്തെ അട്ടിമറിച്ച് അവിടെ ഇസ്ലാമികമായ ഭരണകൂടം സ്ഥാപിക്കുവാനുള്ള പരിശ്രമങ്ങൾ ഒരു വിശ്വാസിയുടെ അജണ്ടയായി യഥാർത്ഥത്തിൽ വരുന്നില്ല. അതേസമയം ഒരു ഇസ്ലാമിക സമൂഹത്തിൽ, അധികാരമുള്ളൊരു മുസ്ലിം സമൂഹത്തിൽ എങ്ങനെയാണ് ഭരണം നിർവഹിക്കേണ്ടത് എന്ന നിയമങ്ങൾ പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട് താനും. അവിടെ എല്ലാവർക്കും ഇടമുണ്ടാകും. ബഹുമാനനായ സുരേന്ദ്രൻ സാർ, അത് പിന്നെ സുരേന്ദ്രൻ സാറ് ആയാലും നീലകണ്ഠൻ സാറായാലും ആരായാലും പ്രവാചകൻ പഠിപ്പിച്ച രീതിയിൽ ഭരിക്കുന്നൊരു ഭരണകർത്താവിന് കീഴിൽ താൻ നിഷ്കാസിതമാകും എന്ന ഭയം ആർക്കും ആവശ്യമില്ല. ഭൗതികവാദത്താൽ തലച്ചോറുകൾ ആവേശിക്കപ്പെട്ട് മനുഷ്യർ മൃഗതുല്യരാണ് എന്ന് വിശ്വസിച്ച് ലക്ഷക്കണക്കിന് മനുഷ്യരെ ചോരയിൽ മുക്കിക്കൊന്ന സോവിയറ്റ് ഭരണാധികാരികളുടെ മാതൃകയിൽ തൻ്റെ രാജ്യത്തെ പ്രജകളെ നിഷ്കാസനം ചെയ്യാൻ നബി മാതൃകയിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ട, പ്രചോദനം ഉൾക്കൊണ്ട ഒരു മുസ്ലിം ഭരണാധികാരി ഒരിക്കലും സന്നദ്ധമാവുകയില്ല എന്നതാണ് സത്യം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയുടെ ഭരണാധികാരിയായിരിക്കെ അദ്ദേഹത്തിൻ്റെ കീഴിൽ അമുസ്ലിങ്ങളായ ജൂതന്മാർ ജീവിച്ചിരുന്നു. ആ ജൂതന്മാർക്ക് പൂർണ്ണമായ മതസ്വാതന്ത്ര്യമുണ്ടായിരുന്നു. മദീന രാഷ്ട്രം നിലവിൽ വരുന്നത് തന്നെ യഥാർത്ഥത്തിൽ ജൂതന്മാർക്ക് അവരുടെ മതമനുസരിച്ച് ജീവിക്കുവാനുള്ള പൂർണ്ണമായ അവകാശങ്ങളും സ്വാതന്ത്ര്യങ്ങളും അനുവദിച്ചു കൊടുത്തുകൊണ്ടുള്ളൊരു കരാറിലൂടെയാണ്. അദ്ദേഹം അത് വായിച്ചിട്ടുണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തിത്വത്തെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം നിരക്ഷരനായിരുന്നു എന്ന
പരാമർശത്തോടുള്ള അദ്ദേഹത്തിൻ്റെതായ സമീപനം അദ്ദേഹം രേഖപ്പെടുത്തി. മുഹമ്മദ് നബി നിരക്ഷരനായിരുന്നു എന്ന് പറയുമ്പോൾ അക്ഷരാഭ്യാസമില്ലാത്ത വ്യക്തിയായിരുന്നു. തീർച്ചയായും കച്ചവടത്തിലൂടെയും മറ്റുമെല്ലാം അദ്ദേഹം ഒരുപാട് ജ്ഞാനം ആർജിച്ചിട്ടുണ്ട്, കച്ചവടവുമായി ബന്ധപ്പെട്ട അറിവുകൾ. പക്ഷേ മുഹമ്മദ് നബി ലോകത്തിന് മുന്നിൽ പഠിപ്പിച്ചൊരു മൂല്യക്രമമുണ്ട്. ആ മൂല്യക്രമം അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങളിൽ നിന്നോ പരിചയങ്ങളിൽ നിന്നോ അറിവുകളിൽ നിന്നോ ഉണ്ടായതല്ല. അത് കൃത്യമായി നിഷ്കൃഷ്ടമായി ദൈവിക വെളിപാടുകളിൽ നിന്നുണ്ടായതാണ്. ദൈവിക വെളിപാടുകളിൽ നിന്ന് മാത്രമുണ്ടായതാണ്. ഞാൻ പറയുന്നത് മുഹമ്മദ് നബി പഠിപ്പിച്ച മൂല്യക്രമത്തിൽ എന്തെങ്കിലും ഒരു അപാകത കണ്ടെത്താൻ ചൂണ്ടിക്കാണിക്കാൻ ഒരാൾക്കും കഴിയില്ല എന്നതാണ് സത്യം. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം ജീവിതാനുഭവങ്ങളിൽ നിന്ന് നിർദ്ധരിച്ചെടുത്തതായിരുന്നു ആ മൂല്യക്രമമെങ്കിൽ അതിലൊരുപാട് അപാകതകൾ ഉണ്ടാകുമായിരുന്നു, പരിമിതികൾ ഉണ്ടാകുമായിരുന്നു. പക്ഷേ അത്തരത്തിലുള്ള ഒരു അപാകതയും ഒരു പരിമിതിയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മൂല്യക്രമത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നില്ല. അത് ആ മൂല്യക്രമം തീർത്തും ദിവ്യപ്രോക്തമായതിനാലാണ് എന്ന് മനസ്സിലാക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരാളാണ് ഞാൻ. മുഹമ്മദ് നബിയെക്കുറിച്ച് നോവൽ എഴുതാൻ, കലയിലും സാഹിത്യത്തിലും ആവിഷ്കരിക്കുവാൻ ഉള്ള ആഗ്രഹം സുരേന്ദ്രൻ സാർ പങ്കുവച്ചു. തീർച്ചയായും സർഗാത്മകമായി പ്രവാചക ജീവിതത്തെ വിലയിരുത്തുവാനുള്ള, അപഗ്രഥിക്കുവാനുള്ള പരിശ്രമങ്ങൾ സ്വാഗതാർഹമാണ്. പക്ഷേ ഒരു അഭ്യർത്ഥന ഈ സമയത്ത് എനിക്ക് ഇവിടെ ഇത്തരം ചിന്തകൾ ഉള്ള ബഹുമാനരായ സാഹിത്യകാരന്മാരുടെ എല്ലാം മുമ്പിൽ വെക്കാനുണ്ട്. അത് എന്താണ് എന്ന് ചോദിച്ചാൽ, ക്രിസ്തുയേശുവിൻ്റെ ജീവിതം. ആ ക്രിസ്തുയേശുവിൻ്റെ ജീവിതം യഥാർത്ഥത്തിൽ ഒരുപാട് സാധ്യതകൾക്കും അനുമാനങ്ങൾക്കും ഇടം നൽകുന്നതാണ്, ഒരുപാട് ഭാവനകൾക്ക് ഇടം നൽകുന്നതാണ്. കാരണം ക്രിസ്തുയേശുവിൻ്റെ ജീവിതം സമ്പൂർണ്ണമായി രേഖപ്പെടുത്തപ്പെട്ട രീതിയിൽ നമുക്ക് ഉപലബ്ധമല്ല. അതുകൊണ്ടാണ് ആ രീതിയിൽ വളരെ വ്യത്യസ്തമായ വിരുദ്ധമായ വീക്ഷണകോണുകളിൽ നിന്ന് ക്രിസ്തുവിനെ അപഗ്രഥിച്ചുകൊണ്ടുള്ള സാഹിത്യ സൃഷ്ടികൾ ഉണ്ടായത്. എന്നാൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം പ്രവാചകനായി നിയോഗിക്കപ്പെട്ടത് മുതൽ അദ്ദേഹത്തിൻ്റെ മരണം വരെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ മുഴുവൻ മുക്കുമൂലകളും സമ്പൂർണ്ണമായി രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. അത് ഞാൻ വെറുതെ ഒരു ഭംഗിക്ക് വേണ്ടി പറയുന്നതല്ല. ഇവിടെ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ബഹുമാനരായ സുഹൃത്തുക്കളോട് ഞാൻ പറയുന്നത്, ദയവ് ചെയ്ത് ഹദീസ് വിജ്ഞാനീയങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുപോകണം. ഹദീസ് വിജ്ഞാനീയങ്ങളിലേക്ക് പോയാൽ ഒരു മനുഷ്യൻ്റെ ജീവിതം പൂർണ്ണമായി അതിൻ്റെ എല്ലാ മേഖലകളും പിന്തുടരപ്പെട്ട് എത്ര അത്ഭുതകരമായാണ് രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ രേഖപ്പെടുത്തപ്പെട്ട ഒരു ജീവിതമായതുകൊണ്ട് തന്നെ ആ രേഖീകരിക്കപ്പെട്ട വസ്തുനിഷ്ഠമായ ചരിത്രത്തിന് വിരുദ്ധമായ രീതിയിൽ, ആ ചരിത്രത്തിന് നിരക്കാത്ത രീതിയിൽ പ്രവാചകനെ ചിത്രീകരിക്കുവാനുള്ള പരിശ്രമങ്ങൾ ഉണ്ടാകരുത് എന്ന്, അത് വൈജ്ഞാനിക സത്യസന്ധതയ്ക്ക് നിരക്കുന്നതല്ല എന്ന് അഭ്യർത്ഥിക്കാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ്. ബഹുമാനനായ സുരേന്ദ്രൻ സാറിന് ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുകയാണ്. അദ്ദേഹത്തിന് കൊടുക്കാനുള്ള ഉപഹാരം ഇവിടെ തയ്യാറാണ്. അത് അദ്ദേഹത്തിന് സമ്മാനിക്കാൻ വേണ്ടി ദഅ്വാ ബുക്സിൻ്റെ, നിച്ച് ഓഫ് ട്രൂത്തിൻ്റെ പ്രസിദ്ധീകരണ വിഭാഗമായ ദഅ്വാ ബുക്സിൻ്റെ മാനേജറായ ബഹുമാനനായ സാലിഷ് വാടാനപ്പള്ളിയെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അദ്ദേഹം കടന്നു വന്ന് സുരേന്ദ്രൻ സാറിനുള്ള ഉപഹാരം സമർപ്പിക്കും. അടുത്തതായി നമ്മളോട് സംസാരിക്കുന്നത് ബഹുമാനനായ CR നീലകണ്ഠനാണ്. അദ്ദേഹത്തെ ആദരപൂർവ്വം അദ്ദേഹത്തിൻ്റെ വീക്ഷണങ്ങൾ പങ്കുവെക്കാൻ വേണ്ടി ക്ഷണിക്കും. വേദിയിലിരിക്കുന്ന പി സുരേന്ദ്രൻ, വർഗീസ്, മറ്റ് സുഹൃത്തുക്കളെ, നിഷ് ഓഫ് ട്രൂത്തിൻ്റെ അതുപോലെ സംഘാടകരെ, ഈ എന്നെ ശ്രവിക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, സുരേന്ദ്രൻ പറഞ്ഞതുപോലെ സുരേന്ദ്രൻ്റെ അത്ര പോലും ഒരു പൊന്നാനിക്കാരനുമല്ല, ഞാനൊരു കൊച്ചിക്കാരൻ കൂടിയാണിപ്പോൾ. അതുകൊണ്ട് സുരേന്ദ്രൻ അത്ര പോലും ഇസ്ലാമിക ഗ്രന്ഥങ്ങളെക്കുറിച്ച് അവഗാഹമുള്ള ആളല്ല ഞാൻ. അത്യാവശ്യം എനിക്ക് ആവശ്യമുള്ള ഭാഗങ്ങൾ വായിച്ചിട്ടുണ്ട് എന്നുള്ളതൊഴിച്ചാൽ നിങ്ങളെപ്പോലെയുള്ള ഒരു സദസ്സിനോട് പ്രവാചകനെക്കുറിച്ച് സംസാരിക്കുന്നത് തന്നെ ഒരബദ്ധമാണ് എന്ന് ഞാൻ കരുതുന്നുണ്ട്. കാരണം ഞാൻ കാണുന്നത്, പക്ഷേ എന്നോട് സംസാരിക്കാൻ പറയുമ്പോൾ എൻ്റെ വീക്ഷണം ഇതിൽ പറയേണ്ടതുണ്ട്. 2-3 കാര്യങ്ങൾ തുടക്കത്തിൽ പറയണം. ഞാൻ ഒരു മതവിശ്വാസിയല്ല, ഒരു മതത്തിന് ഞാൻ എതിരുമല്ല. ഒരു മതഘടനയ്ക്കകത്ത് നിന്ന് ശക്തമായ നിയമങ്ങളോടെ ചിട്ടകളോടെ വളർന്നു വന്ന ഒരാളാണ് ഞാൻ. എൻ്റെ ചെറുപ്പകാലം മുഴുവൻ വളരെ അച്ചടക്കത്തോടെയുള്ള
ഒരു മതഘടനയിൽ ജീവിച്ചു വന്ന ആളാണ്. കാരണം ഒരു പൂജാരി കുടുംബത്തിലുള്ള ആളാണ് ഞാൻ പല പ്രാവശ്യം അത് എഴുതിയിട്ടും പറഞ്ഞിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ പക്ഷെ എനിക്ക് കിട്ടിയ ഒരു വലിയ ഗുണം, മറ്റൊരു മതവും മോശമല്ല എന്ന് പഠിപ്പിക്കുന്ന മാതാപിതാക്കളാണ് എക്കാലത്തും എനിക്കുണ്ടായിട്ടുള്ളത്. അതാണ് എനിക്ക് കിട്ടിയൊരു ഗുണം. മറ്റൊരു മതത്തെയും കുറ്റം പറയാൻ പാടില്ല. അവർക്ക് അവരുടെ ആചാരം ദൈവം, നമുക്ക് നമ്മുടെ ആചാരം ദൈവം എന്ന ജനാധിപത്യം നേരത്തെ പറഞ്ഞതുപോലെ ഏതാണ്ട് നിരക്ഷരം എന്ന് പറഞ്ഞുകൂടാ, സ്കൂളിലൊന്നും വലിയ വിദ്യാഭ്യാസം നേടാത്ത എൻ്റെ മാതാപിതാക്കൾ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അതെനിക്ക് വലിയൊരു നേട്ടമായി എൻ്റെ ജീവിതത്തിൽ എന്നും ഉണ്ടായിട്ടുണ്ട്. പിന്നെ മറ്റൊരു കാര്യം, ഇപ്പോൾ നേരത്തെ സുരേന്ദ്രനുള്ള വിശദീകരണത്തിൻ്റെ കാര്യത്തിൽ എനിക്കൊരു പക്ഷേ നമ്മൾ തമ്മിലുണ്ടാകുന്ന അഭിപ്രായ വ്യത്യാസം, ഞാൻ നബി തിരുമേനിയെ കാണുന്നത് എൻ്റെ ജീവിതത്തിലെ വലിയൊരു റോൾ മോഡലായിട്ടാണ്. കാരണം എൻ്റെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുമ്പോൾ എവിടെയൊക്കെ എനിക്ക് തടസ്സങ്ങൾ ഉണ്ടാകുമ്പോൾ എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകണം എന്നതിനെക്കുറിച്ച് നമ്മളെപ്പോഴും നമ്മുടെ കാരണവന്മാരോടോ ഗുരുക്കന്മാരോടോ ചോദിക്കുന്നത് പോലെ പുസ്തകങ്ങളോട് ചോദിക്കുന്ന ഒരു ശീലമുണ്ട് എനിക്ക്. അപ്പം അങ്ങനെ ആലോചിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ഒരാൾ എന്ന നിലയ്ക്ക് തന്നെയാണ് ഞാൻ പ്രവാചകനെ കണ്ടിട്ടുള്ളത്. ജീവിതകാലത്ത് ഇപ്പോൾ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, അദ്ദേഹം നേരിടാത്ത പ്രതിസന്ധികൾ ഒരുപക്ഷെ ജീവിതത്തിൽ ഉണ്ടാവില്ല. അപ്പം എങ്ങനെയാണ് പ്രതിസന്ധികൾ നേരിട്ടത്? രണ്ട് തരത്തിൽ അതിനെ കാണാം. ഒന്ന്, നേരത്തെ സുഹൃത്ത് സൂചിപ്പിച്ചതുപോലെ ഇത് ദൈവം നേരിട്ട് അദ്ദേഹത്തിന് കൊടുത്ത ഇത് അതാണല്ലോ നമ്മുടെ വിശ്വാസം. അതുകൊണ്ട് അത് ദൈവഹിതമാണ് എന്ന് അദ്ദേഹം പൂർണ്ണമായി വിശ്വസിക്കുന്നു. അതിനനുസരിച്ച് അദ്ദേഹം ജീവിക്കുന്നു. അദ്ദേഹം അതിനെ ചോദ്യം ചെയ്യുന്നതില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അത്ര പോലും ഒരു സാക്ഷ്യം ആവശ്യമില്ല. അത് ദൈവം കൊടുത്തതാണോ അല്ലയോ എന്ന തർക്കത്തിലേക്ക് ഞാൻ പോകുന്നില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം നബി തിരുമേനിയുടെ നിലപാടുകൾ 100% എനിക്ക് അല്ലാതെ തന്നെ സ്വീകാര്യം ആണ് കാര്യം. അതിനെനിക്ക് ദൈവത്തിൻ്റെ സാക്ഷ്യമേ ആവശ്യമില്ല. അത് ഇല്ലാന്നല്ല ഞാൻ പറയുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം കാരണം ഇപ്പോൾ നേരത്തെ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു, എല്ലാം ഞാൻ പറയുന്നില്ല. കുറേ കാര്യങ്ങൾ സുരേന്ദ്രൻ മാഷ് ഇവിടെ പറഞ്ഞു. പാരിസ്ഥിതികമായ വീക്ഷണത്തെക്കുറിച്ച് ഒരുപാട് ഞാനിത് പ്രസംഗിച്ചിട്ടുള്ള ഒരാൾ. ഞാൻ ആ ഭാഗമാണ് ഏറ്റവും നന്നായി പഠിച്ചിട്ടുള്ളത് യഥാർത്ഥത്തിൽ, ഖുർആനും ഹദീസും മറ്റ് ഇസ്ലാമിക ചര്യകളെക്കുറിച്ചും പഠിക്കുന്ന കാര്യത്തിൽ. കാരണം എൻ്റെ ഒരു വിഷയം അതാണ് എന്നുള്ളത് കൊണ്ട് ഞാൻ പഠിച്ചിട്ടുള്ളത്. എല്ലാ ജീവജാലങ്ങളോടുമുള്ള സമഭാവനയോടെയുള്ള സമീപനം. ഇപ്പോൾ ഉറുമ്പുകളെക്കുറിച്ച് പറഞ്ഞതുപോലെ എല്ലാവരും ആവർത്തിക്കുന്ന നാളെ ലോകാവസാനമാണെങ്കിൽ എങ്കിൽ കൂടിയും ഇന്നൊരു മരം നടാൻ കഴിയുമെങ്കിൽ ഇന്നത് നടണം എന്ന് പറയുന്നത്. മരം ഓക്സിജൻ നൽകുന്നതാണ് എന്നോ അല്ലെങ്കിൽ ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടോ കസ്തൂരിരംഗൻ റിപ്പോർട്ടൊക്കെ വരുന്നതിന് വളരെ മുമ്പാണല്ലോ പ്രവാചകൻ ജീവിച്ചിരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ന് നമുക്ക് ആ ഇത് നോക്കുമ്പോൾ അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇന്നിപ്പോൾ നമ്മുടെ ഒരു സാമൂഹ്യ രീതി എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നവൻ ഏറ്റവും മഹാനായ മനുഷ്യനെന്നാണ്. എനിക്ക് 4 കാറുണ്ട് എന്ന് പറഞ്ഞാൽ മറ്റൊരാൾ എനിക്ക് 8 കാറുണ്ടെന്ന് പറഞ്ഞാൽ അയാൾ തന്നെയാണ് കേട്ടോ കേമൻ. 4 കാറുള്ളവൻ എങ്ങനെയാണ്? ഒരാൾക്ക് എന്തിനാ 4 കാറ് എന്നല്ല നമ്മൾ ചോദിക്കുന്നത്. അയാൾക്ക് 4 കാറുണ്ട്, മറ്റേയാൾക്ക് 8 കാറുണ്ട് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ എനിക്ക് 16 സാരി ഉണ്ടെന്ന് പറയുമ്പോൾ എനിക്ക് 32 സാരി ഉണ്ട് എന്ന് പറയുന്നവൻ, അല്ലെങ്കിൽ അങ്ങനെ നിരവധി 250 ബെഡ്റൂമുള്ള അംബാനിയുടെ വീട്, ആളെന്തൊക്കെയായാലും കേമൻ തന്നെയാണ്ടോ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അത്തരത്തിലുള്ള ഒരു വലിയ കൺസ്യൂമർ മാർക്കറ്റുമായി ബന്ധപ്പെട്ടുള്ള ഒരു ലോകത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നവനും ഏറ്റവും കൂടുതൽ ഉപേക്ഷിക്കുന്നവനും വേസ്റ്റ് ഉണ്ടാക്കുന്നതും വലിയ അഭിമാനമായി അത് നിങ്ങളുടെ സാമൂഹ്യ പദവിയായി കാണുന്ന ഒരു കാലത്ത് ഇന്ന് ലോകം നിലനിൽക്കണമെങ്കിൽ കേവലം പരിസ്ഥിതിവാദം നമ്മൾ പറഞ്ഞുകൊണ്ട് കാര്യമില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഉപയോഗിക്കുന്നതിനേക്കാൾ ഉപേക്ഷിക്കാൻ തയ്യാറാകണം എന്നത് പ്രവാചകൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും മഹത്തായൊരു കാര്യമാണ്. ഉപയോഗിക്കാനുള്ള കഴിവല്ല, ഉപേക്ഷിക്കാനുള്ള കഴിവാണ് ഒരാളെ മഹാനാക്കുന്നത്. അത് ഞാൻ കണ്ടിട്ടുള്ള പലരെയും സംബന്ധിച്ചിടത്തോളം ഞാൻ കണ്ടിട്ടുള്ള കാര്യം. ഇപ്പോൾ ശ്രീരാമനെ കുറിച്ച് പറയാറുണ്ട്. സാധാരണ ശ്രീരാമൻ അയോധ്യ വിട്ട് കാട്ടിലേക്ക് പോകുന്നതോടുകൂടിയാണ് ശ്രീരാമൻ മഹാനാവുന്നത്. അല്ലാണ്ട് അതുകൊണ്ടാണ് അയോധ്യയിലെ പള്ളി പൊളിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ തെറ്റാന്ന് പറഞ്ഞു. അയോധ്യ പിടിച്ചടക്കിയ ആളുകൊണ്ടല്ല ശ്രീരാമൻ മഹാനായത്. അയോധ്യ ഉപേക്ഷിച്ച് വനത്തിൽ പോകാൻ തയ്യാറായത് കൊണ്ടാണ് ശ്രീരാമൻ മഹാനായത്. അയോധ്യ ഭരിച്ച ഒരുപാട് രാജാക്കന്മാരുണ്ട്, ആരും ഓർക്കാറില്ല. പക്ഷെ ശ്രീരാമനെ ഓർക്കുന്നത് അയോധ്യ ഭരിച്ച രാജാവ് എന്നല്ല, അയോധ്യ ഉപേക്ഷിച്ച രാജാവ് എന്നർത്ഥത്തിലാണ്. അപ്പോൾ ഉപേക്ഷിക്കുക എന്നത് അത് നോമ്പിൻ്റെ രീതിയിലാവാം, സക്കാത്തിൻ്റെ രീതിയിലാവാം, ഏത് രീതിയിലാണെങ്കിലും അത് സ്വന്തം ജീവിതത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ സമാധാനത്തിൻ്റെ കാര്യത്തിലായാലും
യുദ്ധത്തിൻ്റെ കാര്യത്തിലായാലും സ്വന്തം ജീവിതത്തിൽ ഏറ്റവും കൃത്യമായി ഇത് ഉപേക്ഷിക്കുക തന്നെയാണ് ഏറ്റവും മഹത്തരമായ കാര്യം എന്ന് പറയുക. ആ ഉപേക്ഷിക്കുക എന്നത് ഇന്ന് വളരെ ലളിതമായൊരു കാര്യമല്ല. നമുക്ക് പറയാം അങ്ങനെയൊക്കെ, പക്ഷേ ലളിതമായൊരു കാര്യമല്ല. ഞാനത് ആ സന്ദേശം അതുപോലെ സ്വീകരിച്ച ഒരാൾ ഗാന്ധിജിയാണ്. അതുപോലെ സ്വീകരിച്ച ഒരാൾ, പ്രവാചകനെ നേരിട്ട് ആ അർത്ഥത്തിൽ സ്വീകരിച്ച് വ്യക്തി ജീവിതത്തിൽ അല്ലെങ്കിൽ സാമൂഹ്യ ജീവിതത്തിൽ അതൊരു രാഷ്ട്രീയ പ്രമേയമായി കൊണ്ടുവരാൻ ഗാന്ധിജി നടത്തിയ ശ്രമങ്ങളെ ഞാൻ അങ്ങനെ വിലയിരുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. തീർച്ചയായും പ്രവാചകങ്ങളിൽ നിന്ന് തന്നെ ഗാന്ധിജി ഏറ്റെടുത്തതാണ്. എന്തോ കാര്യം ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ വെള്ളത്തിൻ്റെ കാര്യം, ഗാന്ധിജിയുടെ സമാനമായ ഒരു വലിയ കഥയുണ്ട്. അത് യഥാർത്ഥത്തിൽ പ്രവാചകങ്ങളിൽ നിന്ന് എടുത്തതാണ്. കുത്തിയൊഴുകുന്ന യമുനാ നദിയിൽ നിന്ന് എല്ലാവരും വെള്ളം ഇഷ്ടം പോലെ ഉപയോഗിക്കുമ്പോൾ ഗാന്ധിജി മാത്രം തൻ്റെ ലോട്ട കൊണ്ട് അളന്നാണ് യമുനയിൽ നിന്ന് വെള്ളമെടുത്തത്. അപ്പോൾ ഗാന്ധിജിയോട് ചോദിച്ചു, കോൺഗ്രസിൻ്റെ വലിയ സമ്മേളനം നടക്കുക, ഗാന്ധിജിയോട് ചോദിച്ചു, ഇത്രയും കുറച്ച് വെള്ളം എടുക്കുന്നതിന് അങ്ങക്ക് എത്ര വേണമെങ്കിൽ വെള്ളം എടുക്കാമല്ലോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇല്ല, എനിക്ക് ഇത്രേ അവകാശമുള്ളൂ. അപ്പോൾ പറഞ്ഞു, അല്ല, അത് അങ്ങനെ അവകാശം എന്താ, അങ്ങ് രാഷ്ട്രപിതാവല്ലേ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, രാഷ്ട്രപിതാവോ രാഷ്ട്രമാതാവോ എന്നതൊക്കെ നിൽക്കട്ടെ, ഒരു മനുഷ്യൻ എന്ന നിലയ്ക്ക് എനിക്ക് ഉപയോഗിക്കാവുന്ന വെള്ളത്തിനൊരു പരിമിതിയുണ്ട്. ഞാൻ എവിടെ നിന്ന് കൂടുതൽ വെള്ളമെടുത്താൽ ഈ പുഴയ്ക്ക് താഴെ എവിടെയെങ്കിലുമുള്ള സസ്യങ്ങൾക്കും മത്സ്യങ്ങൾക്കും മറ്റ് ജീവജാലങ്ങൾക്കും ഒരുപക്ഷെ കടലിലെ മത്സ്യങ്ങൾക്കും മനുഷ്യർക്കും വരെ അത് അത്രയും വെള്ളം കുറയും. അത് ഞാൻ ചെയ്യാൻ പാടില്ല എന്നതാണ്. കാരണം ഈ പ്രപഞ്ചത്തിൽ ഞാൻ നടത്തുന്ന ഓരോ ചെറിയ ഇടപെടലുകൾ പോലും, ഞാൻ നടത്തുന്ന ഓരോ അധിക ഉപഭോഗം പോലും മറ്റു മനുഷ്യരുടെ മനുഷ്യരുടെ മാത്രമല്ല ജീവജാലങ്ങളുടെ നിലനിൽക്കാനുള്ള അവകാശം എന്നുള്ളതാണ് അത് വരുന്നൊരു കാര്യം. പിന്നെ പ്രവാചക ജീവിതത്തിൽ നേരത്തെ പറഞ്ഞത് വളരെ ശരിയാണ്. കാരണം പ്രവാചക ജീവിതം വളരെ കൃത്യമായി ഡോക്യുമെൻ്റ് ചെയ്യപ്പെട്ടതാണ്. വളരെ കൃത്യമായ ഡോക്യുമെൻറ്റ്സ് ഉണ്ട്. അതിൻ്റെ ഒരു വലിയ ഗുണം മറ്റ് പ്രവാചകരൊന്നും ഞാൻ കുറച്ച് കാണുന്നതുകൊണ്ടല്ല, ജീവിതത്തിൻ്റെ അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ജീവിതത്തിൻ്റെ ഓരോ ഘട്ടത്തിൽ നിർണായകമായി നാം എങ്ങനെ പെരുമാറണമെന്ന് കൃത്യമായി ക്രോഡീകരിച്ചിരിക്കും. ഇപ്പോൾ 10 കൽപ്പനകൾ വളരെ ജനറിക്കായൊരു കാര്യമാണ്. 10 കമാൻഡ്മെൻറ്റ്സ് എന്ന് പറയുന്നത് വളരെ പൊതുവായ കാര്യമാണ്, മോഷ്ടിക്കരുത്, അങ്ങനെയുള്ള കാര്യങ്ങൾ. പക്ഷേ അത് സ്വന്തം ജീവിതത്തിൽ ഒരനുഭവത്തിൽ അതെങ്ങനെ പ്രയോഗിക്കണമെന്നത് വളരെ എളുപ്പമല്ല. കാരണം ഒരു പ്രത്യയശാസ്ത്രം പോലെയാണ്. ഒരു പ്രത്യയശാസ്ത്രം എന്ന് പറയുന്നത് നമുക്ക് പറയാൻ വളരെ എളുപ്പമാണ്. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രത്യേക ഘട്ടത്തിൽ നമ്മൾ വരുമ്പോൾ എന്താ ചെയ്യുക, അതിപ്പോൾ അങ്ങനെയൊക്കെ പ്രത്യയശാസ്ത്രം പറയുമെങ്കിൽ ഞാനിങ്ങനെ പോകും, അങ്ങനെ പറയാൻ പറ്റില്ല, ഇവിടെ നിങ്ങൾക്ക് ഇതേ ചെയ്യാൻ കഴിയൂ എന്ന്, നിങ്ങൾ എങ്ങനെ ഇരിക്കണം, എങ്ങനെ ഉറങ്ങണം, എങ്ങനെ ഭക്ഷണം കഴിക്കണം, എങ്ങനെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുത്തണം എന്നത് വരെ കൃത്യമായി പറയാൻ കഴിയുന്ന അതൊരു കേവലമായൊരു പ്രത്യയശാസ്ത്രത്തിനപ്പുറത്തേക്ക് ഒരു ജീവിതചര്യ എന്ന് വളരെ കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ടത് കൊണ്ട് തന്നെ അത് വളരെ വളരെ വലിയ തരത്തിലുള്ളൊരു സ്വാധീനമാണ്. വലിയ സ്വാധീനം എന്ന് പറഞ്ഞാൽ അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പ്രത്യയശാസ്ത്രം മാത്രം നോക്കി നമുക്ക് ചിലപ്പോഴും ജീവിതത്തിലെ പല സമസ്യകൾക്കും ഉത്തരം കണ്ടെത്താനാവില്ല. അങ്ങനെ കണ്ടെത്തുമ്പോഴാണ് മൂന്നാമത്തെ കാര്യം നീതിയെക്കുറിച്ചുള്ള സങ്കല്പം എന്ന് പറയുന്നത് കേവലം മനുഷ്യനും തമ്മിലുള്ള നീതിയെക്കുറിച്ച് മാത്രമല്ല, വരാനിരിക്കുന്ന തലമുറകളോടും മറ്റ് ജീവജാലങ്ങളോടും പ്രകൃതിയോടും ഒക്കെയുള്ള ഒരു നീതിയുണ്ട്. ആ നീതിയുടെ സങ്കല്പം, യഥാർത്ഥത്തിൽ ആ നീതിയാണ് സമാധാനത്തിൻ്റെ മുന്നുപാധി. സമാധാനം വേണമെങ്കിൽ നീതിയും സമാധാനവും രണ്ടായി നിലനിൽക്കുന്ന സാധനമല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നീതി വേണമെങ്കിൽ സമാധാനവും, സമാധാനം വേണമെങ്കിൽ നീതിയും വേണം. ഇത് രണ്ടല്ല. ആ അർത്ഥത്തിൽ വലിയൊരു സന്ദേശം. അപ്പോൾ അവിടെയാണ് യഥാർത്ഥത്തിൽ നമുക്ക് ഈ പറഞ്ഞതുപോലെ വാള് എപ്പോൾ എടുക്കണമെന്ന് തീരുമാനിക്കുന്നതിനേക്കാൾ പ്രധാനമാണ് വാളെപ്പോൾ വയ്ക്കണം എന്ന് തീരുമാനിക്കുന്നത്. വാളെടുക്കണമെന്നല്ല, അതാ ഞാൻ പറഞ്ഞു, ഉപയോഗിക്കുന്നതിനേക്കാൾ വിഷമമാണ് ഉപേക്ഷിക്കുക എന്ന് നമ്മൾ പറയുന്നത്. മറ്റൊന്ന്, ഇപ്പോൾ എന്നോട് പലരും ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമുണ്ട്, നിങ്ങൾ ദൈവവിശ്വാസി അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഇപ്പോൾ ചില പ്രത്യേകിച്ച് മത സംഘടനകളുമായി ബന്ധപ്പെട്ടുള്ള ആളുകൾ ചോദിച്ചിട്ടുള്ളൊരു ചോദ്യം, നിങ്ങളിങ്ങനെ ഈ പ്രവൃത്തി ചെയ്യുന്നതിന് നിങ്ങൾക്ക് പരലോകത്ത് നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? പരലോകത്ത് വിശ്വാസമില്ലെങ്കിൽ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? കാരണം ആ വ്യക്തി എന്നോട് പറഞ്ഞു, ഞങ്ങളിതിൽ ഇടപെടുന്നത് കൃത്യമായും ഈ ലോകത്ത് ചെയ്യുന്ന സൽക്കർമ്മങ്ങൾക്ക് പരലോകത്ത് കിട്ടുമെന്നുള്ള അത് തെറ്റായൊരു വിശ്വാസവുമല്ല. എല്ലാവർക്കും ആ വിശ്വാസം ഉണ്ടാവാതിരിക്കാം. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അത്ര പോലും പോകേണ്ടതില്ല. ഞാനതാ തുടക്കത്തിൽ പറഞ്ഞു, എനിക്ക് അത്ര പോലും പോകേണ്ടതില്ല. പരലോകത്ത് എന്ത് കിട്ടുമെന്നതിനേക്കാൾ ഈ ലോകത്ത് തന്നെ എനിക്ക് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്ന എൻ്റെ ബോധ്യമുണ്ട്. അത് നീതിപൂർവം ചെയ്തിരിക്കണം എന്ന എൻ്റെ വിശ്വാസമുണ്ട്.
അത് ഞാൻ ഒരുപക്ഷെ എനിക്ക് ഞാൻ ചെയ്യാവുന്ന ഏറ്റവും വലിയ ശരിയായ കാര്യം ആ നീതി എന്താണ് എന്ന് തിരഞ്ഞെടുക്കുമ്പോഴാണ് നമുക്കൊരു പക്ഷേ തർക്കങ്ങളുണ്ട്. ഇതാണോ നീതി, അതിനപ്പുറത്താണോ നീതി, ഞാൻ കിടക്കുന്നില്ല. പിന്നെ ഒരാൾക്ക് മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു സാമൂഹ്യ പ്രവർത്തനത്തിൽ ഇടപെടണമോ വേണ്ടയോ, വലിയ ചോദ്യമാണ്. നേരത്തെ ഇവിടെ മതം എന്നെ സാമൂഹ്യ പ്രവർത്തനത്തിന് പ്രേരിപ്പിക്കുന്നത് ശരിയാണോ എന്ന ചോദ്യം, ഞാനത് ശരിയാണെന്ന് വിശ്വസിക്കുന്ന ആളാണ്. ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം ഗാന്ധിജി മതത്തിൻ്റെ ആത്മാവ് തൻ്റെ സ്വാതന്ത്ര്യ സമര പ്രവർത്തനം, ഒരു മതത്തിൻ്റെ മാത്രമായിക്കൊള്ളണമെന്നില്ല, മതത്തിൻ്റെ ആത്മാവ് സ്വാതന്ത്ര്യ സമര പ്രവർത്തനത്തിന് അല്ലെങ്കിൽ സാമൂഹ്യ പ്രവർത്തനത്തിന്, സ്വന്തം ജീവിതത്തിൻ്റെ ശുദ്ധീകരണത്തിന് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച ആളുകളിൽ ഒരാളാണ് ഗാന്ധിജിയെ സംബന്ധിച്ചിടത്തോളം. അത് യഥാർത്ഥത്തിൽ അത് ഉണ്ടാകണം എന്ന് തന്നെയാണ്. അത് ഒരാൾക്ക് ഞാൻ ഇസ്ലാം ആയതുകൊണ്ട് ഞാൻ ഈ രാജ്യത്തെ പരിസ്ഥിതി സംരക്ഷണത്തിന് ഇറങ്ങുന്നു എന്നൊരാൾ പറഞ്ഞാൽ അതിലൊരു തെറ്റല്ല, അത് ശരിയുമാണ്. കാരണം എൻ്റെ നൈതികത എന്നെ ഏതെല്ലാം പ്രവർത്തനത്തിൽ ഇടപെടാൻ വരുന്നു. അവിടെയാണ് രണ്ടാമത്തെ പ്രശ്നം വരുന്നത്, മതേതരത്വം എന്നൊരു വിഷയം വരുന്നത്. വളരെ 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 പ്രധാനപ്പെട്ട ഇന്ന് ഇന്ത്യയിൽ നിലനിൽക്കുന്ന മതേതരത്വം എന്ന സങ്കല്പത്തെ പുനർവിചിന്തനം ചെയ്യണം എന്ന് എന്നെ തോന്നിച്ചത് പ്രവാചകൻ്റെ ചര്യ കൂടിയാണ്. എന്താ കാര്യം? പ്രവാചകൻ കേവല പ്രവാചകനപ്പുറത്ത് ഒരു ഭരണാധികാരി കൂടിയായിരുന്നു. രാഷ്ട്രീയത്തിൽ നേരിട്ട് ഇടപെട്ടിട്ടുള്ള ആളാണ് പ്രവാചകൻ, രാഷ്ട്രീയത്തിൽ പുറത്തു നിന്ന ആളല്ല. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഇലക്ഷൻ മത്സരിക്കൽ മാത്രമല്ലല്ലോ. ഒരു രാജ്യത്തിൻ്റെ ഭരണം എങ്ങനെയായിരിക്കണം, ഒരു രാജ്യത്തെ ഭരണകർത്താവായിരുന്നു, ഒരു രാജ്യത്തെ വിപ്ലവകാരിയായിരുന്നു, ഒരു രാജ്യത്തെ ഭരണത്തിൽ മാറ്റം വരുത്താൻ ഇടപെട്ട ആൾ. ഞാൻ പറഞ്ഞത് ആ അർത്ഥത്തിൽ രാഷ്ട്രീയവുമായി നേരിട്ട് ബന്ധപ്പെട്ട് സീസറിനുള്ള സീസറിനും ദൈവത്തിനുള്ള ദൈവത്തിനും എന്ന് നമ്മൾ സ്ഥിരം കേൾക്കുന്നൊരു വാചകമുണ്ട്. പാശ്ചാത്യ പ്രത്യേകിച്ചും മതനിരപേക്ഷത എന്നൊക്കെ നമ്മൾ പറയുന്നൊരു സാധനം. യഥാർത്ഥത്തിൽ ദൈവവും സീസറും ഒരാളാണെങ്കിലോ, ദൈവം തന്നെ സീസറാണെങ്കിലോ, അപ്പോൾ നമ്മൾ എന്തു ചെയ്യും? പ്രശ്നമില്ലേ? ദൈവവും സീസറും ഒരാളാണെന്ന സങ്കല്പം നമ്മളെത്തിയാൽ എങ്ങനെ വേർതിരിക്കുക? അപ്പോൾ യഥാർത്ഥത്തിൽ മതത്തെ രാഷ്ട്രീയത്തെയും എങ്ങനെ ബന്ധിപ്പിക്കണമെന്ന ചോദ്യം കേവലമായ ഒരു യാന്ത്രികതയുടെ അടിസ്ഥാനത്തിൽ കൊണ്ടുപോകേണ്ടതല്ല എന്നാണ് പ്രവാചകൻ എനിക്ക് തോന്നിച്ചിട്ടുള്ളത്. കാരണം മതം രാഷ്ട്രീയത്തിലും രാഷ്ട്രീയ മതത്തിലും ഇന്നിടപെടുന്ന രീതികളൊക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാം. ആർക്ക് വോട്ട് ചെയ്യണമെന്നോ ആരോ എവിടെ ചെയ്യണമെന്നോ ഒക്കെ പറയുന്നതോ, എൻ്റെ ജാതിക്കാരെ നിർത്തിയാൽ വോട്ട് ചെയ്യാന്ന് പറയലോ, അതൊന്നുമല്ല മതത്തിൽ രാഷ്ട്രീയ ഇടപെടൽ. മതവും രാഷ്ട്രീയവും തമ്മിലുള്ള ബന്ധം അത് ജീവിതത്തിൽ മുഴുവൻ കാര്യങ്ങളും, രാഷ്ട്രീയം മാത്രമല്ല, കുടുംബജീവിതമായാലും വ്യക്തിജീവിതമായാലും സാമൂഹ്യ ജീവിതമായാലും സാഹിത്യമായാലും ആ നൈതികത എൻ്റെ ഉള്ളിൽ ഉണ്ടാകണം. ആ നൈതികതയുടെ ഒരു ചരട് കൊണ്ട് ഇതിനെ മുഴുവൻ ബന്ധിപ്പിക്കാൻ കഴിയണം എന്ന് പറയുന്നതിൽ ഒരു തെറ്റുമുണ്ടോ എന്ന് ഞാൻ കരുതുന്നില്ല. അവിടെയാണ് ഞാൻ ഗാന്ധിയൻ മതേതരത്വത്തിൽ കൂടുതൽ വിശ്വസിക്കാൻ എനിക്ക് ആഗ്രഹമുള്ളത്. തീർച്ചയായും ഒരു നെഹ്റുവിയൻ മതേതരത്വത്തെ ഞാൻ വിശ്വസിക്കാതിരിക്കുന്നതിൻ്റെയും കാര്യം പ്രവാചകൻ്റെ ഈ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ ഒരു സംഗതിയാണ്. കാരണം മതത്തെയും രാഷ്ട്രീയത്തെയും നമ്മൾ എങ്ങനെയാണ് വേർതിരിക്കുക എന്ന് നമുക്കിപ്പോഴും പറയാൻ കഴിയാത്ത ഒരവസ്ഥയുണ്ട്. തീർച്ചയായും മതവും രാഷ്ട്രീയവും തമ്മിലുള്ള ഈ വൈരുദ്ധ്യാത്മകമായ ബന്ധം എന്നേക്കാൾ നന്നായി സംസാരിക്കാൻ കെ സി വർഗീസ് ഇവിടെയുണ്ട്. കാരണം ഏത് യാന്ത്രിക മതേതരത്വത്തിൻ്റെ വാദികളാണ് പാശ്ചാത്യ മുതലാളിത്തം എന്നുണ്ടെങ്കിൽ അതിനെ നേരിടാൻ ഒരുപക്ഷെ ലോകത്ത് ഏറ്റവും ശക്തമായി ഇസ്ലാമിക പോലെ തന്നെ ഒരു റെസിസ്റ്റൻസ് മൂവ്മെൻറ്റ് ലോകത്ത് വന്നിട്ടുള്ളത് വിമോചന ദൈവശാസ്ത്രം എന്ന് പറയുന്ന വിഭാഗക്കാരാണ്. വിമോചന ദൈവശാസ്ത്രം എന്നെയൊക്കെ ചെറുപ്പത്തിൽ അത്രയധികം ഇപ്പോഴും ആവേശം കൊള്ളിച്ചിട്ടുള്ള ഒരു പ്രത്യയശാസ്ത്രവും ഒരു സമീപനവുമാണ്. പ്രത്യേകിച്ചും സാമ്രാജ്യത്വ ചൂഷണത്തിനെതിരായ നിരവധി പോരാട്ടങ്ങളിൽ വിമോചന ദൈവശാസ്ത്രം വഹിച്ചിട്ടുള്ള വളരെ പോസിറ്റീവായ പങ്ക് ഇന്ന് ലാറ്റിൻ അമേരിക്കയിൽ പ്രതിരോധം നടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അടിത്തറ ഇന്ന് അവിടെ ഉണ്ടോയെന്നറിയില്ല വിമോചന ദൈവശാസ്ത്രം, പക്ഷേ അതിൻ്റെ അടിത്തറ വിമോചന ദൈവശാസ്ത്രമാണ്. അത് ഹ്യൂഗോ ഷാവേസ് ആയാലും ഏവ മൊറേൽസ് ആയാലും ബ്രസീലിയൻ ഭരണാധികാരികളായാലും ഇപ്പോൾ പുതിയ ഭരണാധികാരി അടക്കം ആണെങ്കിലും ലാറ്റിൻ അമേരിക്കയിലെ വലിയ സാമ്രാജ്യത്വ വിരുദ്ധ പ്രതിരോധത്തിൻ്റെ ശക്തിയായി മതത്തിൻ്റെ ആത്മീയത മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാനൊരു ചെറിയ അനുഭവം ഒരു സംഭവം. ഈ ഹ്യൂഗോ ഷാവേസ് ഒരിക്കൽ ഫിഡൽ കാസ്ട്രോയെ കാണാൻ പോയി. ഫിഡൽ കാസ്ട്രോ രോഗബാധിതനായി വളരെ തളർന്നു കിടക്കുകയാണ് ക്യൂബയിൽ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ രോഗവിവരം അന്വേഷിക്കാൻ ഹ്യൂഗോ ഷാവേസ് ചെല്ലുന്നു. ഹ്യൂഗോ ഷാവേസും ഫിഡൽ കാസ്ട്രോ എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും അടുത്ത ആളുകളാണ്, വളരെ അടുപ്പമുള്ള ആളുകൾ. എന്നിട്ട് ഹ്യൂഗോ ഷാവേസ് ചോദിക്കുന്നുണ്ട് ഫിഡൽ കാസ്ട്രോയോട്,
കാസ്ട്രോ, അടുത്ത ഞായറാഴ്ച നിങ്ങൾ എൻ്റെ കൂടെ മാസിന് വരാമോ എന്നാണ് ചോദ്യം, പള്ളിയിലെ മാസിന്. കാരണം ശ്രദ്ധിക്കേണ്ടത്, ഹ്യൂഗോ ഷാവേസിന് ഞായറാഴ്ച മാസ് എന്നത് വലിയൊരു രാഷ്ട്രീയ പ്രവർത്തനം കൂടിയാണ്. ഹ്യൂഗോ ഷാവേസിൻ്റെ ഞായറാഴ്ചയിലത്തെ മാസ്, വെനിസ്വേലൻ പ്രസിഡന്റ് ഹ്യൂഗോ ഷാവേസിൻ്റെ മാസ് വെനിസ്വേലൻ TV ലൈവായിട്ട് ടെലികാസ്റ്റ് ചെയ്യുന്ന ഒരു സംഗതിയാണ്. കാരണം അത് വലിയ ചലഞ്ചാണ്, അമേരിക്കൻ TV കൊടുക്കുന്ന ഏറ്റവും വലിയ ചലഞ്ചാണ്. ഹ്യൂഗോ ഷാവേസ് പള്ളിയിൽ പോകുന്നത്, പ്രാർത്ഥിക്കുന്നത്, ഹ്യൂഗോ ഷാവേസ് എന്നുള്ളത് മാത്രമല്ല അപാർത്ഥത്തിൽ. അപ്പോൾ ഇദ്ദേഹം ചോദിച്ചു, കാസ്ട്രോ ചിരിച്ചതേ ഉള്ളൂ, ഒരു മറുപടിയും പറഞ്ഞില്ല. പുറത്തിറങ്ങിയ ഹ്യൂഗോ ഷാവേസിനോട് പത്രലേഖകർ ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ചോദിച്ചത്? തീർത്തും ഭൗതികവാദിയാണ് കാസ്ട്രോ ഒരിക്കലും പള്ളിയിൽ പോകാൻ വഴിയില്ല, അദ്ദേഹം കമ്മ്യൂണിസ്റ്റുകാരനാണ്. നിങ്ങൾ എന്തിനാണ്, അദ്ദേഹത്തിന് മാറ്റമുണ്ടാകും രോഗം വന്നതുകൊണ്ട് എന്ന് വിചാരിച്ചത് കൊണ്ടാണോ നിങ്ങൾ ചോദിച്ചത്? അപ്പോൾ ഷാവേസ് പറഞ്ഞു, ഞാൻ ചോദിച്ചത് കാസ്ട്രോയോടായിരുന്നില്ല, അത് കാസ്ട്രോയ്ക്ക് മനസ്സിലായി, ഞാൻ ചോദിച്ചത് ബുഷിനോടായിരുന്നു എന്നാണ്. കാസ്ട്രോയുടെ മുഖത്ത് നോക്കിയാണ് ഞാൻ ചോദിച്ചതെങ്കിൽ അത് ബുഷിനോടുള്ള ചോദ്യമായിരുന്നു ഞാൻ ചോദിച്ചത് എന്നാണ്. കാരണം ഇവാഞ്ചലിക്കൽ ഏറ്റവും വലിയ മതേതരത്വത്തിൻ്റെ സംഭാഷണം നടത്തുകയും ഇവാഞ്ചലിക്കൽ പ്രസ്ഥാനത്തിൻ്റെ ഭാഗത്തു നിന്നുകൊണ്ട് ലോകത്തെ ഏറ്റവും വലിയ ഏകാധിപതിയാവാൻ ശ്രമിക്കുകയും ചെയ്യുന്ന, പ്രത്യേകിച്ചും ഇസ്ലാമിക വിരുദ്ധ അല്ലെങ്കിൽ ഇറാഖിനെതിരെ, ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല, നമ്മൾ ഒരുപാട് സംസാരിച്ചിട്ടുള്ളതാണ്. അത്രയും വലിയ ഭീകരമായ പ്രവർത്തനങ്ങൾക്ക് നിൽക്കുകയും ചെയ്യുന്ന ആളാണ് ബുഷ്. ആ ബുഷിനോടാണ് ചോദിച്ചത്, എൻ്റെ കൂടെ ഞായറാഴ്ച പള്ളിയിൽ വരാൻ തയ്യാറുണ്ടോയെന്ന്. കാരണം ഷാവേസിൻ്റെ പള്ളിയിൽ സാമ്രാജ്യത്വ വിരുദ്ധ രാഷ്ട്രീയമാണ് അവിടുത്തെ ദൈവശാസ്ത്രം എന്നതാണ് പ്രശ്നം. അപ്പോൾ യഥാർത്ഥത്തിൽ ദൈവശാസ്ത്രത്തിൻ്റെ ഇത്തരം പ്രയോഗ സാധ്യതകൾ ഒരു പക്ഷേ എന്നല്ല, എനിക്ക് തോന്നുന്നു അത് ഏറ്റവും കൂടുതൽ ശക്തമായി വന്നിട്ടുള്ളത് പ്രവാചകനിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ നീതിക്ക് വേണ്ടി ഉള്ള ഈ പോരാട്ടം, പാരിസ്ഥിതികമായ ഉള്ളടക്കത്തിൻ്റെ പോരാട്ടം, രാഷ്ട്രീയമായ പോരാട്ടം, ഇതൊന്നും സാമൂഹ്യമായ പോരാട്ടം, സാംസ്കാരികമായ പോരാട്ടം, ഇതൊന്നും തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്തമായ പോരാട്ടങ്ങളല്ല. ഇത് ഒരു മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ എല്ലാത്തിലും നിൽക്കുന്ന ഒരു മനുഷ്യൻ, ഇതിലെല്ലാത്തിലും ഇടപെടുന്ന ഒരു മനുഷ്യൻ, അയാളുടെ ഇടപെടലുകൾ എങ്ങനെയാകണമെന്ന് തീരുമാനിക്കുന്ന ആ ഒരു ബോധ്യമുണ്ടല്ലോ, ആ ഒരു ബോധ്യത്തിന് ഒരു പക്ഷേ എന്നല്ല, ഇന്ന് ലോകത്ത് ഏറ്റവും ആശ്രയിക്കാവുന്ന പ്രവാചക രൂപം മുഹമ്മദ് നബി തന്നെയാണ് എന്ന് എനിക്ക് കുറച്ച് വിശ്വാസമുണ്ട്. കാരണം അത് നേരത്തെ പറഞ്ഞതുപോലെ കൃത്യമായി ക്രോഡീകരിക്കപ്പെട്ടിരിക്കുന്നു എന്നതും അതിൻ്റെ ഒരു കാരണമാവാം. തീർച്ചയായും ഞാൻ ദീർഘമായി ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല, കാരണം ഇനി വർഗീസ് സാറുണ്ട്, മറ്റ് ആളുകളുണ്ട്. തീർച്ചയായും എനിക്ക് എൻ്റെ അറിവ് എത്രത്തോളം വളരെ കുറവായതുകൊണ്ട് ഇത്രയും എനിക്ക് പറയാൻ അറിയൂ. ഈ പറയാൻ അറിയുന്നത് വെച്ച് നിങ്ങളോട് എൻ്റെ അഭിപ്രായം ചോദിച്ചതിന് ഞാൻ പറഞ്ഞു. എന്നെ ക്ഷണിച്ചതിനും ഇത്രയും നേരം ക്ഷമിച്ചതിനും നന്ദി, അഭിവാദ്യം. ബഹുമാനനായ നീലകണ്ഠൻ സാറോടുള്ള കൃതജ്ഞത രേഖപ്പെടുത്തുകയാണ്. ഒരുപക്ഷെ ഭൗതികവാദത്തിൻ്റെയും മതേതരവൽക്കരണത്തിൻ്റെയും മരുപ്പറമ്പിൽ നിന്ന് ആത്മീയതയുടെ സാധ്യതകൾ തേടിക്കൊണ്ടിരിക്കുകയാണോ അദ്ദേഹം എന്ന് സംശയിച്ചു പോവുകയാണ് അദ്ദേഹത്തിൻ്റെ സംസാരം കേൾക്കുമ്പോൾ. ഇവിടെ തീർച്ചയായും മുമ്പ് കാലത്ത് മതത്തെയും ആത്മീയതയെയുമെല്ലാം ശത്രുപക്ഷത്തിന് നിർത്തി കല്ലെറിഞ്ഞിരുന്നൊരു രീതിക്ക് പകരം ആത്മീയതയുടെ സാധ്യതകളെ, ഋണാത്മകമായ സാധ്യതകളെ മനസ്സിലാക്കുകയും ആ സാധ്യതകൾ അംഗീകരിക്കുകയും ആ സാധ്യതകളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മതവിശ്വാസികളോട് സഹകരിക്കുകയും ചെയ്യുന്ന ഒരു നിലപാടിലേക്ക് പൊതുവിൽ ലോകത്തെല്ലായിടത്തും ബുദ്ധിജീവികളും ആക്ടിവിസ്റ്റുകളുമെല്ലാം വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത്. ഇവിടെ നീലകണ്ഠൻ സാറ് പറഞ്ഞ കാര്യങ്ങളിൽ എനിക്ക് ഒരു അഭ്യർത്ഥന എന്ന നിലയിൽ നീലകണ്ഠൻ സാറിനോട് പറയാനുള്ള കാര്യം അദ്ദേഹം തുടങ്ങിയെടുത്ത് തന്നെയാണ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ തീർച്ചയായും ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല, പരലോകത്തിൽ വിശ്വസിക്കുന്നില്ല, കാരണം അത് അന്വേഷിക്കണം എന്നെനിക്ക് തോന്നിയിട്ടില്ല. എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ധൈഷണികത, നമ്മുടെ തലച്ചോറ്, ആ തലച്ചോറ് കൊണ്ട് നമ്മൾ നമ്മുടെ ജീവിതത്തിലെ മുഴുവൻ പ്രശ്നങ്ങളെയും അപഗ്രഥിക്കുന്നു. നമ്മുടെ തലച്ചോറിനെ നമ്മൾ എല്ലായിടത്തേക്കും കൊണ്ടുപോകുന്നു. അത് ദൈവത്തിൻ്റെയും മരണാനന്തര ജീവിതത്തിൻ്റെയും കാര്യത്തിലേക്ക് മാത്രം എൻ്റെ മസ്തിഷ്കം ഞാൻ കൊണ്ടുപോവുകയില്ല എന്ന് വാശി പിടിക്കേണ്ടതുണ്ടോ എന്നാണ് വളരെ വിനയത്തോടു കൂടി എനിക്ക് ചോദിക്കാനുള്ളത്. കാരണം നമുക്ക് നൽകപ്പെട്ടിട്ടുള്ള ഈ മസ്തിഷ്കം, ആ മസ്തിഷ്കം ഉപയോഗിച്ച് നടത്തുന്ന ധൈഷണിക വ്യായാമങ്ങൾ, ആ ധൈഷണിക വ്യായാമങ്ങൾ തീർച്ചയായും കേരളീയ സമൂഹത്തിന് ഉപകാരപ്പെടുന്ന തരത്തിൽ നീലകണ്ഠൻ സാറിൻ്റെ ധിഷണ പല മേഖലകളിലായി വ്യാപരിക്കുകയാണ്. ആ ധിഷണയുടെ തന്നെ ഒരു സാധ്യതയാണ് ദൈവത്തെയും പരലോകത്തെയും കുറിച്ചുള്ള പരിചിന്തനങ്ങൾ. ആ പരിചിന്തനങ്ങൾ ആത്മാർത്ഥമായി നിർവഹിക്കണം എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അതോടൊപ്പം അദ്ദേഹം തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇവിടെ
നീതിക്ക് വേണ്ടി എന്നാലാകുന്ന വിധത്തിൽ ഞാൻ പരിശ്രമിക്കുന്നു, നന്മയ്ക്ക് വേണ്ടി എന്നാലാകുന്ന വിധത്തിൽ ഞാൻ പരിശ്രമിക്കുന്നു. എന്നിട്ട് അദ്ദേഹം കൂട്ടിച്ചേർത്തു, പക്ഷേ എന്താണ് നീതി, എന്താണ് നന്മ എന്ന കാര്യത്തിലായിരിക്കും തർക്കങ്ങൾ ഉണ്ടാവുക. അതുതന്നെയാണ് ഞാൻ അതിൽ കാണുന്ന ഏറ്റവും വലിയ പ്രശ്നവും. നമ്മുടെ സ്വന്തം തലച്ചോറിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ അന്വേഷണങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു നീതിക്കും നന്മക്കും വേണ്ടി നിലകൊള്ളുമ്പോൾ ചിലപ്പോൾ 10-15 വർഷം കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ നിലകൊണ്ടത് അനീതിക്കും തിന്മക്കും വേണ്ടി ആയിരുന്നു എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുക. ജോസഫ് സ്റ്റാലിൻ എന്ന് പറയുന്ന ഏകാധിപതി 7 പതിറ്റാണ്ട് കാലം റഷ്യയിൽ മനുഷ്യരെ കൊന്നൊടുക്കി സ്വകാര്യ സ്വത്ത് നിഷ്കാസനം ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷേ നീണ്ട പതിറ്റാണ്ടുകൾക്ക് ശേഷം മിഖായിൽ ഗോർബച്ചേവിന് മനസ്സിലായി സ്വകാര്യ സ്വത്ത് നിഷ്കാസനത്തിന് വേണ്ടി ഉള്ള ഉന്മൂലന ശ്രമങ്ങൾ തിന്മയായിരുന്നു എന്ന്. അത്തരം തിരിച്ചറിവ് വരാൻ ഒരുപാട് സമയമെടുക്കും. ആ സമയത്ത് നമുക്ക് ഖേദമുണ്ടാകുമെന്നല്ലാതെ നമ്മുടെ പ്രവർത്തനങ്ങളുടെ ഫലങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് കഴിയില്ല. അതാണ് പ്രശ്നം. സിമോൺ ദി ബുവക്ക് അവരുടെ ധിഷണ ഉപയോഗിച്ചുകൊണ്ട് ആലോചിച്ചപ്പോൾ ഗർഭഛിദ്രം നന്മയാണ്, ജനിച്ച കുഞ്ഞിനെ മുലയൂട്ടാതിരിക്കുന്നത് നന്മയാണ്, കുഞ്ഞിനെ എവിടെയെങ്കിലും ഉപേക്ഷിച്ചു പോകുന്നതും നന്മയാണ്. അത് അവരുടെ തലച്ചോറിൻ്റെ അന്വേഷണത്തിൽ അവർ കണ്ടെത്തിയ നന്മയാണ്. ആ നന്മയെ നമുക്ക് അംഗീകരിക്കാൻ കഴിയുമോ എന്നത് വേറെ പ്രശ്നം. അപ്പോൾ നന്മ എന്ന് പറയുന്നത് നമ്മുടെ തലച്ചോറ് കൊണ്ട് അന്വേഷിക്കുമ്പോൾ വളരെ ആപേക്ഷികമാണ്. അവിടെ ഞാൻ പറയുന്നു, എന്താണ് ധർമ്മമെന്നും എന്താണ് അധർമ്മമെന്നും നമ്മുടെ തലച്ചോറ് കൊണ്ട് ഒരിക്കലും തീരുമാനിക്കാൻ കഴിയില്ല. അത് നമ്മെ അബദ്ധങ്ങളിലേക്ക് നയിക്കും. അവിടെ അബദ്ധങ്ങളില്ലാത്തൊരു ധാർമ്മിക പദ്ധതി നമുക്ക് ലഭിക്കണമെങ്കിൽ ദൈവികമായ മാർഗദർശനത്തിലേക്ക് തന്നെ കടന്നു പോകണം. ആ ദൈവികമായ മാർഗദർശന പ്രകാരം പ്രവാചകന്റെ ജീവിതം ക്രമീകരിക്കപ്പെട്ടു എന്ന് പറയുന്നത് പ്രസക്തമാകുന്നത് അതുകൊണ്ടാണ്. CR നീലകണ്ഠൻ സാറിൻ്റെ സംസാരം യഥാർത്ഥത്തിൽ വളരെ അത്ഭുതത്തോടു കൂടിയാണ് ഞാൻ വീക്ഷിച്ചത്. കാരണം പ്രവാചകന്റെ ജീവിതത്തെ വളരെ ആഴത്തിൽ അപഗ്രഥിക്കുകയും നബി വ്യക്തിത്വത്തിൻ്റെ സമഗ്രതയിലേക്ക് പോവുകയും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ മുഴുവൻ തലങ്ങളെയും സ്പർശിക്കുന്നു എന്ന് വളരെ കൃത്യമായി തിരിച്ചറിയുകയും ഒരു രാഷ്ട്രീയ പ്രവർത്തകന് വേണ്ട മാതൃക പോലും ആ ജീവിതത്തിലുണ്ട് എന്ന് മനസ്സിലാക്കുകയും എല്ലാം ചെയ്തിട്ടുള്ള ഒരു സംസാരം. ആ സംസാരം അടുത്ത കാലത്ത് ഞാൻ കേട്ടിട്ടുള്ള, മലയാളത്തിൽ കേട്ടിട്ടുള്ള മുസ്ലിം അല്ലാത്ത ഒരാളിൽ നിന്നുള്ള ഏറ്റവും ആഴമുള്ള നബി അപഗ്രഥനമാണ് എന്ന് എനിക്ക് തോന്നുന്നു. ആ അപഗ്രഥനത്തെ അല്പം കൂടി വികസിപ്പിച്ചാൽ പ്രവാചകന്റെ ധാർമ്മികത എന്തുകൊണ്ട് ഇപ്രകാരം നിഷ്കൃഷ്ടമായി എന്ന് മനസ്സിലാക്കാൻ സാറിന് കഴിയും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. അങ്ങോട്ട് സാറിൻ്റെ അന്വേഷണങ്ങൾ വികസിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നീലകണ്ഠൻ സാറിന് നിച്ച് ഓഫ് ട്രൂത്തിൻ്റെ ഉപഹാരം സമർപ്പിക്കുന്നതിന് വേണ്ടി നിച്ച് ഓഫ് ട്രൂത്തിൻ്റെ അഡ്മിനിസ്ട്രേറ്റർ കൂടിയായ ബഹുമാനനായ സുഹൃത്ത് മുഹമ്മദ് അമീറിനെ ക്ഷണിക്കുന്നു. ഇനി അടുത്തതായി നമ്മളോട് സംസാരിക്കുന്നത് ബഹുമാനനായ KC വർഗീസ് സാറാണ്. അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട CR നീലകണ്ഠൻ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, CRൻ്റെ ദൈവവിശ്വാസം ഇപ്പോൾ ഒരു പുതിയ തർക്കവിഷയം ആയിരിക്കുകയാണ്. എനിക്കതേക്കുറിച്ച് പറയാനുള്ളത്, CRന് ദൈവവിശ്വാസം ഇല്ലെങ്കിലും ദൈവത്തിന് അദ്ദേഹത്തെ വിശ്വാസമുണ്ട്. അങ്ങനത്തെ ധാരാളം ആളുകളുണ്ട് ഇവിടെ. ഈ ദൈവത്തിൽ വിശ്വസിക്കുന്നവരും ദൈവം വിശ്വസിക്കുന്നവരും അങ്ങനെ 2 വിഭാഗം ആളുകളുണ്ട്. തിയോളജിയിലെ ഒരു പ്രത്യേക പാഠഭാഗമാണ്. ഞാൻ അവസാനത്തെ പ്രസംഗനാണ്, കൂടുതൽ വിശദീകരിക്കാനുള്ള ആ വിഷയം ഞാൻ അങ്ങ് വിടുകയാണ്, സൂചിപ്പിക്കുക മാത്രമാണ് ചെയ്തത്. അതുകൊണ്ട് അദ്ദേഹത്തിലുള്ള വിശ്വാസം നീണ്ടു നിൽക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അദ്ദേഹം വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കുകയോ ചെയ്യട്ടെ. ഈ ദൈവവിശ്വാസം എന്ന് പറയുന്ന എല്ലാവരിലും ഒന്നും അങ്ങനെ ദൈവത്തിന് വിശ്വാസം ഉണ്ടാകാൻ സാധ്യതയില്ല. ഈ മുടിയും പല്ലും മറ്റ് പലതരത്തിലുള്ള വിൽപ്പനയും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്നവരൊക്കെ ദൈവവിശ്വാസികളാണ്. എണ്ണത്തിൽ വളരെ കുറവായിരിക്കും ഈ ദൈവവിശ്വാസം ഇല്ലെന്ന് ഇങ്ങനെ പരസ്യമായി സ്റ്റേജിൽ നിന്ന് പറയാൻ ധൈര്യപ്പെടുന്ന ആളുകൾ. അതുകൊണ്ട് അവരൊക്കെ നമുക്ക് ദൈവവിശ്വാസികൾക്ക് മാപ്പ് കൊടുക്കാം. അതിനെ ഒരു ക്രൈമായി കുറ്റമായി കാണണ്ട. മേശപ്പുറത്ത് 3 പൊതിക്കെട്ടുകൾ വന്നപ്പോൾ മുതൽ ഞാനിത് എന്തിനാണെന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കുകയായിരുന്നു. ഇപ്പോൾ മനസ്സിലായി, അതിന് ഒരു പൊതി എനിക്കും കൂടെ അവകാശപ്പെട്ടതാണ്. അപ്പോൾ അതിൽ പുസ്തകങ്ങളാണ്. അപ്പോൾ ഞാൻ ഈ വിഷയവുമായി എനിക്കിപ്പോൾ ഞാനൊരു 3 പുസ്തകത്തെ സൂചിപ്പിച്ചുകൊണ്ട് എൻ്റെ വിഷയത്തിലേക്ക്, നബിയുടെ ജീവിതവും സന്ദേശവും എന്ന വിഷയത്തിലേക്ക് കിടക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഞാൻ അടുത്ത കാലത്ത് വായിച്ച 3 പുസ്തകത്തിൽ 2 ഞാൻ മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്തു, മറ്റേത് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടില്ല. 3 ഇംഗ്ലീഷ് പുസ്തകങ്ങളാണ്. MH ഖാർ എന്ന് പറയുന്ന ബ്രിട്ടീഷ് എഴുത്തുകാരൻ ദ 100 പേരുടെ മനുഷ്യ ചരിത്രത്തെ സ്വാധീനിച്ച 100 ആളുകളുടെ ഒരു
ഓർഡർ തയ്യാറാക്കി, ഒരു ലിസ്റ്റ് തയ്യാറാക്കിയിട്ട് മുഹമ്മദ് നബിയെ 1-ാം സ്ഥാനത്തും യേശു ക്രിസ്തുവിനെ 9-ാം സ്ഥാനത്തും യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ ഒരിക്കലും കണ്ടിട്ട് പോലും ഇല്ലാത്ത സെൻറ്റ് പോളിനെ 3-ാം സ്ഥാനത്തും പ്രതിഷ്ഠിക്കുകയുണ്ടായി. ബാക്കി 100 പേരുണ്ട് കേട്ടോ. ഈ കാരണം ഒരു ദൈവവിശ്വാസിയൊന്നും അല്ല, ശുദ്ധ സെക്കുലറിസ്റ്റാണ്. ഹിസ്റ്ററിയെ, മനുഷ്യ ചരിത്രത്തെ സ്വാധീനിച്ച വ്യക്തികളെന്ന നിലയില്ല. അതാണ് ഒരു പുസ്തകം. രണ്ടാമത്തെ പുസ്തകം, അതും ഞാൻ ഈ പറയുന്ന ഇതിൽ 3 പുസ്തകങ്ങൾ, രണ്ടാമത്തെ പുസ്തകമായ ദ ഹിസ്റ്റോറിക്കൽ റോൾ ഓഫ് ഇസ്ലാം, ഇസ്ലാമിൻ്റെ ചരിത്രപരമായ പങ്ക് എന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതിയ M.N. റോയിയെ നിങ്ങൾക്ക് പരിചയമുണ്ടാകും. ആ പുസ്തകം ഞാനാണ് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്തത്. ഇപ്പോൾ അത് ഇസ്ലാമിക് പുസ്തകങ്ങൾക്ക് വെക്കുന്നുണ്ട്. റോയി ഒരു നല്ല കമ്മ്യൂണിസ്റ്റാണ്. കമ്മ്യൂണിസ്റ്റരെന്ത് പറഞ്ഞാലും ഒരു പക്ഷേ മാക്സിനെ മനസ്സിലാക്കിയ ഒരു അതുല്യ പ്രതിഭ. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളൊക്കെ ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ നിന്നാണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. നമുക്ക് മലയാളത്തിൽ കമ്മ്യൂണിസ്റ്റുകാരൊക്കെ കൈയൊഴിഞ്ഞ ഒരു കക്ഷിയാണ് റോയ്. അദ്ദേഹത്തിൻ്റെ വളരെ പ്രസിദ്ധമായ ഒരു പുസ്തകമാണ് ഇസ്ലാമിൻ്റെ ചരിത്രപരമായ പങ്ക്. അതായത് മുഹമ്മദ് നബിക്കും ഇസ്ലാമിനും ഹിസ്റ്ററിയിൽ ചരിത്രത്തെ എങ്ങനെ സ്വാധീനിച്ചു എന്നുള്ളതിൻ്റെ വളരെ രസകരമായ ഒരു പഠനമാണ്. പറ്റി നിങ്ങൾ ആ പുസ്തകം വായിക്കണം. 3-ാമത്തെ പുസ്തകം അടുത്ത കാലത്ത് അന്തരിച്ച അസ്ഗർ അലി എഞ്ചിനീയറുടെ റെലവൻസ് ഓഫ് ഇസ്ലാം ടു ദിസ് ഏജ്, ഇസ്ലാമിൻ്റെ ഈ കാലഘട്ടത്തിലെ പ്രാധാന്യം. ആ പുസ്തകവും ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇപ്പോൾ ഒലിവ് ബുക്സ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. 3-4 എഡിഷനായി. ധാരാളം വായനക്കാരുള്ള ഒരു പുസ്തകമാണ്. ഇപ്പോൾ ഈ അസ്ഗർ അലി എഞ്ചിനീയർ അറിയപ്പെടുന്ന ഒരു ഇസ്ലാമിലെ വിമോചന ദൈവശാസ്ത്രജ്ഞൻ എന്നാണ് അറിയപ്പെടുന്നത്. സാധാരണഗതിയിൽ ദൈവശാസ്ത്രം എന്ന പ്രയോഗം ക്രിസ്ത്യാനികൾക്കല്ലാതെ മുസ്ലിങ്ങൾക്ക് പറയാറില്ല, ഹിന്ദുക്കളും പറയാറില്ല. കാരണം അവർക്ക് വേറൊരു സമീപനമാണ് അതിനോടുള്ളത്. അപ്പോൾ ഈ തിയോളജി എന്നുള്ളൊരു കൺസെപ്റ്റ്, ഈ തിയോളജിയൻസ് പലരും ദൈവവിശ്വാസികളല്ല കേട്ടോ. അങ്ങനെ ഒരു കാര്യം കൂടെ ഉണ്ട്. അങ്ങനെ അല്ലാത്തവരുണ്ട്. എല്ലാ തിയോളജിയൻസും ദൈവത്തിൽ വിശ്വസിക്കുന്നവരോ പള്ളി പോകുന്നവരോ ഒന്നുമല്ല. പക്ഷേ അവർ വളരെ ഉയർന്ന തിയോളജിയൻസാണ്. ദൈവം ഇല്ലെന്ന് പറഞ്ഞ നിഷെ ഒരു വലിയ തിയോളജിയനായിരുന്നു, ഫ്രെഡറിക് നിഷെ. ഡെത്ത് ഓഫ് ഗോഡ് തിയോളജി, അല്ല ദൈവത്തിൻ്റെ ദൈവമരണത്തിൻ്റെ ദൈവശാസ്ത്രം എന്നാണ് നിഷയുടെ സിദ്ധാന്തം അറിയപ്പെടുന്നത്. അങ്ങനെ ഒത്തിരി ആളുകളുണ്ട്. പോട്ടെ, ഈ അസ്ഗർ അലിയുടെ ഈ റിലവൻസ് ഓഫ് ഇസ്ലാം എന്തുകൊണ്ടാണ് കേരളത്തിലെ മുസ്ലിങ്ങൾ ഇതുപോലെ തള്ളിക്കളഞ്ഞതല്ലേ, അവഗണിച്ചത് എന്ന് ഞാൻ പലപ്പോഴും ആശങ്കപ്പെട്ടിട്ടുണ്ട്. അത് ഞാൻ അസ്ഗർ അലിയെ വിശദീകരിക്കാനല്ല. ഇസ്ലാമിനൊരു വിമോചന ദൈവശാസ്ത്രം ആവശ്യമുണ്ട്, അല്ലെങ്കിൽ ഒരു ദൈവശാസ്ത്രം ആവശ്യമുണ്ട്. എന്താണ് ദൈവശാസ്ത്രം? അത് സമയം അനുവദിക്കുമെങ്കിൽ ഞാൻ ആ വിഷയത്തിലേക്ക് കിടന്നോളാം. എനിക്ക് നിർദ്ദേശിച്ചിരിക്കുന്ന ആ വിഷയത്തിൻ്റെ 4 അതിരുകൾക്കുള്ളിലേക്ക് തന്നെ ഞാൻ വരാൻ നോക്കുകയാണ്. എന്താണ് പ്രവാചകൻ മുഹമ്മദിൻ്റെ സംഭാവന? ചരിത്രത്തിൽ അദ്ദേഹം, അല്ലെങ്കിൽ മനുഷ്യരാശിക്ക് അദ്ദേഹം നടത്തിയ പ്രധാന സംഭാവന എന്താണ്? എനിക്ക് തോന്നുന്നു അദ്ദേഹം ഇസ്ലാം ചരിത്രത്തിലെ മറ്റ് പലതിൻ്റെയും ബദലായിരുന്നു. ഇറ്റ്സ് ആൻ ഓൾട്ടർനേറ്റീവ്. നമ്മൾ ഈ ടൗൺ ഹാള് പഴകി ജീർണിച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ തൂണും കാലുകളൊക്കെ ചിലപ്പോൾ മാറ്റേണ്ടി വരും. പുതിയൊരു രൂപത്തിൽ ഇതിനെ സംവിധാനം ചെയ്യേണ്ടി വരും. ഇതിന് ബദൽ, അല്ലെങ്കിൽ ഇതിനൊരു ഓൾട്ടർനേറ്റീവായിട്ടുള്ളൊരു സൃഷ്ടി ഉണ്ടാവേണ്ടി വരും. ഇപ്പോൾ ചരിത്രത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഒക്കെ ഒരു നൈരന്തര്യം, അല്ലെങ്കിൽ ഒരു അനുസ്യൂതത, ഒരു തുടർച്ച, അതിൽ പലതിനും ബദലാകുവാൻ ഇസ്ലാമിന് കഴിയും. അതിലേറ്റവും ബദലായി ഇസ്ലാം അവതരിപ്പിച്ചത് മോണോതീസം അഥവാ ഏക ദൈവ വിശ്വാസമാണ്. നമുക്കറിയാം, ഈ ദൈവ വിശ്വാസം അല്ലെങ്കിൽ ദൈവം ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ വ്യഭിചരിക്കപ്പെട്ടിട്ടുള്ള, ദുരുപയോഗം ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു വാക്കാണ്. ദൈവത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ആർക്കും ആരെയും ആക്രമിക്കാം, എന്ത് അതിക്രമവും കാണിക്കാം എന്നുള്ള ഒരു രീതി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ദൈവം മനുഷ്യനെ അദ്ദേഹത്തിൻ്റെ അവിടുത്തെ രൂപത്തിലും സാദൃശ്യത്തിലും ഉണ്ടാക്കിയെന്ന് ബൈബിൾ പറയുന്നുണ്ട്, ഖുർആൻ അത് സമ്മതിക്കുന്നുണ്ട്. പക്ഷെ മനുഷ്യരെന്താണ് ചെയ്തത്? അവർ ദൈവത്തെ അവരുടെ രൂപത്തിലും സാദൃശ്യത്തിലും ഉണ്ടാക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ഈ പോളിത്തീസം, ബഹുദൈവ വിശ്വാസം പ്രാബല്യത്തിൽ വരുന്നത്. അതായത് മാംസഭോജിയായ ഒരു മനുഷ്യൻ
അവൻ്റെ ദൈവവും മാംസഭോജിയാണെന്ന് സങ്കല്പിച്ചു. അതുകൊണ്ട് ആടിനെയും പശുവിനെയും ഒക്കെ വെട്ടി അറുത്ത് അതിൻ്റെ മാംസം ദൈവത്തിന് കൊടുക്കുകയാണെന്നുള്ള പേരിൽ ബലിയർപ്പണം തുടങ്ങി. അങ്ങനെ അവരവർക്ക് ആവശ്യമുള്ള തരത്തിൽ ഒരു ദൈവത്തെ ഉണ്ടാക്കുക. അത് ശ്രീകൃഷ്ണനും ശ്രീരാമനും ഒക്കെ നമ്മൾ അങ്ങനെ കാണാം. എല്ലാ മതത്തിലും ഈ പോളിതീസത്തിൻ്റെ എലിമെൻറ്റ്സ് ബഹുദൈ അവരവർക്ക് ആവശ്യമുള്ളതില്ല ഓരോരോ ദൈവത്തെ ഉണ്ടാക്കുക. ഇതിനു ബദലായി എന്താണ് യഥാർത്ഥ ദൈവം, എന്താണ് ദൈവികത എന്ന് ഇപ്പോൾ ഈ ഞങ്ങൾ വിമോചന ദൈവശാസ്ത്രത്തിൻ്റെ ആളുകൾ ഇപ്പോൾ ദൈവം എന്ന വാക്ക് പോലും ഉപയോഗിക്കാറില്ല, മറിച്ച് ദിവ്യത എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. നോട്ട് ഗോഡ് നോട്ട് ആസ് എ പേഴ്സൺ ബട്ട് ആസ് എ പവർ. അതിന് വ്യക്തിവൽക്കരിക്കപ്പെട്ട് കഴിയുമ്പോൾ എൻ്റെ ദൈവം CR നീലകണ്ഠൻ്റെ ആകൃതിയിലോ മറ്റേ അദ്ദേഹത്തിൻ്റെ ആകൃതിയിലൊക്കെ വന്നു പോകും. അതുകൊണ്ട് അമൂർത്തമായ ഒരു സങ്കല്പത്തിലേക്ക് ദൈവത്തെ കൊണ്ടുവരിക എന്ന അർത്ഥത്തിലാണ് ദൈവത്തെക്കാൾ നന്നായിരിക്കുക ദിവ്യത എന്ന പ്രയോഗമായിരിക്കും എന്നൊരു അഭിപ്രായം ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അതെന്തുമായിട്ട് അപ്പോൾ ഈ ഏകദൈവ വിശ്വാസം, ദൈവമെന്ന് പറയുന്നത് ഒരു അൾട്ടിമേറ്റ് റിയാലിറ്റിയെക്കുറിച്ചുള്ള ഒരു ആത്യന്തിക യാഥാർത്ഥ്യത്തെക്കുറിച്ചുള്ള അന്വേഷണമാണ്, പഠനമാണ്. ബൈബിൾ പറയും, നിൻ്റെ ഹൃദയത്തിൽ നീ നീതി പ്രവർത്തിച്ച് ജീവിക്കേണ്ടതിന് വേണ്ടി, നീ നീതികേട് പ്രവർത്തിക്കാതിരിക്കേണ്ടതിന് വേണ്ടി നിൻ്റെ ഹൃദയത്തിൽ ദൈവത്തെക്കുറിച്ചുള്ള ഭയം നിക്ഷേപിച്ചിരിക്കുന്നു. യെശയ്യാപ്രവാചകൻ പറയുന്നുണ്ട്. അപ്പം ദൈവം നമ്മുടെ ഉള്ളിൽ നിക്ഷേപിക്കപ്പെട്ടിരിക്കുന്ന ഒരു വിത്താണ്. അതെങ്ങനെ വളരുന്നു, നമ്മളെങ്ങനെ വളർത്തുന്നു. അതുകൊണ്ട് ദൈവം കൃത്യമായി എവിടെ ഇരിക്കുന്നു എന്ന് അന്വേഷിക്കുകയോ, ദൈവത്തിൻ്റെ മൊബൈൽ ഫോൺ അന്വേഷിക്കുകയോ, ഇമെയിൽ ID അന്വേഷിക്കുകയോ ചെയ്തിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഇത് നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നു, മനുഷ്യരിൽ വസിക്കുന്നു. അപ്പോൾ സൃഷ്ടികളെക്കുറിച്ചുള്ള പഠനം സ്വാഭാവികമായും സൃഷ്ടാവിലെത്തും. ഈ പുസ്തകം തുറന്ന് നോക്കിയാൽ ഉടൻ ആദ്യം നോക്കുക, ഈ പുസ്തകം ആരാണ് എഴുതിയത്, അതിൻ്റെ സൃഷ്ടാവിൻ്റെ അതെഴുതാനുള്ള ആധികാരികത എന്താണ്. ഇത് മനസ്സിലാക്കിയതിന് ശേഷമേ ഒരു വായനക്കാരൻ ആ പുസ്തകത്തിലേക്ക് പോകും. അപ്പോൾ ദൈവത്തിലേക്ക് മനുഷ്യൻ എത്തുന്നത് ദൈവത്തിൻ്റെ സൃഷ്ടികളെ നോക്കിക്കൊണ്ടാണ്. സൃഷ്ടികളുമായിട്ടുള്ള ഒരു ബന്ധം, അവിടെ അത് സൃഷ്ടാവിലേക്ക് എത്തുന്നു. അങ്ങനെ എത്തുമ്പോൾ മതം ഒരു സംഘടനാ രൂപത്തിൽ ആവിർഭവിക്കുന്നു. ലോകത്തിലെ മതങ്ങളെ നമുക്ക് 2 തരത്തിൽ തിരിക്കാം. ഒന്ന് വൈദിക മതങ്ങളും മറ്റൊന്ന് സാങ്കല്പിക മതങ്ങളും. ഈ വൈദിക മതങ്ങളെന്ന് പറഞ്ഞാൽ വൈദികന്മാർ നടത്തുന്നതല്ല. വൈദികൻ എന്നുള്ള വാക്ക് ഇപ്പോൾ തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട്. പുരോഹിതൻ എന്ന അർത്ഥത്തിൽ ആളുകൾ അതിനെ തെറ്റിദ്ധരിക്കുന്നുണ്ട്. അതൊരു വയറ്റിപ്പഴുപ്പ് ഏർപ്പാടാണ് ഈ പുരോഹിതൻ. അത് വൈദികൻ അങ്ങനെയല്ല, വേദം പഠിച്ചവനും വേദം പിന്തുടരുന്നവനും വേദം പാലിക്കുന്നവനുമാണ്. വൈദിക വൃത്തി എന്ന് പറഞ്ഞാൽ അതാണ്. അപ്പം ഇതിഹാസങ്ങൾ, വേദങ്ങളിൽ നിന്ന് മതം രൂപപ്പെടുന്നു. അങ്ങനെയാണെങ്കിൽ ലോകത്ത് ആദ്യമുണ്ടായ വേദം ഒരു ഏകദൈവ വിശ്വാസത്തിൻ്റെ വേദമാണ്. ഇന്ന് പലരും ധരിച്ചിരിക്കുന്നത് പോലെ അത് ബൈബിൾ പഴയ നിയമമോ ഭഗവത്ഗീതയോ രാമായണമോ ഒന്നുമല്ല, മറിച്ച് സൗരാഷ്ട്ര മതത്തിൻ്റെ അടിസ്ഥാന ഗ്രന്ഥമായി കരുതുന്ന സെന്ത അവസ്ഥ ആണ് ആദ്യത്തെ വേദ ഗ്രന്ഥം. ഈ സെന്തവസ്ഥ ഇറാനിലാണ് രൂപപ്പെടുന്നത്. ഈ മതത്തിൻ്റെ ബേസിക് അടിസ്ഥാന ധാരണ എന്ന് പറയുന്നത് ലോകത്തിൽ 2 ശക്തികൾ ലോകത്തെ മുന്നോട്ട് നയിക്കുന്നു. ഒന്ന് നന്മയുടെ ശക്തിയും മറ്റൊന്ന് തിന്മയുടെ ശക്തി. അഹൂറ മസ്ദ എന്ന് പറയുന്നത് ഏകദൈവം തന്നെയാണ്. അറബി ഭാഷയിൽ അള്ളാഹു എന്ന് പറയുന്നതിനും ഹീബ്രു ഭാഷയിൽ യഹോവ എന്ന് പറയുന്നതിനും ലാറ്റിനിൽ തിയോ എന്ന് പറയുന്നതിനും തുല്യമായ രീതിയിൽ പാഴ്സി ഭാഷയിൽ ഏകദൈവത്തിന് കൊടുത്തിരിക്കുന്ന പേരാണ് അഹൂറ മസ്ദ. ഈ അഹൂറ മസ്ദ നന്മയുടെ പ്രതീകമാണ്. ഈ ഇറാനി സെൻ്റവേസ്തയുടെ സങ്കല്പം അനുസരിച്ച് ഈ ദൈവത്തെ അങ്ങനെ സർവശക്തനെന്ന് വിളിക്കാൻ പറ്റില്ല. കാരണം ഈ ദൈവത്തിന് തിന്മ ചെയ്യാനുള്ള കഴിവില്ല, നന്മ ചെയ്യാനേ കഴിയൂ. കാരണം നന്മ മാത്രമാണ്, തിന്മ ചെയ്യാനുള്ള ജോലി ഇതിൻ്റെ എതിർശക്തിയായ അങ്ക്രിമാൻ അഥവാ ഇബ്ലീസ് അഥവാ പിശാച് എന്നൊക്കെ നമ്മൾ പറയുന്ന ഡെവിൾ എന്നൊക്കെ പറയുന്ന ഒരു പ്രതികൂല ശക്തിയാണ്. ദൈവത്തിൽ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും, ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, അല്ല ഇപ്പം ആരെന്തൊക്കെ തർക്കിച്ചാലും ഈ 2 ശക്തികൾ ലോകത്തില്ലെന്ന് ആർക്കും പറയാൻ പറ്റില്ല, നന്മയും തിന്മയും. ഈ നന്മയുടെ പ്രതിരൂപമാണ് ദൈവം, നന്മയാണ് ദൈവം.
ഞാനിവിടെ ആദ്യം വരുമ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരുന്ന ഒരു ഉസ്താദ് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കേട്ട് ശ്രദ്ധിച്ചു. ഈ ദൈവത്തെക്കുറിച്ചുള്ള ഭയം കണ്ടമാനം നമ്മൾ കുട്ടികളുടെ മനസ്സിൽ ചെലുത്തരുത് എന്ന് അദ്ദേഹം പറഞ്ഞു. വളരെ ആകർഷണീയമായി എനിക്ക് തോന്നി. സാധാരണ ദൈവത്തെ ഭയങ്കരമായി പേടിപ്പിക്കുന്ന തരത്തിലാണ് അവതരിപ്പിക്കാറുള്ളത്. ദൈവം നന്മയാണെങ്കിൽ ദൈവത്തെ നാം ഭയപ്പെടേണ്ടതെന്തിന്? അപ്പം ഭയമെന്ന് പറയുന്ന ഒരു പ്രശ്നം അവിടെ ഇല്ല. പിന്നെ രണ്ട് വാക്കുകളുടെ പ്രശ്നം. വിശ്വാസി എന്ന വാക്കും ഈ സെമറ്റിക് മതങ്ങൾ മാത്രം പിന്തുടരുന്ന ഒരു വാക്കാണ്. യഥാർത്ഥത്തിൽ ആ വാക്ക് വേണ്ടിയത്, അല്ലെങ്കിൽ മലയാളത്തിൽ അത് നമ്മൾ ഉപയോഗിക്കേണ്ടത് ദൈവഭക്തൻ എന്നായിരിക്കുന്നു. ഭക്തൻ എന്ന് പറഞ്ഞാൽ ആ വാക്കിൻ്റെ അർത്ഥം നിഷ്പത്തി ഭയത്തിൽ നിന്നുള്ള മുക്തിയാണ്. ഭയത്തിൽ നിന്ന് മുക്തി പ്രാപിക്കുന്നതാണ് ഭക്തി. അപ്പോൾ ദൈവഭക്തൻ മറ്റൊന്നിനെയും ഭയപ്പെടുന്നില്ല. അപ്പോൾ ഈ വിശ്വാസി ചിലപ്പോൾ അവിശ്വാസിയായെന്നൊക്കെ വരും. ഇപ്പോൾ വിശ്വാസിയായവൻ അടുത്ത വേള അവിശ്വാസിയാവും. അസംബ്ലിയിൽ നോമിനേഷൻ കൊടുക്കുമ്പോൾ ഒന്ന് പറയും, സത്യപ്രതിജ്ഞ ചെയ്യുമ്പം വേറൊന്ന് പറയും, സദസ്സിനെ കാണുമ്പോൾ വേറൊന്ന് പറയും. നിങ്ങളെ വിളിച്ചാൽ നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കും. ഇതൊരു നമ്മുടെ ഇടയിൽ വളർന്നു വരുന്നൊരു ബുദ്ധിജീവി കാപട്യമാണ്. ഒരിക്കലും തങ്ങൾ ആരാണെന്നോ എന്താണെന്ന് അവർ പിടികൊടുക്കില്ല. പക്ഷെ ആളുകൾക്കറിയാം എന്തായാലും എന്തെല്ലാം കുഴപ്പമുള്ളവനായാലും, പെൺവാണിപ്പക്കാരനായാലും പിടിച്ചുപറിക്കാരനായാലും ഭൂമി മാഫിയക്കാരനായാലും അവൻ ദൈവവിശ്വാസിയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല എന്നൊരു മിഥ്യാധാരണയിൽ നമ്മൾ അകപ്പെട്ടു പോയിട്ടുണ്ട്. അപ്പം ദൈവഭക്തിയല്ല, ദൈവവിശ്വാസമല്ല, ദൈവവിശ്വാസം വേണമെന്നല്ല ഞാൻ പറയുന്നത്. ഭക്തിയിലേക്ക് നിങ്ങളുടെ വിശ്വാസത്തെ നയിക്കണം. അത് ആ ഭക്തിയിലേക്ക് ഉയരേണ്ടതുണ്ട്. ഇവിടെയാണ് മതപാഠങ്ങളുടെ സ്ഥാനത്ത്, ഇംഗ്ലീഷിൽ മതപാഠത്തിന് പറയുന്നത് കാറ്റക്കിസം എന്നാണ്. അതായത് വേദപാഠങ്ങൾ. ക്രിസ്ത്യാനികളൊക്കെ അവരുടെ കുട്ടികളെയൊക്കെ പഠിപ്പിക്കുന്ന കാറ്റക്കിസം മെത്തേഡാണ്. അതായത് ചോദ്യങ്ങൾ ചോദിക്കുക, ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുക. ഈ ഭൂമി ലോകം എങ്ങനെ ഉണ്ടായി? ദൈവം സൃഷ്ടിച്ചു. എങ്ങനെ സ്ത്രീ പുരുഷന്മാരുണ്ടായി? ആദാമിനെ മണ്ണുകൊണ്ടുണ്ടാക്കി, എല്ലായിടത്ത് ഹവ്വയെ ഉണ്ടാക്കി. ഇങ്ങനെ ഒരു ചോദ്യം, ആ ചോദ്യത്തിനുള്ള ഉത്തരം. ഇതാണ് കാറ്റക്കിസം മെത്തേഡ്. ഈ ഒരു സ്ഥാനത്തേക്കാണ് തിയോളജി കാലുകൂത്തുന്നത്, അല്ലെങ്കിൽ രംഗപ്രവേശം ചെയ്യുന്നത്. ഇതുകൊണ്ട് പരിഹരിക്കാവുന്നതല്ല ഇന്ന് നമ്മൾ അഭിമുഖീകരിക്കുന്ന ദൈവശാസ്ത്ര സമസ്യകൾ, അല്ലെങ്കിൽ നമ്മുടെ മനുഷ്യൻ വിദ്യാഭ്യാസമുള്ള, പാണ്ഡിത്യമുള്ള, ചിന്താശേഷിയുള്ള മനുഷ്യൻ അഭിമുഖീകരിക്കുന്ന അസ്തിത്വപരമായ പ്രശ്നങ്ങളെ നമ്മുടെ പഴയ തരത്തിലുള്ള മതപാഠങ്ങൾ കൊണ്ട് നേരിടാവുന്നതല്ല. അതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. അവിടെ തിയോളജി ആവിർഭവിക്കേണ്ടതുണ്ട്. ഇത്തരം ചോദ്യങ്ങൾ നമ്മൾ എന്തിനാണ് ചോദിക്കുന്നത്? ഇപ്പോൾ മാർട്ടിൻ ലൂതറോട് അദ്ദേഹത്തിൻ്റെ ഒരു ശിഷ്യൻ ഒരിക്കൽ ചോദിച്ചു, അദ്ദേഹം സെമിനാരി അധ്യാപകനായിരുന്നു. അല്ല സാർ, ഈ മനുഷ്യനെ ലോകം ഉണ്ടാക്കുന്നതിന് മുമ്പ് ദൈവം എന്തെടുക്കുകയായിരുന്നു? ഈ ബുദ്ധിപരമായ ഒരു ചോദ്യം. അപ്പം ലൂതർ അതിനും പെട്ടെന്നൊരു മറുപടി പറഞ്ഞു, ഇത്തരം വിഡ്ഢിച്ചോദ്യങ്ങൾ ചോദിക്കുന്ന നിന്നെപ്പോലുള്ളവരെ തല്ലാൻ ദൈവം വടി ചെത്തിയൊരുക്കുകയായിരുന്നു. അപ്പം അല്ലാതെ ദൈവത്തെ ആര് സൃഷ്ടിച്ചു? ഇപ്പോൾ നമ്മുടെ യുക്തിവാദികളൊക്കെ ചോദിക്കുന്നൊരു ചോദ്യമായത്. വേറെ ഒരു പണിയില്ല, ഈ നേരെ കയറി അങ്ങ് പിടിക്കുക. ലോകത്ത് ഈ പ്രപഞ്ചത്തിൽ നടക്കുന്ന ഒരു കാര്യത്തിൽ അവർക്കൊരു താല്പര്യമില്ല. ദൈവം ഉണ്ടോ ഇല്ലയോ, ഇല്ലെന്ന് സ്ഥാപിച്ച് അടങ്ങും. ഇത് നമ്മളെ അവഗണിക്കുക. അവരുമായി ബുദ്ധിപരമായ ഒരു സംവാദം സാധ്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ അവർ മതഗ്രന്ഥങ്ങളിലേക്ക് വരട്ടെ. അപ്പം ഈ ദൈവം അല്ല, ദൈവത്തിൻ്റെ അസ്തിത്വമല്ല ഇവിടുത്തെ പ്രധാന പ്രശ്നം, മനുഷ്യൻ്റെ ജീവിതമാണ്. മനുഷ്യ ജീവിതത്തിന് നമുക്ക് എങ്ങനെ ഈ മതങ്ങളെ ഉപയോഗിക്കാം, ദൈവശാസ്ത്രത്തെ ഉപയോഗിക്കാം? മനുഷ്യ ജീവിതത്തിന് വിമോചനം എന്ന് പറയുന്നത് ആത്യന്തികമായി എല്ലാവരും ലക്ഷ്യമാക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് വിമോചന ദൈവശാസ്ത്രം ഒരു പൊളിറ്റിക്കൽ തിയോളജി കൂടിയാണ്, ഒരു രാഷ്ട്രീയ ദൈവശാസ്ത്രമാണ്. മതവും രാഷ്ട്രീയവും രണ്ടാണ് എന്ന തരത്തിൽ അതിനെ വെള്ളം കയറാത്ത അറകളായൊന്നും മാറ്റിവെക്കുന്നില്ല. അപ്പോൾ സെൻഡവേസ്റ്റയിൽ നിന്ന് രണ്ടാമത്തെ വൈദിക ഗ്രന്ഥം അല്ലെങ്കിൽ വേദഗ്രന്ഥം എന്ന് പറയുന്നത് തോറ അല്ലെങ്കിൽ തൗറാത്ത്, പഴയ നിയമ ഗ്രന്ഥങ്ങളാണ്. എനിക്ക് തോന്നുന്നു ഇസ്ലാമിക് ചരിത്രകാരന്മാർ പലപ്പോഴും സെൻഡവേസ്റ്റയെ അവഗണിക്കുകയും തോറായിൽ നിന്ന് തുടങ്ങുകയും ചെയ്യുന്നു. തോറ എന്ന് പറയുന്ന യഹൂദന്മാരുടെ തിരഞ്ഞെടുക്കപ്പെട്ട ജനമെന്ന് അവർ കരുതിയിരുന്ന, ഒരു ദൈവത്തിൻ്റെ സ്വന്തം ആളുകളെന്ന് അവർ കരുതിയിരുന്ന, തങ്ങളല്ലാത്ത മറ്റുള്ളവർ ആരും ഈ ലോകത്ത് ജീവിക്കാൻ അർഹരല്ലെന്ന് വിശ്വസിച്ചിരുന്ന, ആ രീതിയിൽ ഗ്രന്ഥങ്ങളിൽ കൃത്യമായി എഴുതി വച്ചിരുന്ന ഒരു പ്രത്യേക അനുഗ്രഹിക്കപ്പെട്ടവരെന്ന് അവർ തന്നെ സ്വയം വിളിക്കുകയാണ്.
എല്ലാവരും ഇപ്പോൾ നമ്മുടെ പല മന്ത്രിമാരൊക്കെ പറയുന്നതല്ല, ഞാൻ വലിയ ആളാണെന്ന് ഞാൻ സ്വയം പറയാം. അപ്പോൾ എൻ്റെ മതത്തെക്കുറിച്ച് ഞാൻ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, ഇതിനേക്കാൾ വലിയൊരു അതില്ല, അതൊക്കെ ആർക്കും പറയാം. ഇങ്ങനെ പറഞ്ഞ ഒരു സമൂഹമായിരുന്നു യഹൂദന്മാരുടേത്. അവരുടെ ഇടയിലേക്കാണ് ഈ തോറ വരുന്നത്. തോറയിൽ നിന്ന് മുസ്ലിം പൊതുവെ അംഗീകരിക്കുന്ന മൂന്നാമത്തെ വേദ ഗ്രന്ഥം ഇഞ്ചിൽ അഥവാ ഏവൻഗേലിയോൻ എന്ന് ഗ്രീക്കിൽ പറയും. യേശു ക്രിസ്തുവിൻ്റെ ജീവിത കഥയും ജീവിത സംഭവങ്ങളും ഒക്കെ ഭാഗികമായി ചരിത്രദൃഷ്ടിയിലും ചരിത്ര രീതിയിലും ഭാഗികമായി സാങ്കല്പിക രീതിയിലും എഴുതിയുണ്ടാക്കിയ പുസ്തകങ്ങളാണ് ബൈബിളിലെ പുതിയ നിയമങ്ങളെന്നും അറിയപ്പെടുന്ന ന്യൂ ടെസ്റ്റ്മെൻറ്റ്. അതിൻ്റെ സത്തയോ അല്ലെങ്കിൽ അതിൻ്റെ സാരത്തെയോ മുഹമ്മദ് നബി തള്ളിക്കളയുന്നില്ല, ഇസ്ലാം തള്ളിക്കളയുന്നില്ല. അതിനെ സ്വീകരിക്കുകയും അതിൻ്റെ സ്വാഭാവിക തുടർച്ചയാണ് താൻ അവതരിപ്പിച്ച അല്ലെങ്കിൽ തന്നിലൂടെ അവതരിപ്പിക്കപ്പെട്ട ഖുർആനെന്ന് നബി ലോകത്തെ പഠിപ്പിക്കുകയും ചെയ്തു. ഇവിടെയാണ് ഒരു പ്രാചീന സമൂഹത്തിൻ്റെ ഒരു പുതിയ സമൂഹത്തിൻ്റെ വിത്ത് പാകുകയും ഒരു പുതിയ തുടക്കം ഇതിന് അടിക്കലിടുകയും ചെയ്തു നബിയാണ്. വെറും ആശയപരമായ തലത്തിലല്ല. നമുക്കറിയാം കാർൽ മാർക്സ് ആണെങ്കിൽ പോലും മാർക്സിസത്തിന് ആശയപരമായ ഒരു അടിത്തറ ഒരുക്കിയതല്ലാതെ അതിൻ്റെ പ്രായോഗിക രൂപത്തെക്കുറിച്ച് അദ്ദേഹത്തിന് ധാരണകളൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അത് അനുയായികളുടെ കയ്യിലെത്തിയപ്പോൾ കുരങ്ങിൻ്റെ കയ്യിൽ കിട്ടിയ പൂമാല പോലെ ആയിപ്പോയത്. നബി ആശയങ്ങൾ പഠിപ്പിക്കുക മാത്രമല്ല, അതെങ്ങനെ പ്രയോഗത്തിൽ വരുത്താമെന്ന് സ്വന്തം ജീവിതം കൊണ്ട് തെളിയിക്കുകയും ചെയ്തു. അങ്ങനെ ഒരു ബദൽ സൃഷ്ടിച്ചു ദൈവശാസ്ത്രത്തിൽ. ആ നബിയുടെ ചര്യകൾ, ആ നബിയുടെ പ്രമാണങ്ങൾ അടങ്ങിയ പരിശുദ്ധ ഖുർആൻ, ഇതിൻ്റെ നിഴലിലാണ് നമ്മളിപ്പോൾ ഈ വായനയും പഠനവും ചിന്തയും ഒക്കെ ഇത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് മറ്റൊരു തരത്തിൽ വേറൊരു ബദലായി. എന്തിനാണ്? ക്രിസ്തുമതം വഴിതെറ്റിപ്പോവുകയും ഒരു ക്രിസ്ത്യാനിയായി ജീവിച്ചുകൊണ്ട് തന്നെ, ക്രിസ്ത്യാനിയാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് തന്നെ ഞാനത് പരസ്യമായി പറയുകയും എഴുതുകയും സമർത്ഥിക്കുകയും ചെയ്യുന്നു. വല്ലാതെ അബദ്ധത്തിൽ വീണുപോയ, വഴിതെറ്റിപ്പോയ ഒരു മതാത്മകതയാണ് ക്രിസ്തുമതം. ക്രിസ്തുമതം സാമ്രാജ്യത്വവുമായി കൂട്ടുചേർന്നു. ആദ്യത്തെ 4 നൂറ്റാണ്ടുകൾ അതതിൻ്റെ സംശുദ്ധമായ രീതിയിൽ നിലനിന്നെങ്കിലും റോമ ചക്രവർത്തിയായ കോൺസ്റ്റന്റൈൻ ക്രിസ്തുമതം സ്വീകരിച്ചതോടെ അദ്ദേഹം ക്രിസ്തുമതം കോൺസ്റ്റന്റൈനിസത്തെ സ്വീകരിക്കുകയാണ് ചെയ്തത്. അല്ലാതെ കോൺസ്റ്റന്റൈനിസം ക്രിസ്ത്യാനിറ്റിയെ സ്വീകരിക്കുകയല്ല ചെയ്തത്. അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞ ഈ സാങ്കല്പിക മതങ്ങൾ, അതായത് മിത്തോളജിക്കൽ റിലീജിയൻസ്, നമ്മുടെ ഹിന്ദുമതം, പുരാതന ഗ്രീക്ക് മതം, അപ്പോളോയും ആർത്തിമീസും വീനസും ഒക്കെ അടങ്ങിയ അവരുടെ സാങ്കല്പിക ദൈവങ്ങൾ, ഈ ഒരു ജനതയുടെ മേൽ ഒരു ദഹിക്കാത്ത സാധനം പോലെ അവർക്കടെ മേൽ കെട്ടിവെക്കുകയാണ് കോൺസ്റ്റന്റൈൻ ഈ ക്രിസ്തുമതത്തോട് ചെയ്തത്. അപ്പോൾ അവർക്ക് ഒരിക്കലും അവർ നേരത്തെ നിന്നിരുന്ന തലങ്ങളിൽ നിന്ന് ഒട്ടും പിന്മാറിയില്ല. അവർ ഉറച്ചു നിൽക്കുകയാണ് ചെയ്തത്. അവർ കന്യാമറിയത്തെ ആർത്തിമീസിൻ്റെ രൂപത്തിലും യേശുവിനെ അപ്പോളോയുടെ രൂപത്തിലും പുണ്യവാളന്മാരെ ടൈറ്റന്മാരുടെ അപ്പോസ്തലന്മാരെ ടൈറ്റന്മാരുടെ രൂപത്തിലും ഒക്കെ പുനഃസൃഷ്ടി ചെയ്തു. അതേക്കുറിച്ചൊക്കെ വളരെ വിപുലമായ പഠനങ്ങളും നമ്മുടെ ഇംഗ്ലീഷ് സാഹിത്യത്തിലൊക്കെ വന്നിട്ടുണ്ട്. കിടക്കട്ടെ. ഈ ഒരു ഇത് അവിടെ കോൺസ്റ്റന്റൈൻ സാമ്രാജ്യത്വവുമായിട്ട് ഇതിനെ കണ്ണുചേർത്തു. അപ്പോൾ സാമ്രാജ്യത്വത്തിന് പ്രചരിപ്പിക്കുവാൻ ഒരു മതം വേണമായിരുന്നു. അവിടെയാണ് അവർ ബൈബിളുമായി പിന്നല രാജ്യങ്ങളിലേക്ക് കടന്നു ചെന്നത്. ഞങ്ങളുടെ ബൈബിൾ നിങ്ങൾക്കും നിങ്ങളുടെ ഭൂമി ഞങ്ങൾക്കും എന്നുള്ള ഒരു സങ്കല്പത്തിലേക്ക് സാമ്രാജ്യത്വ മതം രൂപം മാറുകയാണ്. ഈ സാമ്രാജ്യത്വ മതത്തിൻ്റെ സ്ഥാനത്ത് പിന്നീടൊരു ഐഡിയോളജി രൂപപ്പെട്ടു. അതാണ് മുതലാളിത്തം അഥവാ ക്യാപിറ്റലിസം. കാർൽ മാർക്സ് നടത്തുന്ന മതവിമർശനങ്ങളിലെല്ലാം അദ്ദേഹത്തിൻ്റെ മുൻപിലുണ്ടായിരുന്നത് ഈ പറഞ്ഞ വൈദിക ഗ്രന്ഥങ്ങളൊന്നുമല്ല, യൂറോപ്പിലെ ക്രിസ്ത്യാനിറ്റിയായിരുന്നു. വികൃതമായ വികലമാക്കപ്പെട്ട ഒരു മതധാരയുടെ പിന്നാലെ ഒഴുകുകയും മുതലാളിത്ത ഉപഭോഗത്തിൻ്റെ കൺസ്യൂമറിസത്തിൻ്റെ അടിമകളായി വിശ്വാസികൾ മാറുകയും ചെയ്യുന്ന ഒരു രീതി അവിടെ വരികയാണ്. മതം അവർക്കൊരു പഠന വിഷയമല്ലാതായി മാറി. എന്നെ ഇപ്പോഴും അത്ഭുതപ്പെടുത്തുകയാണ് ഈ സായാഹ്നത്തിൽ, ഈ ചൂടോടെ, ഈ ഓഡിറ്റോറിയത്തിൽ ഇത്തരം വിഷയങ്ങൾ കേൾക്കാൻ കുറേ ആളുകൾ ക്ഷമയോടെ ഇരിക്കുന്നു എന്നുള്ളത്. ഇത് നിങ്ങൾക്ക് ഒരിക്കലും ക്രിസ്ത്യാനികളുടെ ഇടയിൽ നിന്ന് പ്രതീക്ഷിക്കാൻ പറ്റില്ല, ഹിന്ദുക്കളുടെ ഇടയിൽ നിന്ന് പ്രതീക്ഷിക്കാൻ പറ്റില്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം മതം ഒരു പഠന വിഷയമല്ലായിരിക്കുന്നു. എനിക്ക് ഇസ്ലാമിനോടുള്ള ഏറ്റവും വലിയ ബഹുമാനം, ഇസ്ലാം ഇപ്പോഴും അതിനെ ഒരു അക്കാഡമിക് വിഷയമായി നിലനിർത്തുന്നു എന്നുള്ളതാണ്. തിയോളജിയിൽ എന്ന് പറയുന്ന ഒരു പരികല്പനയിലേക്ക് ഇന്നല്ലെങ്കിൽ നാളെ ഇസ്ലാമിന് വരാതെ നിർത്തിയില്ല.
കാരണം അത്രമാൽ അക്കാഡമിക്കായിട്ടുള്ള പഠനങ്ങൾ ആ മേഖലയിൽ നടന്നുകൊണ്ടാണിരിക്കുന്നത്. അവിടെ ഏത് മറ്റൊരു മതത്തിലില്ലാത്തൊരു സംഭവമാണ്. ഇവിടെയും ഈ മുതലാളിത്തത്തിന് വളർന്നു, സാമ്പ്രദായികത്തിൻ്റെ ഉപകരണമായി ക്രിസ്ത്യാനിറ്റി മാറി. ഈ ഒരു സമയത്താണ് 7-ാം നൂറ്റാണ്ടിൽ ഈ മിഡിൽ ഈസ്റ്റിൽ അല്ലെങ്കിൽ മധ്യപൂർവേഷ്യൻ രാജ്യങ്ങളിൽ ഉള്ള ക്രിസ്ത്യാനികൾ തന്നെ ഇസ്ലാമായിട്ട് മതം മാറ്റം നടത്തുന്നത്. ഈ കഴിഞ്ഞ ദിവസം പത്രത്തിൽ നിങ്ങൾ വായിച്ചിരിക്കും, അന്ത്യോക്യയുടെ പാത്രികീസായി തിരഞ്ഞെടുക്കപ്പെട്ട ആളിൻ്റെ പേര് അബ്ദുൾ കരീം എന്നാണ്. അപ്പോൾ ഇതൊരു വലിയ ചർച്ച, മനോരമയൊക്കെ വായിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്ക് വലിയ കൺഫ്യൂഷൻ. എന്തൊരു കരീം, ഇയാൾ തന്നെ പണ്ട് മുസ്ലിമാണ്, മുസ്ലിം ചെറുതാപ്പ് പറയാൻ തുടങ്ങി മുസ്ലിം മാർഗം കൂടി ക്രിസ്ത്യാനിയായതാണ്. കാരണം അങ്ങനെയൊക്കെ നമ്മുടെ ജേർണലിസ്റ്റുകളെന്ന് പറഞ്ഞ മഹാമിടുക്കന്മാരാണ്, എന്തിനും ഉത്തരം ഉണ്ടാക്കിക്കളായി. പക്ഷേ ഈ അന്ത്യോക്യൻ പാത്രികീസിൻ്റെ സിംഹാസനത്തിലിരിക്കുന്ന ഈ 123 പാത്രികീസന്മാരുടെ 18 പേരും ഇസ്ലാം നാമധാരികൾ തന്നെയായിരുന്നു. അതായത് അബ്ദുള്ള പാത്രികീസ് കേരളത്തിലൊക്കെ ബന്ധമുണ്ട്, കേരളത്തിൻ്റെ ചരിത്രമായിട്ടൊക്കെ ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഈ സിറിയൻ നാടുകൾ അല്ലെങ്കിൽ ഈ ഗൾഫ് നാടുകളിലുള്ള പ്രദേശത്ത് താമസിച്ചിരുന്ന മുഴുവൻ ആളുകളും ക്രിസ്ത്യാനികളായിരുന്നു. അവർ ക്രിസ്തുമതത്തിൻ്റെ അപജയത്തിൽ മനംനൊന്ത് നബി മുന്നോട്ട് വെച്ച ഇസ്ലാമിക് ധാരയിലേക്ക് പുനഃപ്രവേശനം നടത്തുകയാണ് ചെയ്തത്. അപ്പം നേരത്തെ നടന്നു വന്നിരുന്ന ഒരു ശരിയായ മതധാര, ഞാൻ പറഞ്ഞല്ലോ സറാസ്ട്രയുടെ മതം, ഈ അബ്രഹാമാണ് ഏകദൈവ വിശ്വാസത്തിൻ്റെ പിതാവെന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും ഈ അബ്രഹാം കപ്പം കൊടുക്കുന്ന മൽക്കിസദേക്ക് എന്ന് പറയുന്ന ഒരു രാജാവിനെ കുറിച്ച് ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്നുണ്ട്. ഈ മൽക്കിസദേക്കിനെ കുറിച്ച് പറയുന്നത് ശാലോം രാജാവും അത്യുന്നത ദൈവത്തിൻ്റെ പുരോഹിതനും ആയിരുന്ന മൽക്കിസദേക്കിനെ അബ്രഹാം കനാനിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് കപ്പം കൊടുത്ത് അദ്ദേഹത്തിന് കീഴടങ്ങുന്നതായ ഒരു ചരിത്രം. ആ ഒരൊറ്റ സ്ഥലത്ത് മൽക്കിസദേക്ക് കാണുന്നുള്ളൂ. പിന്നെ ഈ മൽക്കിസദേക്ക് എവിടെ പോയെന്ന് ബൈബിളിൽ അടി മുഴുവൻ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ ഏകാദൈവ വിശ്വാസത്തിൻ്റെ പേരുകൾ പ്രപഞ്ച ആരംഭം മുതൽ തന്നെ ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പം നബി പുതുതായി ഒരു മതം സ്ഥാപിക്കുകയായിരുന്നില്ല, മറിച്ച് നിലവിലുള്ള മതത്തെ പരിഷ്കരിക്കുകയും അതിനെ മുന്നോട്ട് കൊണ്ടുപോവുകയും. അപ്പം മതമെന്ന് പറയുമ്പോൾ അത് ഈ യൂറോപ്യൻ സങ്കല്പപ്രകാരമുള്ള ഒരു കൂട്ടായ്മയല്ല, ഒരു സംഘടനയല്ല. അത് മനുഷ്യൻ്റെ ആത്മീയ വളർച്ചയുമായും ആത്മീയമായ അഭ്യുന്നതയുമായും ഒക്കെ ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യമാണ്. അതിന് സഹായകം ആകുന്നില്ലെങ്കിൽ ഇത്തരം മത കൂട്ടായ്മകൾ നമുക്ക് നിഷ്പ്രയോജനമായി മാറുകയുള്ളൂ. ഇപ്പം ക്രിസ്തു മതത്തിലാണെങ്കിൽ അത് ഒരു നമ്മളെ മതത്തെക്കുറിച്ച് പറയുമ്പം 3-4 ധാരകളുണ്ട്. മതത്തിൻ്റെ ഡോഗ്മാറ്റിസം, അതായത് സൈദ്ധാന്തികത, മൃദമായ തത്വചിന്തകൾ സത്യമുള്ള. ഹിന്ദുമതത്തിനൊക്കെ ബ്രാഹ്മണിസത്തിനൊക്കെ അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഒരുപാട് ഡോഗ്മാസിൻ്റെ പിന്നാലെ പോവുക. രണ്ടാമത്തത് ഇൻസ്റ്റിറ്റ്യൂഷണലിസം, സ്ഥാപനങ്ങൾ കെട്ടിപ്പടുക്കുക. വലിയ സ്ഥാപനങ്ങൾ കെട്ടിപ്പടുക്കുന്നതിന് എന്തും വിൽപ്പന ചരക്കാക്കാം. അങ്ങനെയാണ് ഇവിടെയൊക്കെ ഈ ആൾ ദൈവങ്ങളുടെയൊക്കെ വിളയാട്ടം ഇപ്പോൾ നടക്കുന്നത്. വലിയ സ്ഥാപനങ്ങളായി അത് ഞങ്ങളുടേതാണ്, അത് ഭരിക്കുന്ന ആരായാലും കുഴപ്പമില്ല, ഞങ്ങളുടേതാണ്. ആ ഇൻസ്റ്റിറ്റ്യൂഷണലിസം. മൂന്നാമത് മറ്റൊന്ന് റിച്വലിസം, മതത്തെ നശിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഞാനീ പറയുന്നത്. അതിനെ നിലനിർത്തുന്നതല്ല, അല്ലെങ്കിൽ മതത്തിൻ്റെ ആത്മീയതയെ പ്രതികൂലമായി ബാധിക്കുന്നത്. ഈ രോഗങ്ങൾ എപ്പോൾ വേണമെങ്കിലും നമ്മളെ ആരെയും ബാധിക്കാം. ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ തലവനാക്കാമെന്ന് പറഞ്ഞാൽ, ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പ്രധാനപ്പെട്ട ഭരണാധികാരിയാക്കാമെന്ന് പറഞ്ഞാൽ ആരൊക്കെ അങ്ങോട്ട് മാറിപ്പോവുകയില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം നമ്മളെ ആ രീതിയിൽ നയിക്കുന്ന തിന്മയുടെ ശക്തികൾ നമ്മുടെ ഇടയിൽ വളരെ സജീവമാണ്. അപ്പോൾ അതാണ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ. പിന്നെ റിച്വലിസം എന്ന് പറയുന്നത് എന്താണ്? കുറേ ചടങ്ങുകൾ, എന്തിനാണ് എന്നറിയാതെയുള്ള ചടങ്ങുകൾ. പലപ്പോഴും പല പ്രശ്നങ്ങൾക്കും താഴല്ലേ ഇപ്പോൾ ഇവിടെ വളരെ അപൂർവമായി കാണുകയാണ്, ഇവിടെ തൊപ്പിയിട്ട ഒരൊറ്റ പ്രേക്ഷകനെയും കാണുന്നില്ല. അപ്പം എൻ്റെയൊക്കെ നേരത്തെയുള്ള ധാരണ മുസ്ലിം എന്ന് പറഞ്ഞാൽ തൊപ്പിയിട്ടവരെല്ലാം മുസ്ലിങ്ങളാണ്. അപ്പം ആളുകൾ അങ്ങനെ ആ തൊപ്പി ഇങ്ങനെയുള്ള ചില വേഷങ്ങൾ, അച്ഛന്മാർ വൈദികരെന്ന് പറഞ്ഞാൽ അവരുടെ കുപ്പായമാണ് വലിയത്, അല്ലാതെ അകത്തുള്ളതൊന്നും അല്ല. അപ്പം ഇപ്പോൾ തമാശയായിട്ട് പറയാനുണ്ട്, എപ്പോഴും ഈ തൊപ്പി വെച്ച് നടക്കുന്നത് തലയ്ക്കകത്തൊന്നും ഇല്ലാത്തവരും തലയ്ക്ക് മുകളിൽ എന്തെങ്കിലും ഉണ്ടാകട്ടെ എന്ന് വിചാരിച്ചായിരിക്കും എന്നൊരു തമാശ രൂപത്തിലൊക്കെ നമ്മൾ പറയാറുണ്ട്. തൊപ്പിയെ ഞാൻ ആക്ഷേപിക്കുകയല്ല. അപ്പോൾ പലതരത്തിലുള്ള പരിഷ്കാരങ്ങൾ, നവീകരണങ്ങൾ മതത്തിനുള്ളിൽ നടത്തേണ്ടതുണ്ട്. അപ്പോൾ അതാണ് നബിയുടെ സന്ദേശം, ജീവിതത്തിൻ്റെ സന്ദേശം, ഖുർആൻ്റെ സന്ദേശം. അതുപോലെ തന്നെ ഇവിടെ പലപ്പോഴും നാം ദൈവത്തെക്കുറിൻ്റെ അസ്തിത്വത്തെക്കുറിച്ചുള്ള തർക്കം പോലെ തന്നെ അസ്ഥാനത്തുള്ളതും അനാവശ്യവുമായൊരു തർക്കമാണ് ഭൗതികത, ആത്മീയത എന്നുള്ള പേരിലുള്ള ഈ തർക്കം.
എവിടെയാണ് ഈ ഭൗതികതയും ആത്മീയതയും തമ്മിൽ വേർപിരിയേണ്ടത്? ആത്മീയത ഇല്ലാതെ എന്ത് ഭൗതികതയാണുള്ളത്? ഭൗതികത ഇല്ലാതെ എന്ത് ആത്മീയതയാണുള്ളത്? ആത്മീയത എന്ന് പറഞ്ഞാൽ ഈ റിച്വലിസം ആണോ? മഹാത്മാഗാന്ധി ഒരു ക്ഷേത്രത്തിലും പോയിരുന്നില്ല. പക്ഷെ അദ്ദേഹത്തിന് ഹിന്ദു സെയിൻ്റ് എന്നാണ് ചരിത്രകാരന്മാർ വിശേഷിപ്പിച്ചിരിക്കുന്നത്. അത് അത്രയും വലിയ മറ്റൊരു തീവ്രവാദിയായ റിച്വൽ ഹിന്ദു അദ്ദേഹത്തെ വെടിവെച്ച് കൊല്ലുകയും ചെയ്തു. അപ്പോൾ റിച്വലിസത്തിൽ നിന്നൊക്കെ വിമുക്തമായ മറ്റൊരു ധാര മതത്തിനില്ലേ? അദ്ദേഹം പ്രവാചകന്മാരുടെ പരമ്പരയിലെ അവസാനത്തെ കണ്ണിയാണ് മുഹമ്മദ് എന്ന് പറയുന്നത്. പ്രവാചകധാര എന്നും പൗരോഹിത്യധാരയ്ക്കെതിരെ പോരാടിയവരാണ്. ഈ പൗരോഹിത്യധാര അഥവാ പ്രീസ്ലി ഓർഡർ ഈ പ്രപഞ്ചത്തെ, ലോകത്തെ ഭൗതികം ആത്മീയത എന്നിങ്ങനെ രണ്ട് വേലിക്കെട്ടുകളായി തിരിച്ച് പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നു. ഈ ഡയക്കോട്ടമി തകർക്കേണ്ടതുണ്ട്. നമുക്ക് ആത്മീയത ഇല്ലാതെ ഭൗതികത ഇല്ല, ഭൗതികത ഇല്ലാതെ ആത്മീയതയില്ല. നമ്മൾ ഒരു ബഹിരാകാശ ഗവേഷണമാണെങ്കിലും ടെലികമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ആണെങ്കിലും അതിനുവേണ്ടി അധ്വാനിക്കുന്ന ശാസ്ത്രജ്ഞന്മാർ അനേക രാത്രി ഉറക്കളച്ച് അവർക്ക് കിട്ടുന്ന പ്രതിഫലം മാത്രമൊന്നുമല്ല അവരെ ആ രംഗത്ത് പ്രവർത്തന സജ്ജരാക്കുന്നത്, മറിച്ച് മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള ഒരു സമർപ്പണമാണ്. ഈ സമർപ്പണം ഇല്ലാതെ ഒരു മനുഷ്യന് ഒരു കാര്യവും ചെയ്തിട്ടില്ല, ഏത് കാര്യമായാലും. അപ്പോൾ ഇതിനെ രണ്ടിനെ നമ്മൾ ഇങ്ങനെ വേർതിരിച്ച് കാണേണ്ടതില്ല. രണ്ടിനെയും ഒന്നിപ്പിക്കാൻ എന്താണ് വഴി എന്നാണ് കഴിയേണ്ടത്. ഇത് നബി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഈ ഒരു കാര്യം വളരെ കൃത്യമായി പാലിച്ചിരുന്നു. അദ്ദേഹത്തിന് ഭൗതികതയും ആത്മീയതയും തമ്മിലൊരു വേർതിരിവ് ഉണ്ടായിരുന്നതായി ഞാൻ ഒരിടത്തും വായിച്ചിട്ടില്ല. ഇപ്പോൾ വലിയ ആവശ്യമില്ലാത്ത വിവാദങ്ങളുണ്ട്. യേശു ക്രിസ്തു ഭാര്യ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് അമേരിക്കയിൽ ഒരു പുരാവസ്തു ഗവേഷകൻ ഇപ്പോൾ ഒരു ഡോക്യുമെൻ്റുമായിട്ട് പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വന്നാൽ ഇപ്പം ക്രിസ്ത്യാനികൾക്ക് അതൊരു വലിയൊരു വികാര പ്രശ്നമാണ്. അദ്ദേഹം വിവാഹിതനാണെങ്കിൽ അപ്പോൾ ഒരു മനുഷ്യൻ വിവാഹിതനാണോ അല്ലയോ എന്നുള്ളത് എങ്ങനെയാണ് ആത്മീയതയും ഭൗതികതയുമായി നാം വേർതിരിക്കേണ്ടത്? അവിടെ ആവശ്യം എന്താണ്? ഭൗതിക വിവാഹ ബന്ധത്തിലൊരു ആത്മീയത വേണ്ടേ? നിങ്ങളുടെ ഭാര്യയോടോ മക്കളോടോ സുഹൃത്തുക്കളോടോ ഉള്ള ബന്ധത്തിൽ സ്പിരിച്വാലിറ്റി വേണ്ടേ? ആത്മീയത വേണ്ടേ? ഈ ആത്മീയത മതം പറയുന്ന കപട ആത്മീയതയല്ല, വ്യാജ ആത്മീയതയല്ല. ഇത് തിരുത്തുവാനും നബിക്ക് കഴിഞ്ഞിരുന്നു. നബിയുടെ സന്ദേശം അതായിരുന്നു. ഖുർആൻ അതിന് സാക്ഷ്യം വഹിക്കുന്നുണ്ട്. പക്ഷേ അവസാനമായി ഒരു വിമർശനം ഉന്നയിക്കുകയാണ്. ഇതൊക്കെയാണെങ്കിലും ഇസ്ലാമിൽ ഇത്രയൊക്കെ പ്രതിഷ്ഠകൾ അർപ്പിച്ചെങ്കിലും ഞാൻ വളരെ ദീർഘകാലമായി ഒരു കാമുകിയുടെ പിന്നാലെ നടക്കുന്നത് പോലെ ഇസ്ലാമിനോട് ഒരു തരം പ്രണയ സൂക്ഷിച്ചുകൊണ്ട് പോകുന്നയാളാണ്. അപ്പോഴും എനിക്ക് തോന്നുന്ന ഒരു പ്രശ്നം അല്ലെങ്കിൽ പരിഹരിക്കാനാവാത്തൊരു ക്രൈസിസ്, എന്തിനാണ് ഇസ്ലാമിൽ ഇത്രയേറെ തീവ്രമായ ഗ്രൂപ്പ് തിരിഞ്ഞുള്ള വഴക്കുകളും അടികളും ഉണ്ടാകുന്നത്? ഇവിടെ ഹിന്ദുക്കളല്ല മുസ്ലിങ്ങളെ ആക്രമിക്കുന്നത്, ക്രിസ്ത്യാനികളെ ആക്രമിക്കുന്നത് ഹിന്ദുക്കളല്ല. ക്രിസ്ത്യാനികളെ നശിപ്പിക്കാൻ ക്രിസ്ത്യാനികൾ തന്നെ അങ്ങ് തീരുമാനിച്ചിരിക്കുക. അപ്പോൾ ഇസ്ലാമിനെ നശിപ്പിക്കാൻ ഇസ്ലാം തന്നെ അങ്ങ് തീരുമാനിച്ച അവസ്ഥയാണ് ഇപ്പം കാണുന്നത്. ഇപ്പോൾ അടുത്ത ഞാൻ മുമ്പ് പാത്രിക്കീസിൻ്റെ കാര്യം പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ അരമനയൊക്കെ പൂട്ടിയിട്ട് അദ്ദേഹം ലബാനോനിലേക്കോ ജർമ്മനിലേക്കോ ഒക്കെ പോയി. കാരണം എന്ത് പേടിച്ച് പോയതാണ്. അപ്പം അവർ പറയുന്നത് എന്താണ്? ഞങ്ങളവരെ ഉപദ്രവിക്കുന്നില്ല, അവിടെ ഷിയാകളും സുന്നികളും തമ്മിൽ ഭയങ്കര അടിയാണ്. അപ്പോൾ ഇവരുടെ അടിയിൽ ബോംബ് വന്ന് വീണാൽ ഈ പള്ളിയുടെ പുറത്താണ് വീഴുക. അദ്ദേഹത്തിൻ്റെ ഒരു അസിസ്റ്റൻ്റായാലും മെത്രാനെ അവർ തടവുകാരായി പിടിച്ചുകൊണ്ട് പോയി. അപ്പോൾ അപകടം പിടിച്ച് ഇവർക്കെല്ലാം അഭയം കൊടുക്കാൻ തയ്യാറായി ലോക പോലീസുകാരൻ ഞമ്മന്ന് നിൽക്കുന്ന അമേരിക്കയും സാമ്രാജ്യത്വമുണ്ട്. അപ്പോൾ ഷിയ സുന്നി തർക്കം അല്ലെങ്കിൽ ഇവിടെ നമ്മുടെ ഇടയിൽ നടക്കുന്ന മുസ്ലിങ്ങൾ തമ്മിലുള്ള മത്സരം ആശയപരമായ വ്യക്തതയ്ക്ക് വേണ്ടിയാണെങ്കിൽ അത് സ്വാഗതം ചെയ്യാം. പക്ഷേ അവിടെ ആശയപര വ്യക്തതയേക്കാൾ കൂടുതൽ വ്യക്തിപരമായ വൈരാഗ്യങ്ങളും വിഴുപ്പലക്കുകളുമാണ് അധികവും നടന്നു കാണുന്നത്. അതുകൊണ്ട് ഇസ്ലാമിനുള്ളിൽ ഒരു ഐക്യം ആദ്യം ഉണ്ടായാലേ ഇസ്ലാമിലേക്ക് പുറത്തു നിൽക്കുന്ന ആളുകളെ ഇസ്ലാമിനെ ആകർഷിക്കാൻ കഴിയും. നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ എന്ന് യേശുവിൻ്റെ ഒരു വാചകമുണ്ട്. നിങ്ങൾ മതം മാറണമെന്നല്ല, നിങ്ങളിലേക്ക് മറ്റുള്ളവർ ആകർഷിക്കപ്പെടുവാൻ നിങ്ങളെന്ത് ചെയ്യുന്നു? ഏത് തരത്തിൽ ഇന്ത്യ പോലുള്ള ഒരു ബഹുസ്വര സമൂഹത്തിൽ ഇസ്ലാമിൻ്റെ ദൗത്യം എന്താണ്? എങ്ങനെ നമുക്ക് നമ്മുടെ വിശ്വാസത്തെ ഒരു പുതിയ ലോകം സൃഷ്ടിക്കുന്നതിന് വേണ്ടി വിനിയോഗിക്കാം? ഇവിടെ പൊളിറ്റിക്സിൽ നിന്ന് മാറ്റി നിർത്തേണ്ട കാര്യമൊന്നുമില്ല. ഇസ്ലാമിനൊരു പൊളിറ്റിക്സ് വേണം. ആ പൊളിറ്റിക്സ് പുരോഗതിയുടേതാണോ, വളർച്ചയുടേതാണോ, മനുഷ്യ നന്മയുടേതാണോ? ഇതൊക്കെ നമുക്ക് നോക്കേണ്ടതുള്ളൂ. ഇപ്പം സ്ത്രീപുരുഷ ബന്ധത്തിൽ, സ്വത്തവകാശത്തിൽ, പല കാര്യങ്ങളിലും ഇസ്ലാം കാലികമാകാനായിട്ട് മടിച്ചു നിൽക്കുകയോ അല്ല അറച്ചു നിൽക്കുകയോ ചെയ്യുന്നു. ഇതെനിക്ക് തോന്നുന്നത് ഭൗതികതയോടുള്ള ഒരു തരം വല്ലാത്ത വികർഷണം, അതായത് തങ്ങൾ ഏറ്റവും കൂടുതൽ എതിർക്കുന്നെന്ന് പറയുകയും
ആ പറയുന്ന കാര്യത്തിലേക്ക് കൂടുതൽ ആകർഷിക്കപ്പെടുകയും. ഇത് മനുഷ്യ സ്വഭാവത്തിൻ്റെ ഒരു ബേസാണ്. ഫാസിസം ഉത്ഭവിക്കുന്നത് അങ്ങനെയാണ്. ദൈവത്തെക്കുറിച്ച് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക, പക്ഷേ പിശാചിൻ്റെ പ്രവൃത്തികൾ തന്നെ നിരന്തരമായി ചെയ്യുക. അപ്പം പറച്ചിൽ വേറെ, പ്രവൃത്തി വേറെയായി പോവുകയാണ്. അങ്ങനെ വരാതെയുള്ള ഒരു ഐക്യം, നമ്മുടെ പൊളിറ്റിക്സ് എന്തായിരിക്കണം? ഖുർആൻ പറയുന്ന പൊളിറ്റിക്സ് എന്താണ്? നീതിപൂർവമായ ഒരു സമൂഹത്തിന് വേണ്ടി അധ്വാനിക്കാൻ, അതിനുവേണ്ടി വേല ചെയ്യുവാൻ നിങ്ങൾ തയ്യാറാണ്. നിങ്ങൾ പണ്ടെങ്ങോ മനസ്സിൽ പ്രതീക്ഷിച്ച കുറേ നേതാക്കന്മാരുടെ വിഗ്രഹവും ചുമന്നുകൊണ്ട് ആന വിഗ്രഹം എഴുന്നള്ളിക്കുന്ന പോലെ എഴുന്നള്ളിച്ച് നടന്നിട്ട് ഞങ്ങൾ അവർക്കേ വോട്ട് ചെയ്യൂ, അവർ തന്നെ ജയിക്കട്ടെ, വോട്ട് ചെയ്തില്ലെങ്കിലും ചെയ്യില്ലെന്നൊക്കെ പറയുമെങ്കിലും പോയിട്ട് ചെയ്യും. അവസാനം അവരൊരു നാടുവാഴികളുടെ അവസ്ഥയിലേക്ക് വീണ് നമ്മുടെ തോളിൽ കയറിയിട്ട് നമ്മളെ തിന്നാനും ഭരിക്കാനും തുടങ്ങും. ഈ ഒരവസ്ഥ മാറണം. നമുക്ക് പൊളിറ്റിക്സ് ഉണ്ടാവണം. അത് തീവ്രവാദമെന്നോ മൗലികതവാദമെന്നോ ഒക്കെ പറയുന്നവർ പറഞ്ഞോട്ടെ, അല്ലെങ്കിൽ ഇത്ര വലിയ തെറ്റ്. ഭാഷാപരമായി മൗലികതവാദം അത്ര മോശമുള്ള കാര്യമൊന്നുമില്ല. മതത്തിൻ്റെ മൗലികമായ തത്വങ്ങൾ പിന്തുടരുന്നതാണ് മൗലികതവാദം. തീവ്രവാദം എന്ന് പറഞ്ഞാൽ മതത്തിന് വേണ്ടി തീവ്രമായി വാദിക്കുന്നവരാണ്. വാദിച്ചു മതത്തിന് വേണ്ടി ആയിരിക്കണം. നിങ്ങൾ മതത്തെ മറ്റ് പലതിനും ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ കച്ചവടത്തിൻ്റെ ഉള്ള ഒരു പിൻബലമായി മുസ്ലിങ്ങളുടെ കടയിൽ നിന്ന് തന്നെ സാധനം മറ്റുള്ളവരെല്ലാം മറ്റ് മുസ്ലിങ്ങളെല്ലാം സാധനം വാങ്ങിക്കണം. അതിനുവേണ്ടി കച്ചവടത്തിന് എങ്ങനെ ഇസ്ലാമിനെ ഉപയോഗിക്കാം, ക്രിസ്ത്യാനിറ്റി ഉപയോഗിക്കാം. ഇതാണ് ഇന്ന് മത വ്യാപാര രംഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു വൈരുദ്ധ്യവും നമ്മൾ പരിഹരിക്കേണ്ടതുണ്ട്. വളരെ ധീരമായ മതപരിഷ്കരണത്തിന്, ഇസ്ലാമിക് പരിഷ്കരണത്തിന്, ഇസ്ലാമിനെ ലോകത്തിലെ നൂതന പ്രതിസന്ധികൾ പരിഹരിക്കുന്നതിനുള്ള ഒരു ബദലായി വളർത്തിയെടുക്കുന്നതിന് സഹായകമായ രീതിയിൽ ഇത്തരം ചർച്ചകൾ രൂപാന്തരപ്പെടട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഇനി ഞാൻ ദീർഘിച്ചാൽ കസേരകൾ, ഒഴിഞ്ഞ കസേരകളുടെ എണ്ണം ഇനിയും ഓഡിറ്റോറിയത്തിൽ കൂടും. അത് അത്ര നല്ല കാര്യമല്ല. ഏതായാലും നിങ്ങളോട് സംവാദിക്കാനും ഇത്ര നേരം നിങ്ങളോടൊപ്പം ചിലവഴിക്കാനും ക്ഷമയോടെ എൻ്റെ ഈ വാക്കുകളെ ശ്രദ്ധിച്ചതിനും ഒക്കെ ഒരുപാട് നന്ദി പറയുന്നു. നിങ്ങൾക്ക് എല്ലാ അനുഗ്രഹങ്ങളും നേരുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ചർച്ച അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ വളരെ സജീവമായി പലപ്പോഴും ആശയ സംഘർഷങ്ങളുടെ സംവാദങ്ങളുടെ തലങ്ങളിലേക്ക് കടന്നുപോയി. ബഹുമാനനായ കെ.സി. വർഗീസ് സാറിൻ്റെ അക്കാദമിക വിശകലനങ്ങൾ, മത ചരിത്രത്തെ സംബന്ധിച്ച അദ്ദേഹത്തിൻ്റെ നിരീക്ഷണങ്ങൾ, വ്യത്യസ്ത വേദങ്ങളുടെ അപഗ്രഥനങ്ങൾ, ക്രിസ്തുമതത്തിൻ്റെ വഴിതെറ്റലിനെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ സംസാരങ്ങൾ എല്ലാം തീർച്ചയായും വൈജ്ഞാനികമായി നമ്മുടെ ചർച്ചയെ ധന്യമാക്കി. സമയം ഏറെ അതിക്രമിച്ചിട്ടുണ്ട്. 2 കാര്യങ്ങൾ മാത്രം ഈ വൈകിയ വേളയിൽ സൂചിപ്പിക്കണമെന്ന് എനിക്ക് തോന്നുന്നു. ഒന്നാമതായി, ഇസ്ലാമിനെ പരിഷ്കരിക്കുവാൻ, ഇസ്ലാമിന് ഉള്ളിൽ നിന്ന് നവീകരണ ശ്രമങ്ങൾ ഉണ്ടാക്കുവാനുള്ള ആഹ്വാനം അദ്ദേഹം നടത്തി. അദ്ദേഹം വിവർത്തനം ചെയ്ത അസ്കർ അലി എഞ്ചിനീയറുടെ പുസ്തകം എന്തുകൊണ്ട് കേരളത്തിലെ മുസ്ലിങ്ങൾക്കിടയിൽ ആഘോഷിക്കപ്പെട്ടില്ല എന്ന ആശങ്ക അദ്ദേഹം പങ്കുവച്ചു. ക്രിസ്തു മതത്തിനകത്ത് നിന്നൊരു വിമോചന ദൈവശാസ്ത്രം ഉണ്ടായതുപോലെ മുസ്ലിങ്ങൾക്കകത്ത് നിന്ന് എന്തുകൊണ്ടാണ് ഒരു വിമോചന ദൈവശാസ്ത്രം ഉണ്ടാകാത്തത് എന്ന ചോദ്യം അദ്ദേഹം ഉയർത്തി. ആ ചോദ്യങ്ങൾ തീർച്ചയായും പ്രസക്തമാണ്. ഇവിടെ ബഹുമാന്യനായ വർഗീസ് സാറോട് എനിക്ക് പറയാനുള്ള കാര്യം, ക്രിസ്തുമതത്തിന് അകത്ത് നിന്ന് ഒരു വിമോചന ദൈവശാസ്ത്രം ഉടലെടുക്കേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? അങ്ങനെ ഉടലെടുക്കേണ്ടി വന്നത് ക്രിസ്തുമതത്തിൻ്റെ പ്രമാണങ്ങൾ എന്ന് പറയപ്പെടുന്ന, വേദഗ്രന്ഥങ്ങൾ എന്ന് പറയപ്പെടുന്ന പുസ്തകങ്ങൾ, ബൈബിളിനകത്തെ പുസ്തകങ്ങൾ, ആ പുസ്തകങ്ങളിൽ പുരോഹിതന്മാരുടെ കൈകടത്തലുകൾ ഉണ്ടാവുകയും മാനവികതയ്ക്ക് വിരുദ്ധമായ പരാമർശങ്ങൾ അതിനകത്ത് കടന്നു വരികയും ആ ബൈബിളിലെ പരാമർശങ്ങളെ പൂർണ്ണമായി ശരിവെച്ചുകൊണ്ട് മാനവികതയിൽ അടിയുറച്ചൊരു സാമൂഹ്യ മുന്നേറ്റം സാധ്യമാകാതിരിക്കുകയും ചെയ്തപ്പോഴാണ് യഥാർത്ഥത്തിൽ വിമോചന ദൈവശാസ്ത്രം പോലുള്ള സങ്കല്പങ്ങൾ അവിടെ പിറക്കുന്നത്. എന്നാൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിങ്ങൾ പല നിലക്കും വഴിപിഴച്ചു പോവുകയും മുസ്ലിങ്ങളിൽ നിന്ന് അധാർമികതകൾ ഉണ്ടാവുകയും എല്ലാം ചെയ്തിട്ടുണ്ടെങ്കിലും യാതൊരു കലർപ്പുമില്ലാതെ, യാതൊരു കൈകടത്തലുമില്ലാതെ ഇസ്ലാമിൻ്റെ അടിസ്ഥാന വേദഗ്രന്ഥവും പ്രവാചകൻ്റെ ജീവിതവും സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഏത് കാലത്തും ആ കാലത്തെ പ്രതിസന്ധികൾ അതിജീവിക്കുവാനും സമുദായത്തിനകത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനും ഇസ്ലാമിക പ്രമാണങ്ങൾക്കകത്ത് നിന്നുകൊണ്ട് തന്നെ കഴിയും. അവിടെ ആ പ്രമാണങ്ങളെ പരിഷ്കരിക്കുകയോ നമ്മുടേതായ തലച്ചോറിൽ നിന്ന് പുതിയ ആദർശങ്ങൾ മെനയുകയോ ചെയ്യേണ്ട ഒരു അവസ്ഥ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം വന്നു ചേരുന്നില്ല. അതുകൊണ്ടാണ്
പരിഷ്കരണം എന്ന് പറയുന്നത് ഇസ്ലാമികമായ വീക്ഷണത്തിൽ മുസ്ലിങ്ങൾ ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും അകന്നു പോകുമ്പോൾ, പരിശുദ്ധ ഖുർആനിൽ നിന്നും പ്രവാചക ചര്യയിൽ നിന്നും വഴിതെറ്റുമ്പോൾ അവരെ പ്രമാണങ്ങളിലേക്ക് തിരിച്ചു വിളിക്കാനുള്ള ശ്രമമാണ്. അതിനു പകരം ആ പ്രമാണങ്ങളെ പരിഷ്കരിക്കുവാനുള്ള ശ്രമം എന്ന് പറയുന്നത് വലിയ അപകടങ്ങളിലേക്ക് നയിക്കും. അതെന്തുകൊണ്ടാണെന്നുള്ള ചോദ്യത്തിന് ഞാൻ ഇവിടെ പലതവണ സൂചിപ്പിച്ചതുപോലെ പ്രമാണങ്ങൾ നമുക്ക് നൽകുന്നത് നിഷ്കൃഷ്ടമായൊരു ധാർമ്മിക പദ്ധതിയാണ്. ആ ധാർമ്മിക പദ്ധതിയെ നമ്മൾ പിന്തുടരുന്നത് അത് ദിവ്യപ്രോക്തമായതുകൊണ്ടാണ്. ആ ധാർമ്മിക പദ്ധതിയെ നമ്മൾ പരിഷ്കരിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ കാലത്തിൻ്റെ സമൂഹത്തിൻ്റെ സമ്മർദ്ദങ്ങൾക്കനുസരിച്ച് അതിൽ നമ്മൾ കൂട്ടാനും കുറക്കാനും ശ്രമിക്കുമ്പോൾ ലോകത്തെ മറ്റെല്ലാ മതങ്ങളെപ്പോലെയായി മാറും ഇസ്ലാമും. അതൊരു പുരോഹിത മതമായി മാറും. അല്ലെങ്കിൽ ലോകത്തെ ഭൗതിക ദർശനങ്ങളെ പോലെയായി മാറും ഇസ്ലാമും. അവിടെ ദൈവത്തിൻ്റെ മാർഗദർശനത്തിനു പകരം മനുഷ്യൻ്റെ നിയമങ്ങൾ പിന്തുടരുന്ന അവസ്ഥാവിശേഷം ഉണ്ടാകും. ആ അവസ്ഥാവിശേഷം വലിയ ദുരന്തങ്ങൾക്ക് വഴിവെക്കും. അതുകൊണ്ടാണ് ധാർമ്മിക പദ്ധതി, ആ ദൈവം അവതരിപ്പിച്ച ധാർമ്മിക പദ്ധതി അതുപോലെ തന്നെ നിലനിൽക്കണം എന്ന് മുസ്ലിങ്ങൾ ശഠിക്കുന്നത് എന്ന് സൂചിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ആ ഷാഠ്യമാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിൻ്റെ തനിമ നിലനിർത്തുന്നത് എന്നതാണ് സത്യം. വിമോചന ദൈവശാസ്ത്രത്തോടുള്ള എൻ്റെ അടിസ്ഥാനപരമായ വിയോജിപ്പ് അത് ദൈവത്തിൽ നിന്നു തന്നെയാണ് യഥാർത്ഥത്തിൽ മനുഷ്യരെ വിമോചിപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്നതാണ്. മാർക്സിൻ്റെ വീക്ഷണങ്ങളെ തലച്ചോറിലേക്ക് ആവാഹിക്കുകയും ആ വീക്ഷണങ്ങൾക്കനുസരിച്ച് മതത്തെ നിർവചിക്കാൻ ശ്രമിക്കുകയും യേശു ക്രിസ്തുവിനെ മാർക്സിന് സമാനനായൊരു വിപ്ലവകാരിയായി പരിചയപ്പെടുത്തുകയും ഭൗതികമായ പാരതന്ത്ര്യത്തിൽ നിന്ന് മോചിപ്പിച്ചെടുക്കാനുള്ള യേശുവിൻ്റെ പരിശ്രമങ്ങളെ പൊലിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മരണാനന്തര ജീവിതത്തെ സംബന്ധിച്ച വർത്തമാനങ്ങളെ തമസ്കരിക്കുകയും ചെയ്യുകയാണ് യഥാർത്ഥത്തിൽ പലപ്പോഴും വിമോചന ദൈവശാസ്ത്രകാരന്മാർ ചെയ്യാറുള്ളത്. ആ രീതിയോട് എനിക്ക് തീർച്ചയായും വിയോജിപ്പുകളുണ്ട്. പ്രവാചകന്മാരുടെ ജീവിതങ്ങൾ അവരുടെ സമഗ്രതയിൽ ദർശിക്കുവാൻ നമുക്ക് കഴിയണം. അവർ പഠിപ്പിച്ച എല്ലാ ആശയങ്ങളെയും പരിഗണിക്കാൻ നമുക്ക് കഴിയണം. അവർ ഭൗതിക ജീവിതത്തെക്കുറിച്ച് അതിലെ പാരതന്ത്ര്യത്തെക്കുറിച്ച് പറഞ്ഞ വശങ്ങളെ മാത്രം എടുത്തുയർത്തുകയും മരണാനന്തര ജീവിതത്തെ സംബന്ധിച്ച് അവർ നൽകിയ പ്രതീക്ഷകളെ തമസ്കരിക്കുകയും ചെയ്യുന്നത് സത്യസന്ധമായൊരു സമീപനമാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. രണ്ടാമതായി വർഗീസ് സാറ് പറഞ്ഞത് മുസ്ലിങ്ങളുടെ ഈ തമ്മിലടി ഒന്ന് നിർത്തിയാൽ ഇതിലേക്ക് ആകർഷിക്കപ്പെടാൻ തയ്യാറായ ഒരുപാട് ആളുകൾ അദ്ദേഹം അടക്കം നിൽക്കുന്നു എന്നാണ്. ഇവിടെ സത്യത്തിൽ വർഗീസ് സാറോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് എന്തുകൊണ്ടാണ് തമ്മിലടികൾ ഉണ്ടാകുന്നതെന്ന് ആലോചിക്കണം. അദ്ദേഹം പറഞ്ഞു ആത്മീയത, അതിന് ശുദ്ധമായൊരു ഭാവമുണ്ട്. അതേസമയം വ്യാജ ആത്മീയതയുടെ രൂപങ്ങളുണ്ട്. ആ വ്യാജ ആത്മീയതയുടെ രൂപങ്ങൾ ഇസ്ലാമിൻ്റെ പേരിൽ ഉടലെടുത്താലോ, ഇസ്ലാമിൻ്റെ കൊടി പിടിച്ചുകൊണ്ട് വ്യാജ ആത്മീയത കടന്നു വന്നാലോ, ഇസ്ലാമിക ആദർശത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ആളുകളെ ചൂഷണം ചെയ്യാനുള്ള ശ്രമങ്ങളുണ്ടായാലോ, ആ ശ്രമങ്ങളെ എതിർക്കേണ്ടി വരും. ആ ശ്രമങ്ങളോട് പോരാടേണ്ടി വരും. ഇസ്ലാമിൻ്റെ ശുദ്ധമായ ആത്മീയതയെ ഉയർത്തിപ്പിടിച്ച് സംസാരിക്കേണ്ടി വരും. അപ്പോൾ സ്വാഭാവികമായും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകും, ഭിന്നതകളുണ്ടാകും. ആ ഭിന്നതകൾ മാറ്റിവെച്ച് നമുക്കെല്ലാവർക്കും ഐക്യപ്പെടാം, ഈ സംവാദങ്ങളെ നമുക്ക് നിർത്തിവെക്കാം എന്ന് പറയുമ്പോൾ കേവലം ഒരു സാമുദായിക വികാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ മനുഷ്യരാശിയെ മൊത്തത്തിൽ ബലി കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് എന്നതാണ് സത്യം. അതുകൊണ്ടാണ് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നത്. ആ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉള്ളതുകൊണ്ട് ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാൻ ആർക്കും പ്രയാസമില്ല. ഈ അഭിപ്രായ വ്യത്യാസങ്ങളിൽ ശരി എവിടെ നിൽക്കുന്നു, എവിടെയാണ് യഥാർത്ഥ ഇസ്ലാമിക പ്രമാണങ്ങൾ നിലകൊള്ളുന്നത് എന്ന് മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. പ്രത്യേകിച്ചും ഇന്നത്തെ കാലത്ത് ഈ ചർച്ച അവസാനിക്കുന്ന സമയത്ത് അതാണ് എനിക്ക് ആവർത്തിച്ച് പറയാനുള്ളത്. മുഹമ്മദ് നബിയുടെ ജീവിതം, പരിശുദ്ധ ഖുർആൻ, ഇവ രണ്ടും പഠിക്കുവാൻ വളരെ എളുപ്പമാണ്. അതിലൂടെ കടന്നു പോകാൻ, പ്രത്യേകിച്ചും ഇൻഫർമേഷൻ വിപ്ലവമുണ്ടായ ഒരു കാലഘട്ടത്തിൽ, ഇൻഫർമേഷൻ സൂപ്പർ ഹൈവേ നമ്മുടെ എല്ലാം മുമ്പിൽ നമുക്ക് ഇൻ്റർനെറ്റിലൂടെ എന്ത് കാര്യവും പഠിക്കാവുന്ന ഒരവസ്ഥാവിശേഷത്തിൽ നമ്മൾ എത്തിച്ചേർന്നിട്ടുള്ള ഒരു സമയത്ത് പ്രവാചകൻ്റെ ജീവിതവും പരിശുദ്ധ ഖുർആനും ആർക്കും പഠിക്കാൻ കഴിയും. അത് പഠിക്കുവാൻ എല്ലാവരും സന്നദ്ധമാവുക. ആ പഠനം തീർച്ചയായും നമ്മളെ പുതിയ തിരിച്ചറിവുകളിലേക്ക് നയിക്കും. അതാണ് ഈ സംവാദത്തിൻ്റെ സംഗമത്തിൻ്റെ സന്ദേശം എന്ന് ഞാൻ വിചാരിക്കുന്നു. ബഹുമാനനായ KC വർഗീസ് സാറിന് നിച്ച് ഓഫ് ട്രൂത്തിൻ്റെ ഉപഹാരം സമർപ്പിക്കുന്നതിന് വേണ്ടി നിച്ച് ഓഫ് ട്രൂത്തിൻ്റെ കോർഡിനേറ്റർ യാസർ അറഫാത്തിനെ ക്ഷണിക്കുകയാണ്. നമ്മുടെ ഈ ചർച്ച, ധന്യമായ ഈ സംവാദവേള ഇവിടെ അവസാനിക്കുകയാണ്. മുഹമ്മദ് നബിയെക്കുറിച്ച്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനുമുള്ള അവസരങ്ങൾ മലയാളി പൊതുസമൂഹത്തിന് കൂടുതലായി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, മുഹമ്മദ് നബിയെക്കുറിച്ച് പഠിക്കുവാൻ ആഗ്രഹമുള്ള ആർക്കും നിച്ച് ഓഫ് ട്രൂത്തുമായി ബന്ധപ്പെടാം എന്ന് അറിയിച്ചുകൊണ്ട്, സ്നേഹത്തോടു കൂടി നിച്ചിൻ്റെ വാതിലുകൾ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി തുറന്നിട്ടിരിക്കുന്നു എന്ന സന്തോഷ വാർത്ത നിങ്ങളുമായി പങ്കുവെച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. വാഹിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.